ട്രാൻസ്ലേഷനിൽ പറയുന്നത് നീ ഒരു റൂളർ ആണെങ്കിൽ, നീ ഒരു കൊള്ളക്കാരനെ പോലെ അല്ലെങ്കിൽ നീ കൊള്ളത്തലവനെ പോലത്തെ ഒരു വ്യക്തിയാണെങ്കിൽ നിന്നെ അത് എഫക്ട് ചെയ്യും. ഇതിനകത്ത് ഇവർ കിങ് എന്നൊക്കെ ആക്കിയിട്ടുണ്ട്. കിങ് എന്നൊന്നുമുള്ള പരിപാടിയില്ല. ബട്ട് ഇഫ് യു ആർ എ കിങ് ഐ ഷുഡ് റീഡ് ദ പീപ്പിൾ ഓഫ് യു. നീ ഒരു റൂളർ ആയിരുന്നെങ്കിൽ നിന്നെ അവരിൽ നിന്ന് നിന്നിൽ നിന്ന് മറ്റുള്ളവരെ നിന്നെ ഞാൻ അവരെ നിന്നിൽ നിന്നും ഞാൻ മോചിപ്പിക്കേണ്ടതല്ലയോ എന്നാണ് ഈ സ്ത്രീ പറയുന്നത്. ഐ ഷുഡ് റീഡ് ദ പീപ്പിൾ ഓഫ് യു. The messenger of Allah then ordered regarding her and she was killed. ഈ സ്ത്രീയെ, ഈ വിഷം കൊടുത്ത ഈ സ്ത്രീയെ തട്ടിക്കളയുവാൻ മുഹമ്മദ് അപ്പോഴേ പറയുക. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. മുഹമ്മദ് ഒരു കാരുണ്യവാനായ ഒരു വ്യക്തിയായിരുന്നു എങ്കിൽ, ഇദ്ദേഹത്തിൽ എന്തെങ്കിലും കരുണ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ സ്ത്രീയെ കൊന്നുകളയാനൊന്നും പറയത്തില്ല. മുഹമ്മദിന് അള്ളാഹുവിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടായിരിക്കണമല്ലോ. Muhammad should have a full confidence in Allah that Allah will protect him. Allah did not protect him. So what did he do? He asked the Jewish lady to be killed. The messenger of Allah then ordered regarding her and she was killed. He then said about the pain of which he died, I continue to feel the pain from the morsel which I had eaten at Khaybar. ഖൈബറിൽ നിന്ന് കഴിച്ച ആ വിഷത്തിന്റെ, ആ അംശത്തിന്റെ വേദന ഇപ്പോഴും എനിക്ക് അനുഭവപ്പെടുന്നു എന്ന് മുഹമ്മദ് പറയുകയാണ്. അപ്പൊ മുഹമ്മദിന്റെ അവസ്ഥ നിങ്ങളൊന്ന് നോക്കിക്കേ. എങ്ങനത്തെ ഒരു വല്ലാത്ത അവസ്ഥയിലൂടെ മുഹമ്മദ് കടന്നു പോകുന്നത്. ഇനി വേറൊരു തെളിവ്, മറ്റേ എന്തുവാ, അലൻ ബ്രദർ പറഞ്ഞത് ആ ഭാഗം ഒന്നുകൂടെ എടുക്കാം. ഈ മുഹമ്മദിന് വേണ്ടി, ചികിത്സയ്ക്ക് വേണ്ടി ഇവര് പല രീതികള് ഇവര് നോക്കി കേട്ടോ. ചികിത്സയ്ക്ക് വേണ്ടി ഇവര് ഈ ഇത് കൊണ്ടുവരുന്നുണ്ടേ, എന്താ പറയുന്നേ, കപ്പിംഗ് ചെയ്യുന്നത്. അതുകൂടെ ഞാനൊന്ന് തരാം. ഇത് ബുക്ക് നമ്പർ 34 ഹദീസ് നമ്പർ 4495 ഇത് കിടക്കുന്നത്. സുനൻ അബൂദാവൂദ് ഒരു മിനിറ്റ്. സുനൻ അബൂദാവൂദ് ബുക്ക് നമ്പർ 34 ഹദീസ് നമ്പർ 4495 4495 നിക്കണേ. 4495 തന്നെ, അത് തന്നെ. സുനൻ അബൂദാവൂദ് 4000 ഇത് തന്നെ. മുഹമ്മദിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവർ കാണിച്ച എന്തൊക്കെ തരികിടയാണെന്ന് അറിയാവോ? നോക്കിക്കോണേ. ഞാൻ ഈ ഹദീസ് ഞാൻ മേളിൽ പിൻ ചെയ്യാം. നോക്കൂ, ഹദീസ് ഞാൻ മേളിൽ പിൻ ചെയ്തിട്ടുണ്ട്. സുനൻ അബൂദാവൂദ് ബുക്ക് നമ്പർ 34 ഹദീസ് നമ്പർ 4495. Narrated Jabir bin Abdullah Ibn Shu'ab said, Jabir bin Abdullah used to say, a Jewess from the inhabitants of the Khaybar poisoned a roasted sheep and presented it to the apostle of Allah. അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടി ഒരു യഹൂദ സ്ത്രീ ഒരു റോസ്റ്റ് ചെയ്ത ഒരു ആട്ടിൻ കഷണം കൊണ്ടുവന്നിട്ട് പുള്ളിക്കാരത്തി ഈ മുഹമ്മദിന് കൊടുക്കുന്നു. അതിനകത്ത് വിഷമുണ്ടായിരുന്നു. Who took its foreleg and ate from it. അതിന്റെ ഒരു കാലിന്റെ ഭാഗം മുഹമ്മദ് എടുത്ത് കഴിച്ചു. A group of his companions also ate from it. മുഹമ്മദിന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന സഹാബികളും ഇതെടുത്ത് കഴിച്ചു എന്നാണ് പറയുന്നത്. The apostle of Allah then said, take your hands away from the food. The apostle of Allah then sent someone to the Jewess and he called for her. മുഹമ്മദ് പറയാണ്, നിങ്ങളുടെ കൈ ഈ ആഹാരത്തിൽ നിന്ന് എടുക്ക്. എന്നിട്ട് മുഹമ്മദ് ആളെ പറഞ്ഞു വിട്ടിട്ട് ഈ യഹൂദ സ്ത്രീയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറയുക. Called for her. He said to her, have you poisoned this sheep? അപ്പൊ മുഹമ്മദ് പറയാ, നീ ഇതിനകത്ത് വിഷം കൊടുത്തായിരുന്നോ? ഈ ഷീപ്പിന്റെ ഈ മാംസ കഷണത്തിൽ വിഷം കൊടുത്തായിരുന്നോ? The Jewess replied, who has informed you? ഇത് നിന്നോട് ആരാ പറഞ്ഞെന്ന് യഹൂദ സ്ത്രീ ചോദിക്കുക. അപ്പം മുഹമ്മദ് പറയാ, this foreleg which I have in my hand has informed me. എന്റെ കയ്യിലിരിക്കുന്ന ഈ ആടിന്റെ ഈ കഷണം ആണ് എന്നോട് പറഞ്ഞത് ഇതിനകത്ത് വിഷമുണ്ടെന്ന്. അല്ലാതെ പൊള്ളി വായിലോട്ട് വെച്ചപ്പോഴല്ല പുള്ളിക്ക് മനസ്സിലായത്.
She said, I thought if you were a prophet, it would not harm you. But if you are not a prophet, we should rid ourselves of him. നീ ഒരു പ്രവാചകനാണെങ്കിൽ ഇത് നിനക്ക് ഏൽക്കത്തില്ല. ഇനി നീ ഒരു പ്രവാചകൻ അല്ലെങ്കിൽ ആളുകളെ നിന്നിൽ നിന്നും രക്ഷിക്കാനുള്ള ബാധ്യത എന്റെ മേലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്തെന്ന് ഈ യഹൂദ സ്ത്രീ പറയുകയാണ്. The apostle of Allah then, ഇവിടെ പറയുന്നത് എന്താ? Apostle of Allah then forgave her and did not punish her. മുഹമ്മദ് അപ്പോൾ ഈ സ്ത്രീയെ പണിഷ് ചെയ്തില്ലെന്ന്. പക്ഷെ നമുക്കറിയാം പിന്നത്തേതിൽ പുള്ളി വിളിച്ചിട്ട് പുള്ളി ഈ സ്ത്രീയെ കൊല്ലിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, ബട്ട് സം ഓഫ് ദ കമ്പാനിയൻസ് ഹു ഏറ്റ് ഇറ്റ് ഡൈഡ്. മുഹമ്മദിന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന കുറച്ച് സഹാബികൾ ഇത് തിന്നതിന് ശേഷം അവർ മരിച്ചു പോകുന്നു. ഒരാളുടെ പേര് ഞാൻ ഓൾറെഡി പറഞ്ഞു. അടുത്തത്, the apostle of Allah had himself cupped on his shoulder on account of that which he had eaten from the sheep. പുള്ളിയുടെ പുറത്തെല്ലാം ഇങ്ങനെ കപ്പിങ്സ് പോലെ ഈ കൊമ്പുകളില്ലേ, കൊമ്പുകൾ പോലത്തെ ഈ എന്തോ ഒരു, എനിക്ക് തോന്നി ഇപ്പോഴത്തെ ഈ ചികിത്സാ രീതികളുണ്ടല്ലോ, ഈ കപ്പ് വെക്കുന്ന ഒരു ചികിത്സാ രീതി പോലത്തെ ചികിത്സാ രീതി ഉണ്ട്. ആ സാധനം പുള്ളിയുടെ പുറത്ത് ഈ കപ്പുകൾ പോലെ വെച്ചായിരുന്നു ഈ വിഷം വലിച്ചെടുക്കാൻ വേണ്ടി. The apostle of Allah had himself cupped on his shoulder on account of that which he had eaten from sheep. Abu Hind cupped him with the horn and knife. പിച്ചാത്തി വെച്ചും അതുപോലെ തന്നെ ഈ എന്തുവാ ഈ കൊമ്പുകൾ വെച്ചിട്ട് പുള്ളിയുടെ പുറത്തെല്ലാം ഇങ്ങനെ കൊമ്പുകളും ഈ പിച്ചാത്തിയും ഒക്കെ വെച്ചിട്ട് ഈ വിഷം ഇറക്കാൻ വേണ്ടിട്ട് ഇവര് ട്രൈ ചെയ്തു. ഹി വാസ് എ ക്ലൈന്റ് ഓഫ് ബനു ബയാദ ഫ്രം ദി അൻസാർ. അൻസാറിലുള്ള ബനു ബയാദ എന്ന് പറയുന്നവരുടെ പുള്ളി ഒരു ക്ലൈന്റ് ആയിരുന്നു എന്ന്. ഈ ഒരു ഭാഗം നിങ്ങൾ വായിച്ചു നോക്കിയാൽ മുഴുവൻ മുഹമ്മദിന്റെ മരണത്തെ പറ്റിയായി പറയുന്നത്. മുഹമ്മദ് എങ്ങനെ മരിക്കുന്നു, മുഹമ്മദിന് എന്തൊക്കെ പറ്റി, മുഹമ്മദ് എന്തൊക്കെ ചികിത്സാ രീതികൾ ചെയ്തു, മുഹമ്മദ് ഈ ചികിത്സാ രീതികളൊക്കെ ചെയ്യുമ്പോൾ മുഹമ്മദ് കരയുമായിരുന്നു, എന്റെ ജീവനാടി മുറിഞ്ഞു പോകുന്നേ എന്നുള്ള വേദനയെ പറ്റി പുള്ളി പറയുമായിരുന്നു. ഇതെല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട്? അതെ അതെ അതെ, ആക്യുപഞ്ചറിന്റെ ഒരു പ്രത്യേക രീതിയാണ് ഇത്. ആക്യുപഞ്ചർ രീതിയാണ് ഈ കപ്പിംഗ് ചെയ്യിപ്പിക്കുക എന്നുള്ളത്. അത് ആ കാലത്ത് മുഹമ്മദിനെ ചെയ്തെന്ന്. പക്ഷെ ഈ വിഷമൊന്നും പുള്ളിയുടെ പോകുന്നുമില്ല. എങ്ങനെയുണ്ട്? ഫാറൂഖിനെ പറഞ്ഞു വിട്ടോ, ഫാറൂഖിന്റെ കുരു പൊട്ടിയിട്ട്. അല്ല നസീറിനെ ഒരു ചോദ്യം ചോദിക്കട്ടെ? പറഞ്ഞോ പറഞ്ഞു. ഒരു ആയത്തെ എഴുതി കുപ്പിക്കകത്താക്കിയിട്ടേ എലിയുടെ മുമ്പ് വെച്ച എലി കണ്ടം വഴി ഓടുമെന്നാ പറയുന്നേ. അപ്പൊ ഇതുപോലെ കുറെ എണ്ണം എടുത്ത് കുപ്പിക്കകത്താക്കി ഇവന്റെ ചുറ്റും അങ്ങ് വെച്ചാൽ മതിയായിരുന്നല്ലോ, ഈ ചാവാൻ കിടന്നപ്പോഴേ. അതെന്താ വെക്കാൻ? അജുവായിത്തപ്പഴം അതൊരു മരുന്നല്ലേ? അജുവായിത്തപ്പഴം കരിഞ്ജീരകം. ഈ ഈത്തപ്പഴവും കരിഞ്ചീരവും കുറെ കലക്കി അടിച്ചങ്ങ് കൊടുക്കാൻ വരുന്നു. ഒരു കോൺക്രീറ്റ് മെഷീനകത്തോട്ട് ഇട്ടിട്ട് കണ്ട അണ്ണാക്കിലോട്ട്. അപ്പൊ അവൻ അസുഖം അറിയാനല്ലോ. ഇത്രയും മരുന്നുകൾ കണ്ടുപിടിക്കുകയും പിന്നെ പിശാച് കയറാതിരിക്കാൻ വേറെ ഏതാണ്ട് മരുന്ന് കഴിഞ്ഞ ദിവസം ഒരു ഉസ്താദ് പറയുന്ന കേട്ടു. അത് വാങ്ങിച്ച് കഴിച്ചാൽ മതി. അല്ല ഒന്നും കഴിപ്പല്ല, കുറെ ആയത്ത് ഓതി വെച്ചാൽ മതി. ഇന്ന ആയത്ത് ഓതിയിട്ട് കിടന്നാൽ മതി, പിശാച് കയറിയല്ല. അടുത്ത ആയത്ത് ഓതിയിട്ട് കയറിയാൽ മതി. അപ്പൊ 100 പരിഹാരങ്ങൾ ആയത്തുകൾ കൊണ്ടുണ്ട്. പിന്നെ മുഹമ്മദിന് മാത്രം എന്താ ഇതൊന്നും ഏക്കാതെ പോയത്? ഈ പുഴുത്തി ചാവേണ്ട ഗതികേട് വന്ന എന്താ? അതോട് ഉമ്മാരോട് ചോദിച്ചു. വർഗീസ് അച്ഛാ, ഒരു ഹദീസിനകത്ത് പറയുന്നത്, ആയിഷ രേഖപ്പെടുത്തുന്നതാണ്, ഐ ഹാവ് നോട്ട് സീൻ എയിൽമെന്റ് എഫക്ടിങ് എനി വൺ വേഴ്സ് ദാൻ ദ മെസ്സഞ്ചർ ഓഫ് അള്ളാഹ്. അള്ളാഹുവിന്റെ റസൂളിന് ഏറ്റതുപോലത്തെ ഈ ഒരു രോഗം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥ വേറെ ആർക്കും വരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ലെന്ന്. അത്രയ്ക്ക് ദാരുണമായിട്ടുള്ള ഒരു മരണമായിരുന്നു ഈ കള്ളപ്രവാചകന്റെ. നോർമലി ഒരു മനുഷ്യൻ നല്ല ഒരു ജീവിതം ജീവിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ അവന്റെ അന്ത്യം എന്ന് പറയുന്നത് വളരെ ക്വിക്ക് ആയിരിക്കും. ഞാൻ പലരുടെയും മരണം അല്ലെങ്കിൽ ആ മരണത്തിന്റെ ആ സമയം അടുത്തുള്ള സമയങ്ങളിലൊക്കെ ഞാൻ അവരുടെ കൂട്ടത്തിൽ, എനിക്കറിയാവുന്ന നാട്ടിലൊക്കെ പലരും പ്രായമായി കഴിഞ്ഞിട്ട് അവരുടെ ആ മരണത്തിന്റെ അവസ്ഥയെ പറ്റി ആ സമയ കാലഘട്ടത്തിൽ ഞാൻ അവരുടെ കൂട്ടത്തിൽ ഇരുന്നിട്ടുണ്ട്. സ്പെഷ്യലി എനിക്കറിയാവുന്ന ഒരു അമ്മച്ചി, നല്ലതുപോലെ പ്രാർത്ഥിക്കുന്ന ഒരു അമ്മച്ചിയാണ്. ആ അമ്മച്ചിയാണെങ്കിൽ പലപ്പോഴും നമ്മൾ
ഏതാണ്ട് എനിക്ക് ഒരു 93-94 വയസ്സായപ്പോഴും ആ അമ്മച്ചിയെ ചെന്ന് കണ്ടു കഴിഞ്ഞാൽ അമ്മച്ചി തലയെ കൈവച്ചിട്ട് അമ്മച്ചി പ്രാർത്ഥിക്കും. അമ്മച്ചിക്ക് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു സന്തോഷവും എന്തുവാ ആ പ്രത്യാശയും അതൊക്കെയാണ് അമ്മച്ചിയുടെ ആ ലാസ്റ്റ് ആ സമയങ്ങളിൽ. അമ്മച്ചിക്ക് ഇച്ചിരി മറവിയൊക്കെ ഉണ്ട്, എന്നാലും കർത്താവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരത്തി സുവിശേഷം പറയാതെ വിടത്തില്ല. അല്ലെങ്കിൽ രക്ഷയുടെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരത്തി നല്ല ഭംഗിയായിട്ട് വചനം പറയുകയും രക്ഷയുടെ കാര്യം ഒക്കെ പറയും. പുള്ളിക്കാരത്തി കൂടിപ്പോയ ഒരു എനിക്ക് തോന്നുന്നു 10-15 ദിവസം അതിൽ കൂടുതൽ പുള്ളിക്കാരത്തി കിടന്നിട്ടില്ല. പുള്ളിക്കാരത്തി ആ ഒരു 10 ദിവസം പുള്ളിക്കാരത്തി കിടക്കുന്നു. എന്നിട്ട് പുള്ളിക്കാരത്തി കർത്താവിന്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെടുന്നു. എന്തൊരു പ്രത്യാശയായിരുന്നെന്നറിയോ, എന്തൊരു സന്തോഷം. ഒരു തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടോ ഒരു തരത്തിലുള്ള ഒരു ഒരു കാർച്ചയോ കൂച്ചയോ ഇല്ലാത്ത വേണ്ടാത്ത വർത്താനം പറയോ ഒന്നുമില്ല. പുള്ളിക്കാരത്തി കർത്താവിന്റെ സന്നിധിയിലേക്ക് പോയി. അതാണ് ഒരു ഭക്തന്റെ മരണം യഹോവയ്ക്ക് വിലയേറിയതെന്ന് സങ്കീർത്തനം 116 പറയുന്നത്. അതുകൊണ്ടാ എന്റെ പ്രിയ മുസ്ലിം സുഹൃത്തുക്കളെ, നിങ്ങൾ മനസ്സിലാക്കണം, ഒരു ഭക്തന്റെ മരണം യഹോവയാം ദൈവത്തിന്, ബൈബിളിലെ ദൈവത്തിന്, ഈ സർവശക്തനായ ദൈവത്തിന് വിലയേറിയതാണ്. അതുകൊണ്ട് ഒരു ദാരുണ അന്ത്യമൊന്നും തന്റെ ഭക്തന് ദൈവം കൊടുക്കത്തില്ല. പക്ഷെ ഇവിടെ കണ്ടോ, ഈ കള്ളപ്രവാചകനെ പറ്റി പറയുന്നുണ്ടോ? ഞാൻ ഹദീസ് മേളിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങളൊന്ന് നോക്കിക്കേ. മുഹമ്മദിന്റെ മരണത്തെ പറ്റി ഐഷ രേഖപ്പെടുത്തുന്ന വാക്കുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഐഷ രേഖപ്പെടുത്തുന്നത്, ഞാൻ രേഖപ്പെടുത്തുന്നതല്ല. നിങ്ങൾ എന്റെ നെഞ്ചത്തോട്ട് കയറാൻ വരരുത്. ജാമിയ തിർമിദി 2397 അവിടെ പറയുന്നത്, ഐഷ രേഖപ്പെടുത്തുന്നതാ, ഐ ഹാവ് നോട്ട് സീൻ എയിൽമെന്റ് എഫക്റ്റിംഗ് എനി വൺ വേഴ്സ് ദാൻ അപ്പോൺ ദ മെസ്സഞ്ചർ ഓഫ് അള്ളാഹ്. അള്ളാഹുവിന്റെ റസൂളിന് വന്ന ദാരുണമായിട്ടുള്ള ഈ രോഗാവസ്ഥയെ പോലത്തെ അവസ്ഥ വേറെ ആർക്കും വരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ലെന്ന്. അപ്പൊ എന്തൊരു അന്ത്യമായിരിക്കും വർഗീസ് അച്ഛാ. ഇത്രയും കള്ളത്തരം പറഞ്ഞിട്ട്, ബൈബിളിനെതിരെ ഇത്രയും കള്ളത്തരവും ബൈബിളിനെതിരെ ഇല്ലാത്ത കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ട് പുള്ളിക്ക് മര്യാദയ്ക്ക് ഒരു അന്ത്യം കിട്ടുവോ? കിട്ടത്തില്ല. ദാരുണ അന്ത്യമേ കിട്ടത്തുള്ളൂ. ഈ അള്ളാഹു അതാണ് കിട്ടി. പിശാചാണെങ്കിൽ ഒരു ഇച്ചിരി നീതി കാണിച്ചായിരുന്നു കേട്ടോ. ഈ സാധാരണ പിശാച് നീതി കാണിക്കുകയില്ല. ഈ പക്ഷെ നിങ്ങൾ ഇതൊക്കെ പിശാച് ഒരു പറയുമ്പം അല്പം നീതി കാണിച്ചതാണ് മുഹമ്മദിന് ഈ പണി കൊടുത്തത്. കാരണം നീ ഇത്രയും കള്ളം പറഞ്ഞു, ഞാൻ പറയുന്നതിനേക്കാളും വലിയ കള്ളം നീ പറഞ്ഞല്ലോ എന്നുള്ള ചിന്തയിലാണ് ആ പണി കൊടുത്തത്. ഈ നിങ്ങൾ ഇതൊക്കെ പറയുമ്പോ മറ്റേ ഈ അഹമ്മദ് ദീദാത്ത് ഇതുപോലെ തന്നെ കള്ളം പറഞ്ഞ ഒരാളാണ്. അഹമ്മദ് ദീദാത്ത്, അങ്ങേരുടെ മരണവും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കണേ. അഹമ്മദ് ദീദാദിന്റെ അന്ത്യവും വളരെ ദാരുണമായിരുന്നു. അനിൽ പാസ്റ്റർ കേൾക്കുന്നുണ്ടോ? ഹലോ, അനിൽ പാസ്റ്ററിനെ കാണുന്നില്ല. വർഗീസ് അച്ഛൻ ഞാൻ പറഞ്ഞത് ശരിയല്ലേ വർഗീസ് അച്ഛാ? ഇപ്പം ഈ ഈ നമുക്ക് പലരുടെയും മരണത്തെ പറ്റി നമുക്കറിയാം. പക്ഷെ നമ്മൾ സ്പെഷ്യലി ഈ ഭക്തന്മാരുടെ മരണത്തെ പറ്റി കാണുമ്പോൾ അവരുടെ മരണം വളരെ സ്മൂത്ത് ആയിരിക്കും. ശരിയല്ലേ? അതൊരു ഭാഗ്യമരണമല്ലേ ഭയ്യ? ഭാഗ്യമരണമല്ലേ അത്? ദൈവം തമ്പുരാൻ നമുക്ക് കൊടുക്കുന്ന ഒരു ഭാഗ്യമല്ലേ ഇത്? ഇത്രയും അന്യായം കാണിച്ച് മനുഷ്യനെ തെറ്റിച്ച് ഇന്നും ആ പിശാച് പഠിപ്പിച്ച ഉപദേശം മനസ്സിൽ കണ്ടുകൊണ്ട് മനുഷ്യകുലത്തിന് സമാധാനം കൊടുക്കാത്ത രീതിയിൽ കൊള്ളും കൊലയുമായിട്ട് കിടക്കത്തക്ക രീതിയിൽ ഒരു സ്വാധീനം ഉണ്ടാക്കിയ ഒരു ശക്തിയല്ലേ അത്? അപ്പൊ അതിന്റെ ശിക്ഷയാണ് ഈ അനുഭവിച്ചത്. അല്ലാതെ പിന്നെ നമുക്ക് എന്താ പറയാൻ? നമ്മൾ ഈ ഇനി എന്റെ ഭക്തന്മാരുടെ ചോദ്യം, മരണമൊക്കെ എടുത്ത് പഠിച്ചു കഴിയുമ്പോഴേ നമുക്ക് ആവേശം ഉണ്ടാവും. അതാണ്, അത്ര മനോഹരമാണ്. ഈ ദൈവ കർത്താവിന് വേണ്ടി കഷ്ടപ്പെട്ട് ജീവിതത്തിൽ നല്ല വേലയൊക്കെ ചെയ്ത് അവസാനം നല്ല അന്ത്യം പ്രാപിക്കുന്ന ഭക്തന്മാരുടെയൊക്കെ ചരിത്രം നമ്മൾ കേൾക്കുമ്പോഴേ എന്തൊരു സുന്ദരമാണ് അവരുടെ വാക്കുകൾ, അന്ത്യവാക്കുകൾക്കൊക്കെ. ഇത് പ്രാഗി, യഹൂദനെയും പ്രാഗി, ക്രിസ്ത്യാനിയും പ്രാഗി, നീയൊക്കെ മുടിഞ്ഞു പോട്ടെ എന്നും പറഞ്ഞല്ലേ ഇയാൾ മരിച്ചേ. അതേ സമയത്ത് ഭക്തന്മാർ, ദൈവഭക്തന്മാര് മരിക്കുന്നത് പ്രത്യാശയോടുള്ള വാക്കുകളും വരുന്ന തലമുറയ്ക്ക് കൊടുക്കേണ്ട ഏറ്റവും നല്ല സന്ദേശവും ഒക്കെ കൊടുത്തിട്ടാണ് മരിക്കുന്നത്. അതൊരു ഭാഗ്യമരണമാണ്.
അത് ഈ മുഹമ്മദ് എന്ന് പറയുന്ന നികൃഷ്ടനെ മനുഷ്യൻ ഒരിക്കലും ലഭിക്കുകയില്ല. കാരണം അത്ര വലിയ ക്രൂരത കാണിക്കുകയും അങ്ങനെ ജീവിക്കുകയും ചെയ്തൊരു വ്യക്തിയല്ല മുഹമ്മദ്. അപ്പൊ പിന്നെ പുള്ളിക്ക് ഒരിക്കലും അതൊരു നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കേണ്ട മുഹമ്മദിന് അങ്ങനെ ഒരു മരണം ലഭിക്കുക എന്നുള്ളതായിരുന്നു. അപ്പം പുള്ളിക്ക് അർഹിക്കുന്ന ഒരു മരണം പുള്ളിക്ക് കിട്ടിയെന്ന് നമ്മൾ വിചാരിച്ചാൽ മതി. അതുകൊണ്ടല്ലേ ഐഷ പറഞ്ഞത് മുഹമ്മദിന്റെ മരണം പോലെ ദാരുണമായ ഒരു മരണം ഞാൻ കണ്ടിട്ടില്ലെന്നാ പറഞ്ഞത്. അത്രയ്ക്ക് ഭയങ്കരമാണ്, അയാളുടെ വേദന അതികഠിനമായിരുന്നാ പറഞ്ഞത്. അങ്ങനൊന്നും ആർക്കും വരുത്താതിരിക്കട്ടെ, വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കള്ളത്തരം പറഞ്ഞ് ജീവിക്കുന്ന ഓരോരുത്തരും സൂക്ഷിച്ചോണം. അത് സ്പെഷ്യലി MM അക്ബറിനെ പോലെയും മുജാഹിദ് ബാലുശ്ശേരിയെ പോലെയും ഈ മുഹമ്മദ് ഈസ പെരുമ്പാവൂരിനെ പോലെയും അതുപോലെ തന്നെ ഈ സാക്കിർ നായിക്കിനെ പോലെയുള്ള ഇവരുടെയൊക്കെ അന്ത്യങ്ങൾ നിങ്ങളൊന്ന് നോക്കി കുറിച്ച് വെച്ചിരുന്നാൽ മതി എങ്ങനെയായിരിക്കും എന്നുള്ളത്. അത് നമുക്ക് ഓൾറെഡി നമ്മുടെ മുൻപിൽ എക്സാമ്പിൾ ഉണ്ട്. അഹമ്മദ് ദീദാദിന്റെ എക്സാമ്പിൾ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. വേറൊരു കാര്യം, ഈ മുഹമ്മദിന്റെ മരണത്തെ പറ്റി പറയുമ്പോൾ എന്താണെങ്കിലും വിഷം ആണല്ലോ പുള്ളിയുടെ അകത്തേക്ക് ചെന്നത്. മുഹമ്മദ് പക്ഷെ വേറൊരു കാര്യം പറയുമായിരുന്നു. അതിന്റെ തെളിവ് ഞാൻ ഇട്ടിട്ടുണ്ട്. സഹി അൽ ബുഖാരി 5779 5779. ഇവിടെ നറേറ്റഡ് സാദിൽ നിന്നാണ് നിവേദനം വരുന്നത്. ഐ ഹേർഡ് അല്ലാഹ്സ് മെസ്സഞ്ചർ സെയിങ്, അള്ളാഹുവിന്റെ റസൂൽ പറയുന്നതായിട്ട് ഞാൻ കേട്ടു. എന്ത്? Whoever takes 7 ajwa dates in the morning will not be affected by magic or poison on that day. ആരെങ്കിലും 7 ഈന്തപ്പഴം കഴിക്കുകയാണെങ്കിൽ, അജ്വ ഡേറ്റ്സ് ഈന്തപ്പഴം കഴിക്കുകയാണെങ്കിൽ, ആ രാവിലെ അവൻ കഴിക്കുകയാണെങ്കിൽ അവന് മാജിക് അവന്റെ മേലേക്കത്തില്ലെന്ന്, എന്ന് പറഞ്ഞാൽ മാരണം ബാധിക്കത്തില്ലെന്ന്. മാജിക് അവന്റെ മേലേക്കത്തില്ല. അതുപോലെ അവന് വിഷം ഏൽക്കത്തില്ല. ഈ 2 സാധനങ്ങളും ആർക്കേറ്റിട്ടുണ്ട്? മുഹമ്മദിനെ ഏറ്റിട്ടുണ്ട്. മുഹമ്മദിന്റെ മേൽ മാരണവും ബാധിച്ചിട്ടുണ്ട്, മുഹമ്മദിന് വിഷവും ഏറ്റിട്ടുണ്ട്. സിമ്പിൾ ചോദ്യമാണ് എന്റെ പ്രിയ മുസ്ലിം സുഹൃത്തുക്കളെ, അവിടെ നിങ്ങൾ തന്നെ ഇതിന് ഉത്തരം പറയൂ. അവിടെ തന്നെ തെളിഞ്ഞില്ലേ മുഹമ്മദ് ഉടായിപ്പായിരുന്നെന്ന്? അതെ ബ്രദറെ, അതൊന്നും അല്ല സംഭവം. പുള്ളി അതിന്റെ ട്രേഡർ എന്തോ ആയിരുന്നു, ഹോൾസെയിൽ ഇമ്പോർട്ട് എക്സ്പോർട്ട് എന്തോ ഉണ്ടായിരുന്നു. അത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി എന്തോ പറഞ്ഞത്, അത് കാര്യമാക്കണം. നസ്രീനെ മറ്റേ കാര്യം കൂടെ പറയണേ, മുഹമ്മദിനെ എല്ലാം ആയിഷയെല്ലാം കൂടെ മരുന്ന് കുടിപ്പിക്കാൻ വേണ്ടി ചെന്നത്. അതെ. ബ്ലാക്ക് ബ്രദറെ, എന്താണ് താങ്കളുടെ അഭിപ്രായം? പറയൂ ഇതിനെപ്പറ്റി, മുഹമ്മദിന്റെ മരണത്തെ പറ്റി താങ്കളുടെ അഭിപ്രായം എന്താണ് ഇത്രയും തെളിവുകൾ കണ്ടിട്ട്? നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. സുഖമല്ലേ നിങ്ങള്? എനിക്ക് സുഖം. എനിക്കൊരു ഭയങ്കരമായ ഒരു സംശയമുണ്ട്. എന്താന്ന് വെച്ചാല്, ഈ യേശുക്രിസ്തു മരണപ്പെട്ടില്ലേ? യേശുവിലേക്ക് പോകാം മരണപ്പെട്ട് ബ്രദറെ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണം എന്ന് പറയുന്നത് പ്രവചനങ്ങളുടെ നിവൃത്തിയാണ്. പ്രവചനം, കർത്താവിനെ പറ്റിയുള്ള പ്രവചനങ്ങളുടെ നിവൃത്തിയാണ്. അതിലേക്കൊക്കെ പോകാം. താങ്കൾ ആദ്യം ഇതിനെ പറ്റി പറയൂ. ഒരു പ്രവാചകൻ എന്ന് വിളിക്കുന്ന ഒരു മനുഷ്യന്റെ ഈ ദാരുണ അന്ത്യം, അവസാനം അദ്ദേഹം പറഞ്ഞത് എന്താണ്? അവസാനം അദ്ദേഹം പറഞ്ഞത് എന്തുവാ? ഐഷ, നീ പോയി എനിക്ക് വേണ്ടി എന്ത് കൊണ്ടുവരിക? ഒരു ബേസിൻ എടുത്തോണ്ട് വരിക, ഒരു പാത്രം എടുത്തോണ്ട് വരിക. അദ്ദേഹം പാത്രം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറയുന്നു. പാത്രം കൊണ്ടുവരുന്നു. അദ്ദേഹം പാത്രത്തിലേക്ക് മുള്ളിക്കഴിഞ്ഞിട്ട് അദ്ദേഹം തീർന്നു, പോയി. ഓക്കെ, സമ്മതിച്ച്. ഞാൻ അപ്പൊ താങ്കൾക്ക് ഈ വ്യക്തിയുടെ ഈ മരണത്തെ പറ്റി എന്താണ് താങ്കളുടെ അഭിപ്രായം? പറയൂ ബ്ലാക്ക് ബ്രദറെ. ഞാൻ അതല്ല, അതൊക്കെ മാറ്റി വെക്ക. അത് റസൂൽ ഒരു മനുഷ്യനാണല്ലോ. വിഷം കഴിച്ചാൽ റസൂലും മനുഷ്യനാണ് ബ്രദറെ. പക്ഷെ അദ്ദേഹത്തിന്റെ മരണത്തെ, അദ്ദേഹത്തിന്റെ മരണം ഇത്രയും ദാരുണം എന്താ ആയത് ബ്രദറെ? ഇത്രയും ദാരുണമായ അന്ത്യം എന്താണ് അദ്ദേഹത്തിന് കിട്ടിയത്? മരണം എന്ന് പറയുന്നത് ഒരു പുതിയൊരു ജീവൻ ഉണ്ടാകുന്ന ഒരു ജീവന്റെ തുടക്കമാണ് മരണം. മരണം എന്ന് പറയുന്നത് ജീവന്റെ തുടക്കം. അതൊക്കെ ബ്രദറെ ഫിലോസഫി ഒന്നും പറയല്ലേ. ഫിലോസഫി ഒന്നും പറയാതെ, ബ്ലാക്ക് സഹോദര, ഫിലോസഫി പറയാതെ താങ്കളോട് ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയൂ ബ്രദറെ. താങ്കളോട് ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയൂ. എന്തുകൊണ്ട് അള്ളാഹു തന്റെ പ്രവാചകനായ മുഹമ്മദിനെ എന്തുകൊണ്ട് അള്ളാഹു പരിപാലിച്ചില്ല? അദ്ദേഹത്തിന് ഇത്രയും ദാരുണമായ
അന്ത്യം എന്തുകൊണ്ട് കൊടുത്തു? മനുഷ്യന് എങ്ങനെയാണ് അത് ദൈവമാണ് തീരുമാനിക്കുന്നത്. അതെങ്ങനെ വരുമെന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. അത് വിഷം കഴിച്ചാൽ മനസ്സിലായി. പക്ഷെ മരിക്കും. എന്തുകൊണ്ടാണ് മുഹമ്മദിന് ഇത്രയും ദാരുണമായ ദൈവ അന്ത്യം കിട്ടിയത്? ദൈവത്തിന്റെ തീരുമാനം അതാണ്. അത്രേ ഉള്ളൂ അതിന് ആൻസർ എനിക്ക്. അത് അയ്യോ, ദൈവത്തിന്റെ തീരുമാനം. പക്ഷെ അതിനകത്ത് പ്രശ്നമുണ്ടല്ലോ. കാരണം അള്ളാഹു പറയുന്നത് ഇവൻ നമ്മുടെ പേരിൽ എന്തെങ്കിലും ഇല്ലാത്ത കാര്യം ഖുറാനകത്ത് കൂട്ടിച്ചേർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നാം ഇവന്റെ ജീവനാടി പിടിച്ച് ഇവന്റെ വലങ്കരങ്ങൾ പിടിച്ചിട്ട് ഇവന്റെ ജീവനാടി മുറിച്ചു കളയും എന്ന് ഖുറാനിൽ അള്ളാഹു പറയുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ മുഹമ്മദിന് ജീവനാടി മുറിഞ്ഞു പോകുന്ന വേദനയിലാണ് അദ്ദേഹം മരിച്ചത്. അപ്പൊ അദ്ദേഹം ഓക്കെ അള്ളാഹുവിന്റെ പേരിൽ ഓക്കെ നസ്രീന, കള്ളത്തരം പറഞ്ഞിട്ടുണ്ടോ? ജീവനാടി മുറിഞ്ഞു സൂറ പോകുന്നല്ല പറഞ്ഞത്. 69ന്റെ 44 ഓക്കെ 45. സമ്മതിച്ച് ജീവനാടി മുറിഞ്ഞു പോകുന്നല്ല പറഞ്ഞത്. മുഹമ്മദ് നബി എന്താ മുറിഞ്ഞു. പറഞ്ഞത്? മുറിഞ്ഞു അതെ, പോകുന്നത് അങ്ങനത്തെ പോലെ വേദനയില്ല. തോന്നുന്നു. അങ്ങനത്തെ വേദനയില്ല അദ്ദേഹം വേദനയല്ലല്ലോ, മരിച്ചത്. മുറിഞ്ഞു പോകുന്ന അള്ള പറഞ്ഞിട്ടുണ്ടേ മുറിഞ്ഞു പോകും. പോകുന്ന പോലെ മുറിഞ്ഞു ഉണ്ട് പോയല്ലോ. എന്നാ പറഞ്ഞത്. അപ്പൊ മുറിഞ്ഞു മുറിഞ്ഞു പോയിട്ടുണ്ടാവില്ല. പോയല്ലോ. പോകുന്ന പോലെ ജീവനാടി മുറിഞ്ഞു പോകുന്ന വേദന അദ്ദേഹം ഇതാണോ? അനുഭവിച്ചോ? ബ്ലാക്ക് അത് ജീവനാടി മാറ്റി മുറിഞ്ഞു വെക്കും. പോകുന്ന ഓക്കെ വേദന സമ്മതിച്ച്. അദ്ദേഹം അനുഭവിച്ചോ? ഓക്കെ ഇപ്പൊ അള്ള പറഞ്ഞ എന്താ? മുറിഞ്ഞു പോകുന്നല്ല പറഞ്ഞത്. ഓക്കെ ജീവനാടി അത് മുറിച്ചു മാറ്റി കളയുമെന്ന് വെക്ക്. പറഞ്ഞു അള്ളാഹു. അതെ, മുറിച്ചു അതുപോലത്തെ കളയും. വേദന അദ്ദേഹം അനുഭവിച്ചു. ഓക്കെ വേദന ഇത് മാറ്റി വെക്ക്. ഞാൻ അതല്ല ചോദിക്കുന്നത്. അത് ഞാൻ മാറ്റിവെക്കാൻ പറ്റത്തില്ല ചോദിക്കുന്നത് ബ്രദറെ. മറ്റേ കാര്യം, ഈ പാത്രം, ഈ ഒരു മനുഷ്യന്റെ അവസാന വാക്കുകൾ നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു പാത്രം കൊണ്ടുവരിക എന്നതായിരിക്കണമോ? മൂത്രം ഒഴിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് വേണ്ടി ഒരു പാത്രം കൊണ്ടുവരിക എന്ന് പറയുന്നതായിരിക്കണമോ ഒരു മനുഷ്യന്റെ അവസാന വാക്കുകൾ? അതൊക്കെ കുഴപ്പമില്ല, അതെല്ലാം മാറ്റി വെക്കും. ഞാനൊരു വലിയൊരു അതെങ്ങനെയാ ബ്രദറെ സംശയമാണ് മാറ്റി നോക്കുന്നത്. വെക്കുന്നത്? മുഹമ്മദിന്റെ മരണത്തെ പറ്റി സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മരണത്തിന്റെ എല്ലാ അവസ്ഥകളെ പറ്റി സംസാരിക്കണമല്ലോ. ഒരു മൃഗീയമായിട്ടുള്ള ഒരു മരണമല്ലേ അദ്ദേഹത്തിന്? മാത്രമാണ് സുഹൃത്തെ. അതെല്ലാം ബ്രദറെ, അദ്ദേഹം മനുഷ്യൻ മാത്രം. അതെല്ലാം ഓക്കെ കുഴപ്പമുള്ള കാര്യമാണല്ലോ ബ്ലാക്ക്. കുഴപ്പമുണ്ട് ഒരു അതിന്. കുഴപ്പമില്ല. കുഴപ്പമുണ്ട് വിശ്വാസിക്കൊന്നും മുസ്ലിം വിശ്വാസിക്ക് അതൊരു കുഴപ്പമുള്ള കാര്യമല്ല. ബ്ലാക്ക് പുള്ളി ചില്ലറ നിങ്ങൾക്ക് മനുഷ്യനല്ല. കുഴപ്പമില്ല ചില്ലറ മനുഷ്യനല്ല ബ്ലാക്ക് ബൈ. അദ്ദേഹം ചില്ലറ മനുഷ്യനല്ല. അള്ളാഹു പോലും മുഹമ്മദിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. അള്ളാഹുവിന്റെ മലക്കുകളും മുഹമ്മദിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. മനസ്സിലായോ? ചില്ലറ ഒരു ചിമ്മാതുള്ള മനുഷ്യനല്ല. അള്ളാഹു മലൈക്കത്തഹു യുസല്ലൂന ആലം നബി എന്നാണ് ഖുറാനിൽ പറയുന്നത്. ഖുറാൻ 33ന്റെ 56, ഖുറാൻ 33ന്റെ 43 അള്ളാഹുവും അള്ളാഹുവിന്റെ മലക്കുകളും മുഹമ്മദിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹാനായ വ്യക്തിയാണ് അദ്ദേഹം. ചുമ്മാതൊരു മനുഷ്യനാക്കല്ലേ അദ്ദേഹത്തെ. അല്ല ഓക്കെ അല്ല നസ്രനെ, അങ്ങനെ ഇസ്ലാമിൽ അള്ളാഹു അങ്ങനത്തെ ഒരു പ്രാർത്ഥിച്ചിട്ട് കാര്യമേ രക്ഷപ്പെട്ടില്ലേ? ഇല്ല. അള്ളാഹു എന്ത് പ്രാർത്ഥിച്ചിട്ട് രക്ഷപ്പെട്ടില്ലേ ഈ പുള്ളി? ഒരു മിനിറ്റ് നസ്രന്റെ ഒരു നിൽക്കും ബ്ലാക്ക്, ചോദ്യമാണ്. ഒരു മിനിറ്റ് നിൽക്കൂ ബ്ലാക്ക്, ഒരു മിനിറ്റ് നിൽക്കൂ. വർഗീസ് അച്ഛൻ എന്തോ പറയാൻ അല്ല, ഞാൻ ചോദിക്കുന്നതേ, ഈ അള്ളാഹും കുത്തിയിരുന്നോണ്ട് പ്രാർത്ഥിക്കുന്നു, മലക്കുകളും പ്രാർത്ഥിക്കുന്നു. ഈ 130 കോടി ജനം അന്നില്ലായിരുന്നെങ്കിൽ ഒരു 10,000 എണ്ണെങ്കിലും ഉണ്ടല്ലോ. ഇവന്മാരും തച്ചിരുന്ന് പ്രാർത്ഥിച്ചിട്ട് പോലും ഇയാളെ അങ്ങ് ശരിക്കും എടുക്കാൻ പറ്റിയില്ലേ അള്ളാഹുവിന്? അവിടെ വലിയ കാര്യമായിട്ട് ചോദ്യം അത് കേട്ടോ. പക്ഷെ ബ്ലാക്ക് അത് ശരിയാണ്. ഇത്രയും അള്ളാഹു ഒക്കെ പ്രാർത്ഥിച്ചിട്ടും മുഹമ്മദിനെ രക്ഷിക്കാൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടാണ്. മറ്റേ ഒരു കാര്യം ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വിഷയം, ഈ സ്ത്രീകളുടെ അല്ലെങ്കിൽ മുഹമ്മദിന്റെ അവിടെ ഉണ്ടായിരുന്ന ഒരു അടിമ സ്ത്രീയുടെ വയറുവേദന പോലും മാറിപ്പോയതാണ് മുഹമ്മദിന്റെ മൂത്രം കുടിച്ചപ്പോൾ. അപ്പൊ അവസാന സമയത്ത് അദ്ദേഹം ഈ പാത്രത്തിലോട്ട് മൂത്രം ഒഴിച്ചപ്പോൾ ആ മൂത്രം അങ്ങ് കുടിച്ചാൽ പോരായിരുന്നു? അദ്ദേഹത്തിന്റെ വിഷം മാറിക്കിട്ടത്തില്ലായിരുന്നു? അത് ചിലപ്പം മൂത്രം ഒഴിച്ചോണ്ടിരിക്കുക അങ്ങ് തട്ടിപ്പോയി കാണും നസ്രീനെ. നസ്രീനെ അത് ചിലപ്പം മൂത്രം ഒഴിച്ചോണ്ട് ഈ മൂത്രം കുടിക്കാൻ പോവായിരുന്നു. അതിനുവേണ്ടിയായിരുന്നു ഈ പാത്രത്തിൽ മൂത്രം ഒഴിക്കാൻ പോയത്. അന്നേരം കുടിക്കുന്നതിന് മുമ്പ് ആ പുള്ളി അങ്ങ് തട്ടിപ്പോയി. അത് ശരി. മൂത്രം കുടിക്കാൻ പുള്ളി പോവായിരുന്നു, പക്ഷെ അതിനു മുൻപേ തന്നെ പുള്ളി മയ്യത്തായി. ഓക്കെ സമ്മതിച്ചോ? ഞാനൊരു സംശയം ചോദിക്കുന്നത് അപ്പം അല്ല ബ്ലാക്ക് ഇദ്ദേഹത്തിന്റെ ഈ മരണം ഇത്രയും ദാരുണമായ ഒരു ജൂത സ്ത്രീയുടെ ഒരു വിഷത്തിന്റെ ഒരു ഇത് തിന്നിട്ടെ പുള്ളി മരിക്കണമെങ്കിൽ പുള്ളിയുടെ ഒരു അവസ്ഥ എന്തായിരിക്കും സഹോദര?
എന്തായിരിക്കും പുള്ളിയുടെ ഒരു ദാരുണമായ ഒരു അവസ്ഥ? ഏ നസ്രീനെ ഒരു വിഷം തിന്നാല് മനുഷ്യനാണെങ്കിൽ മരിക്കും. അവന്റെ ആ സമയം വിഷം എത്തിയാൽ തിന്ന അവര് മനുഷ്യനാണെങ്കിൽ മരിക്കും. മരിക്കും, അത് ശരിയാ. പക്ഷെ ആ ഇദ്ദേഹം ഒരു ഒരു പ്രവാചകനല്ലേ? മരണമാസന്നമായാൽ അവിടെ നമുക്ക് നീട്ടിത്തരാന്ന് ചോദിച്ചാൽ നമുക്ക് നീട്ടിത്തരൂല. സഹോദര, ദൈവം ഒരു പക്ഷെ കാര്യം ഇദ്ദേഹം തീരുമാനിച്ചാല് ബ്രദറെ ഇദ്ദേഹം അങ്ങനെയല്ല. ഒരു നിങ്ങൾ മനുഷ്യനായി ബ്രദറെ ഇദ്ദേഹം ഒരു പ്രവാചകനല്ലേ? ഇദ്ദേഹത്തിന് ഈ ജൂത സ്ത്രീയുടെ ഈ സാധനം ഇതിനകത്ത് വിഷമുണ്ട് എന്നുള്ള കാര്യം മുൻകൂട്ടി അറിയണ്ടായോ? അതെന്തിനാണ് മരണം ആസന്നമായാൽ അവിടെ നമുക്ക് മറ്റൊരു ഓപ്ഷൻ ഇല്ല. മരണം മരണം ഏറ്റെടുക്കുക അങ്ങനല്ലല്ലോ. തന്നെ, വേറെ ഒരു ഇതുമില്ല. പെണ്ണുങ്ങളെയൊക്കെ അങ്ങനെ തന്നെ. സപ്ലൈ ചെയ്യാൻ വേണ്ടി ആയത്തിറക്കി കൊടുക്കുന്ന അള്ളാഹു അല്ലേ? ഇതെന്താ ഈ വിഷം എന്താ ഇറക്കി കൊടുക്ക? വിഷം ഉണ്ടെന്ന് എന്താ പറയാഞ്ഞേ? അങ്ങനെയല്ല, ഒരാളെ മരണം എത്തിയാല് അങ്ങനെയാണല്ലോ, അവര് അങ്ങനെയാണല്ലോ. എന്റെ പുറകെ ബാങ്ക് വിളിക്കുന്നു, കള്ളം പറയുന്നത്. ഫിലോസഫി, ഇവന്മാരുടെ ഇത് ഫിലോസഫി കേട്ടോ നിങ്ങള്. ഞാൻ ഒരു ക്വസ്റ്റ്യൻ മരണമാസന്നമായ ചോദിക്കട്ടെ മരണമാസന്നമായ പിന്നെ മരിക്കുമെന്ന്. അത് ഏത് മനുഷ്യനും, അത് അള്ളാഹു ആണെങ്കിൽ പോലും അള്ളാഹുവിനും മരണമാസന്നമായ അള്ളാഹു നരകത്തിലെടുത്ത് ചാടേണ്ടി വരും. അത് നമുക്കറിയാം. നസ്രീനെ, ഞാൻ അള്ളാഹു അതല്ല, നരകത്തിലെടുത്ത് അതൊക്കെ മാറ്റി ചാടുമെന്ന്. വെക്ക്. അതൊക്കെ നമുക്ക് അത് മാറ്റി വിശദമായിട്ട് വെക്കാൻ ചർച്ച പറ്റത്തില്ല ചെയ്യാം. സഹോദര, അത് മാറ്റി വെക്കാൻ ഇത് ഞാനൊരു പറ്റത്തില്ലെന്നേ. ക്വസ്റ്റ്യൻ ആണ്, ഭയങ്കരമായ ഒരു ഇത് ക്വസ്റ്റ്യൻ ആണ്. ഇത് പറയൂ, എന്തുകൊണ്ടാണ് അദ്ദേഹം ഇത്രയും ദാരുണമായ ഒരു അന്ത്യം അദ്ദേഹത്തിന് കിട്ടിയത്? മുഹമ്മദിന്റെ ദൈവത്തിന്റെ മരണം ഇത്രയും തീരുമാനമാണ്. ദാരുണമായ ദൈവത്തിന്റെ അന്ത്യം തീരുമാനമാണ്. ദൈവത്തിന്റെ ദൈവത്തിന്റെയോ? തീരുമാനമല്ലേ അതിന്റെ പിന്നെ ഈ അല്ലാതെ പുറകിൽ ആരാ കിടന്ന് നിങ്ങളുടെ കാറി മരണം അള്ളാഹുവിന് പോകുന്നേ? ആരാണ് നൽകുന്നത്? ബ്ലാക്ക് പുറകിൽ മരണം ആരാ ബ്ലാക്ക് കിടന്ന് എന്ന് ആരാണ് കാറി നൽകുന്നത്? പോകുന്നേ? ദൈവമല്ലേ. അല്ല, പുറകിൽ ആരാ നസ്രീനെ, കിടന്ന് അലക്കുന്നത്? ബ്ലാക്ക് പുറകിൽ ആരാ കിടന്ന് അലക്കുന്നേ? ഭയങ്കര അലപ്പ്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ മോനെ? ബ്ലാക്ക് പുറകിൽ ആരാ കിടന്ന് കാറി പോകുന്നത്? ഭയങ്കര അലപ്പിന്റെ ബ്ലാക്ക് ശബ്ദം. അതൊന്നും ബ്ലാക്ക് നിങ്ങൾ ഇവിടെ നോക്കണ്ട. നമ്മൾ ചോദിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ ചോദ്യത്തിനൊന്നും ബ്ലാക്ക് അവിടെ മറുപടി നോക്ക്. പറയുന്നില്ല. ബ്ലാക്ക് ഇവിടെ നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിനൊന്നും ബ്ലാക്ക് മറുപടി പറയുന്നില്ല. ഞാൻ ബ്ലാക്ക് ചുമ്മാ അല്ലാഹു സമ്മതിച്ചു ആലം അല്ലാഹു തന്നില്ലേ? ആലം അല്ലാഹു ആലം ഞാൻ അല്ലാഹു ആലം സമ്മതിച്ചു അല്ലാഹു ആലം തന്നില്ലേ? എന്തോന്ന്? ഞാന് അപ്പൊ മുഹമ്മദ് ഒരു മറുപടിയാണ്. കള്ളപ്രവാചകനായിരുന്നു എന്ന് താങ്കൾ സമ്മതിച്ചോ? ഖുർആൻ പറയുന്നത് അനുസരിച്ച് ഇവൻ നമ്മുടെ പേരിൽ എന്തെങ്കിലും കെട്ടിച്ചമച്ച് പറഞ്ഞാൽ നാം ഇവന്റെ വലങ്കരങ്ങൾ പിടിച്ചിട്ട് ഇവന്റെ ജീവനാടി മുറിച്ചു കളയും എന്ന് അള്ളാഹു പറയുന്നു. അള്ളാഹു അതുപോലെ തന്നെ മുഹമ്മദിന്റെ ജീവനാടി മുറിഞ്ഞു പോകുന്ന വേദനയിലൂടെ മുഹമ്മദിനെ കടത്തിവിട്ടിട്ട് മുഹമ്മദിനെ മയ്യത്താക്കി. അപ്പൊ മുഹമ്മദ് ഒരു നസ്രീന, കള്ളപ്രവാചകനായിരുന്നു താങ്കൾ വിശ്വസിക്കുന്നു? അതൊക്കെ മാറ്റി വെക്ക്. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? അതൊക്കെ ഞാൻ അത് പറഞ്ഞില്ലേ? മാറ്റി വെക്കാൻ പറ്റത്തില്ല, ജീവനാടി അത് മാറ്റി മുറിഞ്ഞു വെക്കാൻ പോകുന്നല്ല പറ്റത്തില്ല. പറഞ്ഞത്. പോയിട്ടില്ല, ആ. വേദനയിലുള്ളൂ. ഇപ്പൊ എന്താണ് ജീവനാടി സുഹൃത്തെ? മുറിഞ്ഞു പോകുന്ന വേദനയിലൂടെയാണ് അദ്ദേഹം മരിച്ചത്. അപ്പം അദ്ദേഹം മരിച്ചത് അതുകൊണ്ടാ. വേദനയിലൂടെ എന്നാ പറഞ്ഞത്, മുറിഞ്ഞു പോയിട്ടില്ല. വേദനയിലൂടെ അദ്ദേഹം മരിച്ചെന്ന്. മുറിക്കുന്ന പറഞ്ഞത്. വേദനയിലൂടെ അദ്ദേഹം നസ്രീന, മരിച്ചെന്ന്. അതൊക്കെ മാറ്റി വെക്ക് ജീവനാടി നസ്രീന. അതൊക്കെ മുറിഞ്ഞു നീ പോകുന്ന വേദനയിലൂടെ അദ്ദേഹം മരിച്ചുപോയി. വേദന. ഓക്കെ എന്തോ സമ്മതിച്ചു. ചിരിക്കുന്ന എന്തിനാ? അല്ല, ഓക്കെ ചിരിക്കുന്ന എന്തിനാ നിങ്ങള്? സമ്മതിച്ചതാണ്. നിങ്ങൾ നിങ്ങൾ ചിരിക്കുന്ന എന്തിനാ? യുക്തി ഉപയോഗിച്ച് കണ്ടെത്തിയല്ലോ. ഓക്കെ, ഞാനൊരു ക്വസ്റ്റ്യൻ ജീവനാടി ചോദിക്കട്ടെ? മുറിഞ്ഞു ഇതിനകത്ത് പോകുന്ന ഇത് വേദനയിലൂടെ അദ്ദേഹം ഇതിനകത്ത് മരിച്ചു. ഇതിനകത്ത് പ്രത്യേകിച്ച് യുക്തി ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മുഹമ്മദ് പറയുന്ന കാര്യമാണ്, ഖൈബറിൽ നിന്ന് കഴിച്ച വിഷത്തിന്റെ ആഘാതം മൂലം എന്റെ ജീവനാടി മുറിഞ്ഞു പോകുന്ന. മുഹമ്മദാണ് അഡ്രസ് ചെയ്യുന്നത്, മുഹമ്മദാണ് അവിടെ പറയുന്നത്. അതിൽ കൂടുതൽ എന്തെങ്കിലും ഉണ്ടോ? മുഹമ്മദ് പറയുന്നത് എന്റെ ജീവനാടി മുറിഞ്ഞു പോകുന്ന പോലെ എനിക്ക് തോന്നുന്നു. സുഹൃത്തെ, ഞാൻ അതിനെ മുഹമ്മദ് പറയുമ്പോൾ എതിർത്തൊന്നും താങ്കൾക്ക് പറഞ്ഞിട്ടില്ല. എങ്ങനെ പറയാൻ പറ്റും ജീവനാടി മുറിഞ്ഞു ഞാൻ പോകുന്നില്ലെന്ന്? എന്റെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ സമർപ്പിക്കട്ടെ? താങ്കളുടെ ക്വസ്റ്റ്യൻ ഒന്നും ഇവിടെ കേൾക്കണ്ട. മുഹമ്മദ് പറയുന്നത് എന്താണ് അത് കേട്ടാൽ മതി. മുഹമ്മദ് പറയുന്നു ജീവനാടി മുറിഞ്ഞെന്ന്, അത്രേ ഉള്ളൂ. അതെന്താണ് എന്റെ സുഹൃത്തുക്കളെ നിങ്ങൾ എല്ലാവരും ഈ മേളിലിട്ടിരിക്കുന്ന വീഡിയോ നിങ്ങൾ കാണണം. മുഹമ്മദിന് മാരണം ബാധിച്ച ഡീമൻ പൊസസ്ഡ് ആയിട്ടുള്ള ഈ ഭാഗം വളരെ കൃത്യമായി തെളിവുകളിലൂടെ നബി അസ്ലിയുടെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ്. അതുപോലെ തന്നെ മുഹമ്മദിന്റെ മരണത്തെ പറ്റി പറയുന്ന, എക്സ്പ്ലെയിൻ ചെയ്യുന്ന, ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്ന വീഡിയോ, അത് നമ്മൾ പണ്ടും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്നാലും ഞാനത് പോസ്റ്റ് ചെയ്യും. മുഹമ്മദിന്റെ ദാരുണമായ അന്ത്യം എങ്ങനെയായിരുന്നു എന്നുള്ളത് ഈ നബി അസ്ലിയുടെ വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. എന്തൊരു ദാരുണമായിട്ടുള്ള ഒരു അന്ത്യമായിരുന്നു മുഹമ്മദ്. വീഡിയോ ഒക്കെ ഇട്ടോ? തെളിവ് നിങ്ങൾ വെച്ചോ? ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ?
ഞാൻ ചോദിക്കുന്നത് എന്താന്ന് വെച്ചാല് എന്റെ ചെറിയ പ്രിയ ക്വസ്റ്റ്യനാ, സുഹൃത്ത്, ചെറിയ പ്രിയ ക്വസ്റ്റ്യനാ. സുഹൃത്തെ, സഹോദര നിങ്ങൾക്ക് സഹോദര ഉത്തരം ഉണ്ടാവും, നിങ്ങൾക്ക് പഠിച്ച ആളല്ലേ. സഹോദര, താങ്കൾ ഇവിടെ ആദ്യം ഇസ്ലാമിക റൂമാണ്, ഇവിടെ ഒരു ടൈറ്റിൽ ഇട്ടിട്ടുണ്ട്. ഇവിടെ ചോദ്യം ഞങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. മുഹമ്മദ് എന്ന അബൂ കാസിം വിഷം തിന്നിട്ടാണോ മരിച്ചത്? ആണെങ്കിൽ എന്തുകൊണ്ട് അള്ളാഹു മുഹമ്മദിനെ സംരക്ഷിച്ചിട്ടില്ല? അതാണ് നമ്മുടെ ഇവിടുത്തെ വിഷയം. സുഹൃത്തെ, ഒരാളെ മരണം വെച്ചാൽ അവൻ കെ മരിക്കും. അത് കെഎലിന് മുഹമ്മദ് നബി ആണെങ്കിലും കെഎലിന് നബി ഗുരു വെട്ടി. ഒരു മിനിറ്റ്, ദൈവം വന്നിട്ട് പോലും മരിച്ചില്ലേ? സഹോദര, ഒരു മിനിറ്റ്. കെഎലിന് പാവം കുരു വെട്ടി. ആമിനെ പറ്റിയൊക്കെ പുള്ളി പറയുന്ന ആമിനെ നാട്ടുകാരെല്ലാവരും കൂടി ചേർന്ന് ഏതാണ്ട് 10, 12, 20 പേരെങ്ങാണ്ട് ആമിനയുടെ വീട്ടിലോട്ട് കയറി ചെന്നിട്ട് പുള്ളിക്കാരത്തിക്ക് ഒരു കുഞ്ഞുണ്ടായിട്ട് ആ കുഞ്ഞിന് അബ്ദുള്ളയുടെ മകനാണ് എന്ന് വിളിച്ചിട്ട് നാട്ടുകാരെല്ലാവരും കുപ്പക്കുന്നിൻ ചെരുവിലെ ഈന്തപ്പന എന്ന് വിളിച്ചിരുന്ന ആ പ്രവാചകനെ പുള്ളിക്കാരനെ പ്രവാചകനാക്കിയവന്മാരാണ് ഇവിടെ വന്നിട്ട് ബൈബിളിനെതിരെയും യേശുക്രിസ്തുവിനെതിരെയും പറയുന്നത്. എന്തൊരു ഗതികേട്. കൊള്ളാം. ബ്ലാക്ക്, നിങ്ങളുടെ ഒക്കെ അവസ്ഥ വല്ലാത്ത കഷ്ടമാണ് കേട്ടോ. ഒരു രക്ഷയില്ല. ഒരു കഷ്ടവും ഇല്ല നസ്രീനെ. അത് പുറത്തുനിന്ന് കാണുന്നവർക്ക് എന്താ ഇത് വെരി സിമ്പിൾ. പക്ഷേ അങ്ങനല്ലേ? പുറത്തുനിന്ന് കാണുന്നവർക്ക് മുഹമ്മദിന്റെ മകളിലേക്ക് 5-8 ആണുങ്ങൾ തുണിയില്ലാതെ വന്ന ആണുങ്ങൾ രാത്രി മുഴുവനും സവാരി ചെയ്യുന്നതാണ് കാണുന്നത്. പുറത്തുനിന്ന് കാണുന്നവര് ചോദിച്ചു. എന്തുവാ ചോദിച്ചു? ഞാൻ ചോദിക്കട്ടെ എന്ന് കുറെ നേരമായി. ക്രിസ്ത്യാനികളായ വിശ്വാസികൾക്ക് വേണ്ടിയല്ലേ? വിശ്വാസികളുടെ പാപത്തിന് വേണ്ടി, പാപം ക്ഷമിക്കാൻ വേണ്ടിട്ടല്ലേ അല്ല, വിശ്വാസികളുടെ തെറ്റി. വിശ്വാസികളുടെ പാപം ക്ഷമിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല. യോഹന്നാൻ 3:16 പറയുന്നത് തന്റെ ഏകജാതനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്നാണ്. മനസ്സിലായില്ലേ? ദൈവം ലോകത്തെ സ്നേഹിച്ച് തന്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണവും ഉയർത്തെഴുന്നേൽപ്പിലൂടെ എല്ലാ മനുഷ്യനും രക്ഷിക്കപ്പെടുവാൻ, അവനിൽ വിശ്വസിക്കുന്ന ഏത് മനുഷ്യനും രക്ഷ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. അതുപോലെ കള്ളപ്രവാചകനായി ചത്ത് മലന്ന് 3 ദിവസം നാറ്റം വെച്ചു തുടങ്ങിയിട്ട് സ്വന്തം അങ്കിള് മൂക്കിൽ കൈവച്ചിട്ട് ഇവനെ കുഴിച്ചു മൂടാൻ പറയേണ്ട ഒരു അവസ്ഥ ഞങ്ങളുടെ കർത്താവിന് വന്നിട്ടില്ല. ഇത് വിശ്വാസികൾക്ക് വേണ്ടി മാത്രമല്ല, ഏത് മനുഷ്യനും രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു മാർഗമാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം. ഇനി പറഞ്ഞു. ഈ യേശുക്രിസ്തുവിന്റെ മരണമാണ് നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടി ഇത് പരിഹാരം. യേശുക്രിസ്തുവിന്റെ മരണം മാത്രം. എന്റെ പൊന്ന സഹോദര, താങ്കൾക്ക് ഈ ക്രിസ്ത്യാനിറ്റിയെ പറ്റി അറിയാത്തത് കൊണ്ടാ. യേശുക്രിസ്തുവിന്റെ മരണം മാത്രമല്ല, യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്. മനസ്സിലായോ? കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണവും ഉയർത്തെഴുന്നേൽപ്പുമാണ് ഒരു മനുഷ്യന്റെ രക്ഷയ്ക്ക് നിദാനമായി ഇരിക്കുന്നത്. റോമർക്ക് എഴുതിയ ലേഖനം അതിന്റെ 10-ാമത്തെ അധ്യായം അതിന്റെ 9-ാമത്തെ വചനത്തിൽ വളരെ കൃത്യമായി ഈ കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. എന്ത്? നീ കർത്താവായ യേശുക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റു എന്ന് നാവുകൊണ്ട് പറയുകയും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടുമെന്നാണ്. അപ്പം 2 കാര്യങ്ങളും ഒന്നിച്ച് നടക്കണം. കർത്താവിന്റെ ക്രൂശ് മരണവും കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പും. അങ്ങനെയാണെങ്കിൽ ഈ മനുഷ്യർ ഓരോരുത്തരും മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അത് യഹോവയ്ക്ക് മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അല്ലല്ല, ഏത് മരണത്തെ പറ്റിയാ താങ്കൾ ഈ വിചാരിക്കുന്നേ? ശാരീരികമായിട്ടുള്ള മരണം എല്ലാ മനുഷ്യനും സംഭവിക്കും സഹോദര. ശാരീരികമായിട്ടുള്ള മരണം എപ്പോഴും ഏത് മനുഷ്യനും സംഭവിക്കും. ഒരു മനുഷ്യൻ ജനിച്ചിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യൻ തീർച്ചയായിട്ടും മരിക്കും. അതാണ് നിയമം. മനസ്സിലായിട്ടുള്ളൂ? ഇത് ആത്മീക മരണത്തെ പറ്റിയാണ്, നിത്യനരകത്തെ പറ്റിയാണ് ഈ പറയുന്നത്. നിത്യനരകത്തിൽ നിന്ന് ഒരു മനുഷ്യന് രക്ഷ നേടണമെങ്കിൽ അവൻ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണവും ഉയർത്തെഴുന്നേൽപ്പിൽ അവൻ വിശ്വസിച്ചാൽ മാത്രമേ അവന് ആ രക്ഷ കിട്ടത്തുള്ളൂ.
ഭൂമിയിലാണല്ലോ യേശുക്രിസ്തു മരിച്ചതും എഴുന്നേറ്റതും അല്ലേ? ഇല്ലെന്ന് ഞങ്ങള് പറഞ്ഞില്ലല്ലോ. മനുഷ്യന്മാരും അതേപോലെ തന്നെ സെയിം ആയിട്ട് ഭൂമിയിൽ തന്നെ ഉം മരിക്കും, ഉം ഉയർത്തെഴുന്നേൽക്കും. അതെ, ഉയർത്തെഴുന്നേൽപ്പ് കർത്താവിന്റെ രണ്ടാമത്തെ വരവിങ്കൽ കാഹളം ധ്വനിക്കുമ്പോൾ തീർച്ചയായിട്ടും അവനിൽ വിശ്വസിച്ച് മരിച്ച ഏവനും ഉയർത്തെഴുന്നേൽക്കുമെന്ന് വളരെ കൃത്യമായി തെസലോനിക്ക ലേഖനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. പ്രിയ സുഹൃത്തെ, താങ്കൾ അത് വായിച്ചിട്ടുണ്ടോ? ശരിക്കും താങ്കൾ ഞാൻ വായിച്ചിട്ടില്ലെങ്കിൽ പറഞ്ഞതേ അത് ഞങ്ങളുടെ യേശു പ്രശ്നമല്ലെന്നേ. യേശുക്രിസ്തു അങ്ങനെ ഒരു എന്താ പറയാ, അങ്ങനെ ഒന്നും ചെയ്യരുതായിരുന്നു. ഓരോരുത്തർക്കും എന്തോ അവന്റെ ചെയ്യരുത്? ഭാവം അത് കൊടുക്കാൻ നീയാണോ അവന് നിശ്ചയിക്കുന്നേ? എന്റെ ജനിക്കുക, പ്രിയ അവൻ സുഹൃത്തെ, അത് മരിക്കുക. നീയാണോ നിശ്ചയിക്കുന്നേ? അത് ഒരു നീയല്ലല്ലോ യുക്തിമാൻ നിശ്ചയിക്കുന്നേ ചെയ്യാവുന്ന യേശുക്രിസ്തു എന്ത് കാര്യമാണ്. ചെയ്യണം ചെയ്യണ്ടെന്ന്. ഒരു യേശുക്രിസ്തു എന്ത് യുക്തിമാനായ ചെയ്യണം ചെയ്യണ്ടെന്ന് താങ്കളല്ലല്ലോ നിശ്ചയിക്കുന്നേ. നമ്മളൊരു തെറ്റ് ചെയ്താൽ നമ്മൾ മരിക്കുക, നമ്മൾ ഉയർത്തെഴുന്നേൽക്കുക. അതിന് തെറ്റ് അങ്ങനെയാണ് ചെയ്യിപ്പിക്കുന്ന യേശു ആരാണ്? ബ്ലാക്ക് ഒരു മനുഷ്യനെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിക്കുന്ന ആരാണ്? ഇസ്ലാമിക മനുഷ്യൻ വീക്ഷണത്തിൽ തന്നെ ഒരു മനുഷ്യനെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിക്കുന്നത് ആരാണ്? നമ്മൾ തന്നെയാണ് നമ്മുടെ മൈൻഡിനെ അങ്ങോട്ട് കൊണ്ടുവരുന്നത്. അല്ലല്ലോ. ഇസ്ലാമിക വീക്ഷണത്തിൽ ഒരു മനുഷ്യനെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുന്നത് അള്ളാഹു ആണെന്നാണല്ലോ മുഹമ്മദ് പറയുന്നത്. അത് ഞാൻ ഇസ്ലാമിക പറയും. വീക്ഷണത്തിൽ ഒരു മനുഷ്യനെ കൊണ്ട് ഞാൻ പറയാം തെളിവ് ഇസ്ലാമിക തരാം വിശ്വാസം പറഞ്ഞാൽ സഹോദര, തെളിവ് തരാം. ഇനി താങ്കൾക്ക് അറിയാത്തത് എനിക്കറിയാം അതിനെ പറ്റിയല്ല. നിങ്ങൾ സഹോദര താങ്കൾക്ക് അറിയത്തില്ലെങ്കിൽ മിണ്ടാതിരിക്കൂ. ഇസ്ലാമിക വീക്ഷണത്തിൽ ഒരു മനുഷ്യനെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുന്നത് ആരാണ് എന്ന് ഞാൻ തെളിവ് തരാം. സഹി മുസ്ലിം 27:49 മൈക്ക് എടുക്കല്ലേ സഹോദര, താങ്കൾക്ക് തെളിവ് തരാം. ഇസ്ലാമിക വീക്ഷണത്തിൽ ഒരു മനുഷ്യനെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിക്കുന്നത് ആരാണ്? താങ്കൾക്ക് അറിയത്തില്ല, താങ്കൾ ചുമ്മാതെ എന്തൊക്കെയോ വിവരക്കേട് പറയുകയാണ്. ഇസ്ലാമിക വീക്ഷണത്തിൽ ആരാണ് മനുഷ്യനെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുന്നത്? ഞാൻ തെളിവ് തരാമല്ലോ, ദേ കണ്ടോളൂ. സഹി മുസ്ലിം 27 അതിന്റെ 49 ഹദീസാണ്. 27:49 മേളിൽ തെളിവ് ഇട്ടിട്ടുണ്ട്, താങ്കൾക്ക് വായിക്കാം. സഹി മുസ്ലിം 27 ഏതാ പുതിയ അവതാരം? തെറി വിളിക്കാൻ വേണ്ടിയിട്ടാണോ? വന്നോളൂ. പുതിയ സഹോദരന്മാരൊക്കെ ആണെങ്കിൽ കടന്നു വന്ന് സംസാരിക്കാം. ഒരു മനുഷ്യനെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുന്നത് ആരാണ്? സഹി മുസ്ലിം 27:49 അബൂ ഹുറൈറ നിവേദനം. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂൾ എന്ത് പറഞ്ഞു? ബൈ ഹിം ഇൻ ഹൂസ് ഹാൻഡ് ഈസ് മൈ ലൈഫ്. എന്റെ ജീവൻ ആരുടെ കയ്യിലാണോ? താങ്കൾ എന്തെങ്കിലും പറയാമെന്നാണ് പ്രിയ സുഹൃത്തെ? എന്ത് അറബിയിലാണ് താങ്കളുടെ പേരെന്താണ്? അല്ല, നിങ്ങള് ഇസ്ലാം മത വിശ്വാസിയല്ലോ, പിന്നെ പേരെന്താണ് ബ്രദറെ? താങ്കളുടെ പേരെന്താണ് സഹോദര? പേരെന്താണെന്ന് പറയൂ. എന്റെ പേര് അബൂബൈദാണ്. അബൂ ഉബൈദ് ബ്രദറെ, വെൽക്കം. ആദ്യമായിട്ടാണോ താങ്കൾ ക്ലബ് ഹൗസിൽ കടന്നു വരുന്നത്? നമസ്കാരം. നിങ്ങള് അബൂ ഉബൈദ് ബ്രദറെ, താങ്കൾ ആദ്യമായിട്ടാണോ നമ്മുടെ ക്ലബ് ഹൗസിൽ കടന്നു വരുന്നത്? അതെ. ഓക്കെ, വെൽക്കം ബ്രദറെ, താങ്കൾക്ക് സ്വാഗതമുണ്ട്. ഇവിടെ ഞങ്ങൾ ഒരു വിഷയം ഇട്ടിട്ടുണ്ട്. വിഷയം മുഹമ്മദ് എന്ന അബൂ കാസിം, അദ്ദേഹത്തിന്റെ പേര് അബൂ കാസിം എന്നായിരുന്നല്ലോ നിങ്ങളുടെ പ്രവാചകന്റെ. മുഹമ്മദ് എന്ന അബൂ കാസിം വിഷം തിന്നിട്ടാണോ മരിച്ചത്? ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ടോപ്പിക്. ഇത് ഇടാനുള്ള കാരണവും ഞാൻ പറയാം. കളയണോന്ന് മറ്റേ ആ പാസ്റ്റായം പറയണ്ടായില്ല? അതിപ്പോ ഏതാ ബ്രദറെ? എന്തോ ചെയ്യണമെന്ന്? നിങ്ങളുടെ ബൈബിള് കീറി ഫ്ലഷ് ചെയ്ത് കളയണമെന്ന് പറയണ്ടായില്ല? അതെന്താ? അത് നിങ്ങളെ ക്രിസ്ത്യാനികള് അത് സഹോദര അബൂ ഉബൈദ് ബ്രദറെ, പറയാം അതൊക്കെ പറയാം. അത് ഖുർആൻ സൗദി അറേബ്യയിൽ ഇപ്പം ഖുർആൻ അബൂ ഉബൈദ് ബ്രദറെ കേക്കൂ. അബൂ ഉബൈദ് ബ്രദറെ, ഈ സൗദി അറേബ്യയിൽ ഖുർആൻ, ഹഫ്സിന്റെ ഖുർആൻ ഇപ്പോൾ ഗട്ടറിൽ നിന്നാണ് കിട്ടുന്നത്, ടോയ്ലറ്റിൽ നിന്നൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇവിടുത്തെ വിഷയത്തിൽ അബൂ ഉബൈദ് ബ്രദറെ, ഇവിടുത്തെ വിഷയത്തിൽ താങ്കൾ നിൽക്കൂ. ഇവിടുത്തെ വിഷയം സഹോദര താങ്കളുടെ വിഷയത്തിൽ നിൽക്കൂ ബ്രദറെ, താങ്കൾ ഒരു വിഷയത്തിൽ നിൽക്കൂ. കുഴപ്പമില്ല. ക്രിസ്ത്യാനികൾ മുസ്ലിം ആയിക്കോട്ടെ, അഫ്ഗാനികൾക്ക് മുസ്ലിം ആയിക്കോട്ടെ, ബുദ്ധിസ്റ്റുകൾ മുസ്ലിം ആയിക്കോട്ടെ, ആരെങ്കിലും മുസ്ലിം ആയിക്കോട്ടെ, ഇതൊന്നും നമ്മുടെ വിഷയമല്ല. അബൂ ഉബൈദ് ബ്രദറെ,
മുഹമ്മദിന്റെ മരണത്തെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. മുഹമ്മദ് ഒരു മുഹമ്മദ് യഹൂദ സ്ത്രീയുടെ മരിച്ചില്ലേ? വിഷം അത് നിങ്ങൾക്ക് എന്താ കുഴപ്പം? നിങ്ങൾ മുഹമ്മദ് ഒരു യഹൂദ പറയാം കുഴപ്പം പറയാം സഹോദര, കുഴപ്പം പറയാം. അള്ളാഹു ഖുറാനിൽ പറയുന്നു, ഇവൻ എന്തെങ്കിലും നമ്മുടെ പേരിൽ അബൂബൈദ് ബ്രദറെ താങ്കൾ കേൾക്കുന്നില്ല. താങ്കൾ കേൾക്കുന്നില്ല. കാരണം കേൾക്കുന്നില്ല. മുഹമ്മദിനോട് അള്ളാഹു ഖുറാനിൽ പറഞ്ഞത്, ഇവൻ എന്തെങ്കിലും നമ്മുടെ പേരിൽ ഇല്ലാത്ത കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാം ഇവന്റെ വലങ്കരങ്ങൾ പിടിച്ചിട്ട് ഇവന്റെ ജീവനാടി മുറിച്ചു കളയും എന്ന് ഖുറാൻ സൂറത്ത് അൽ ഹക്ക് എന്ന് പറഞ്ഞാൽ 69-ന്റെ 44, 45, അല്ല, അത് 46 നിങ്ങൾ പറയുന്നു. നോക്കണ്ടേ, അത് മുസ്ലിങ്ങളുടെ കാര്യമല്ലേ. നിങ്ങൾ ക്രിസ്ത്യാനിക്ക് ആയിക്കോട്ടെ, നേരെയാക്കാൻ പക്ഷെ നോക്ക്. ഞങ്ങൾക്കിത് നിങ്ങളിങ്ങനെ നോക്കാനുള്ള ഖുർആൻ അവകാശമുണ്ട് ബ്രദറെ, ഞങ്ങൾക്കിത് നോക്കാനുള്ള അവകാശമുണ്ട്. കാരണം മുഹമ്മദ് ബൈബിളിനെതിരെ പല കാര്യങ്ങളും വൃത്തികേട് പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് ക്രിസ്ത്യാനികളെ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ റോഡിൽ വെച്ച് കാണുമ്പോൾ നിങ്ങൾ അവരെ തള്ളി മാറ്റണമെന്ന് മുഹമ്മദ് എടാ, പഠിപ്പിച്ചിട്ടുണ്ട്. റോഡിൽ വെച്ച് തള്ളി മാറ്റി നീയൊന്നും ഈ ലോകത്ത് ഉണ്ടാവൂല. ആ അത് നിനക്കൊന്നും കഴിയാത്തത് കൊണ്ടാ. കാരണം ഇന്ത്യയിൽ നീയൊക്കെ ജീവിക്കുന്നത് എടാ, കൊണ്ടാ. അതല്ലേ നീ മുസ്ലിങ്ങളെ ഇപ്പൊ റോഡില് ക്രിസ്ത്യാനികളൊക്കെ. നീ എടാ, നീ നീ ക്രിസ്ത്യാനി റോഡിലൊന്ന് തള്ളി ഒന്ന് നീക്കിക്കേ. റോഡിലൊന്ന് തള്ളി നീക്കിക്കേ. നിന്നെയൊക്കെ അകത്ത് പൂട്ടി കുറെ എണ്ണത്തിനെ എടുത്തോണ്ട് പോയത് കണ്ടായിരുന്നു. കുറെ PFI തീവ്രവാദികളെ എടുത്തോണ്ട് പോയത് കണ്ടായിരുന്നു. നിന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന കുറെ എണ്ണത്തിനെ, മുഹമ്മദിനെ പോലത്തെ തീവ്രവാദികളെ കുറെ എണ്ണത്തിനെ എടുത്തോണ്ട് പോയത് കണ്ടായിരുന്നു. ആ അത് ഇന്ത്യയിലായത് കൊണ്ടാണ് എടാ നിന്നെയൊക്കെ ഇതൊക്കെ എടാ, ചെയ്യാൻ നീയൊക്കെ ഇങ്ങനെ അനുവദിക്കാത്തത്. കരയണോടാ. നീയൊക്കെ നീയൊക്കെ കരഞ്ഞ് ആ കരഞ്ഞ് നിന്റെ കണ്ണീര് മുഹമ്മദ് വറ്റും, കരഞ്ഞാ അല്ലാതെ ചത്തത്. ഒരു ക്രിയ നടക്കില്ല. ആ ബ്രദറെ ലാസ്റ്റില് അവസാനം അദ്ദേഹം ജീവനാടി മുറിഞ്ഞു അയ്യോ ഐഷ, എന്റെ ജീവനാടി മുറിഞ്ഞു പോകുന്ന വേദന എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നേ എന്ന് പറഞ്ഞ അദ്ദേഹം കരഞ്ഞാണ് ചത്തത്. എടാ, മ്യൂട്ട് സഹോദര ചെയ്യലടാ, അബൂബൈദ് ബ്രദറെ, ആണുങ്ങളെ പോലെ സംസാരിക്കടാ. അത്രയും താങ്കൾ ഈ തെളിവ് നോക്കുന്നേ. എടാ, ഫ്ലഷ് മുഹമ്മദ് ചെയ്ത് തന്റെ ജീവനാടി മുറിഞ്ഞു പോകുന്ന വേദനയിലൂടെയാണ് അദ്ദേഹം ചത്തത്. അബൂബൈദ് ബ്രദറിന് അതറിയാമോ? ഫ്ലഷ് ലാസ്റ്റിൽ അവസാനം അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? മുഹമ്മദ് നീയൊക്കെ എന്താ ഇങ്ങനെ പറഞ്ഞത്? ഐഷ എനിക്ക് വേണ്ടി നീയൊക്കെ ഒരു പാത്രം കൊണ്ടുവാ. അദ്ദേഹം ഒരു പാത്രം കൊണ്ടുവരാൻ വേണ്ടി പറയുന്നു, അതിനകത്ത് മൂത്രം ഒഴിക്കുന്നു, എന്നിട്ട് അദ്ദേഹം മയ്യത്താകുന്നു. അബൂബൈദ് ബ്രദറെ, അദ്ദേഹം അങ്ങനെ മരിച്ചത്. താങ്കളുടെ പ്രവാചകൻ മരിച്ചത് വെറും ഒരു എന്താ പറയുക, ഒരു തെരുവ് നായി മരിക്കുന്ന ഒരു അനുഭവമായിരുന്നു അദ്ദേഹത്തിന്. തെരുവ് പട്ടികളുണ്ടല്ലോ, തെരുവ് നായ്ക്കൾ, അദ്ദേഹം അങ്ങനെയാണ് മരിച്ചത്. മൂത്രം ഒഴിച്ചിട്ട് അദ്ദേഹം മരിച്ചെന്ന് ഐഷ രേഖപ്പെടുത്തുകയാണ്. പ്രവാചകന്റെ മരണത്തിന്റെ സമയത്ത് പുള്ളിക്കാരൻ ഒരു പാത്രം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു, എന്നിട്ട് ആ പാത്രത്തിലോട്ട് മൂത്രം ഒഴിച്ചിട്ട് അദ്ദേഹം മയ്യത്തായെന്ന്. സഹോദര അബൂബൈദ് ബ്രദറെ, താങ്കൾ ഒരു ജിഹാദിയാണോ? എടാ നസറിനെ, നീയൊക്കെ ഇങ്ങനെ താങ്കൾ ഒരു ജിഹാദിയാണോ? എടാ നീയൊക്കെ മൂത്രം ഒഴിച്ചിട്ട് ചാകേണ്ട അവസ്ഥ വന്ന ഒരു പ്രവാചകന്റെ അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് അബൂബൈദ് ബ്രദറെ. പറയൂ, മൂത്രം ഒഴിച്ചിട്ട് ചാകേണ്ട ഒരു അവസ്ഥയാണ് ഒരു പ്രവാചകന് വന്നത്. അബൂബൈദ് ബ്രദർ ഒന്ന് പറഞ്ഞേ, ഇങ്ങനെ ഒരു മനുഷ്യനെ താങ്കൾക്ക് പ്രവാചകൻ എന്ന് വിളിക്കാൻ പറ്റുമോ? മൂത്രം ഒഴിച്ചിട്ട് അദ്ദേഹം മയ്യത്തായെന്ന് പോപ്പിൻസിന്റെ ഫോട്ടോ ഇട്ടുകൊണ്ടാണ് താങ്കൾ വന്നിരിക്കുന്നത്. താങ്കൾ ഒരു പക്ക ജിഹാദിയാണെന്നാണ് എന്റെ ഒരു വിലയിരുത്തൽ. മനസ്സിലായോ? അബൂബൈദ് ബ്രദറെ പറയൂ, എന്തിനാണ് താങ്കളുടെ പ്രവാചകൻ മൂത്രം ഒഴിച്ചിട്ട് ചത്തത്? നിങ്ങളുടെ പുസ്തകത്തിൽ ഐഷ രേഖപ്പെടുത്തുന്നതാണെന്ന്, മൂത്രം ഒഴിച്ചിട്ട് മയ്യത്തായെന്ന്. എടാ നീയൊക്കെ കുഴപ്പമില്ല സൗരം വരെ, ഒരു മിനിറ്റ്, ഇപ്പൊ മ്യൂട്ട് ചെയ്യല്ലേ. പറ. ഞങ്ങളാണോ കരയുന്നത്, ഐഷയാണോ കരയുന്നത്? നസറിൻ ബ്രോ, പുള്ളി അല്ല, ആരും പുള്ളിയെ മ്യൂട്ട് ചെയ്യില്ല. പുള്ളി ഒന്ന് മനസ്സ് തുറന്ന് കരയട്ടെ പ്ലീസ്. അല്ല പുള്ളി കരയട്ടെ. കരച്ചിലൊന്നുമില്ല. നീയൊക്കെ ഇങ്ങനെ കരയണം, ഇനിയും കരയണം. അപ്പോഴാണ് ബാക്കിയുള്ള ക്രിസ്ത്യാനികളും ഇസ്ലാം സ്വീകരിക്കുള്ളൂ. ക്രിസ്ത്യാനികൾ ഇസ്ലാം സ്വീകരിക്കുന്നോ? ഈ മ്ലേച്ഛ മതം സ്വീകരിക്കുന്നോ? ഈ എടാ, വൃത്തികെട്ട എത്ര മതം പേര് UK-ലും US-ലെ കണ്ടില്ലടാ? നീയൊക്കെ കണ്ടില്ലേ? നീയൊക്കെ ഇങ്ങനെ കരയും, എവിടെ ഇനിയും കരയണം. എവിടെ എവിടെടാ? എവിടെ സംഭവിച്ചു? ഒന്നും സംഭവിക്കില്ല. നീ ഇങ്ങനെ കരയും. ഇറാനിൽ ഒരു കേടും സംഭവിക്കില്ല.
ഇറാനിൽ 75,000 മോസ്കുകളിൽ 50,000 മോസ്ക് അടച്ചു കിടക്കുകയാണ്. സൗദി അറേബ്യയിൽ ബാങ്ക് വിളിക്കാൻ പോലും നിങ്ങൾക്ക് കഴിയുന്നില്ല. സൗദി അറേബ്യയിൽ ബാർ തുറക്കുന്നു. സൗദി സൗദി അറേബ്യയിൽ അറേബ്യയിൽ നീയാണ് മെക്കയിലുള്ള തീരുമാനിക്കണം. ബാങ്ക് ഇപ്പോഴും ഓടയില് വിളിക്കാനില്ല ഓടയില് സൗദി അറേബ്യയിൽ. ഓടയില് ഓടയില് ഓടയില്, ഓടയില് സൗദി അറേബ്യയിൽ ഓടയിൽ ഖുറാൻ കിട്ടുന്നത് ഓടയിൽ നിന്ന്. ഈ അവസ്ഥ ഒന്നും ആർക്കും വന്നിട്ടില്ല സഹോദര. ഓടയിൽ നിന്ന് ഖുറാൻ കിട്ടുന്നെന്ന് നസീം ബ്രോ വലിച്ചു ഒന്നും വേണ്ട. നീട്ടി ഓടയിൽ നിന്ന് എടുക്കുന്നു. കേരളത്തിലെ എക്സ് മുസ്ലിങ്ങളുടെ ബഹളവാ കൂട്ടിയിടിയ കേരളത്തിലെ അവസ്ഥ, ലക്ഷങ്ങൾ കേരളത്തിലെ വീഡിയോ വന്നത് എന്തുവാണ്? കേരളത്തിൽ ആക്രിക്കടകളിലാണ് ഖുറാൻ കിട്ടുന്നെന്ന് വീഡിയോ കിടപ്പുണ്ട്. എന്റെ കയ്യിൽ വീഡിയോ നസീം ബ്രോ കിടപ്പുണ്ട്. അല്ല, ആക്രിക്കടയിൽ ഖുറാൻ കിടക്കുന്നു. പടക്കം ഉണ്ടാക്കാൻ വേണ്ടി പടക്കം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഖുറാൻ എടുക്കുന്നു. ആക്രിക്കടകളിൽ ഖുറാൻ കിട്ടുന്നു. കരയുകയാണ്, നിങ്ങളുടെ ആൾക്കാർ കരയുകയാണ്. അയ്യോ, ഖുറാനെ ഇങ്ങനെ ആക്ഷേപിക്കാമോ? നിങ്ങളൊക്കെ ഞങ്ങൾക്ക് ഖുറാൻ കൊണ്ട് തന്നുകൂടായോ? നിങ്ങൾ എന്തിനാ ഈ ചെയ്യുന്നെന്ന്. അബൂ അവര് ഉബൈദ് ഖുറാൻ ബ്രദറെ, വെച്ച് ഖുറാൻ വെച്ച് ഗുണ്ടും വാണോ ഒക്കെ ഉണ്ടാക്കുന്നത് ഇപ്പം. അബൂ ഉബൈദ് ബ്രദറെ, നിങ്ങൾ എന്തുവാ ഇത്? അല്ല നനഞ്ഞാലും പൊട്ടു, അതുകൊണ്ടാ. സൗണ്ട് അബൂ ഉബൈദ് ബ്രദറെ, എനിക്ക് പുള്ളിക്ക് കൊടുക്ക. ആ പറയൂ സഹോദരൻ. കേക്കുന്നില്ല, ഒന്നും കേക്കുന്നില്ലേ? ഓ, ഒന്നും കേക്കുന്നില്ല റാഫ്. സൗദി കിടക്കുന്ന ഖുറാൻ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അതെ, ഇത് കണ്ടോ? സൗദിയിൽ കിടക്കുന്ന ഖുറാൻ നോക്കിക്കേ, മേളിൽ നോക്കിക്കേ. തായിഫ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഓടയിൽ നിന്ന് അച്ചായോ ആ ഖുറാനുകൾ കുജാഗ്രം വലിച്ചിട്ട്. ചക്കടതൊന്ന് വായിക്കച്ചായോ, അച്ഛൻ കുഞ്ഞച്ചായോ ആ കുജാഗ്രം ചക്കൂലേ? അല്ല, താങ്കൾക്ക് കുജാഗ്രഹം ഞെക്കാൻ ഭയങ്കര ആഗ്രഹമാണല്ലോ. മുഹമ്മദിനെ പോലെ സ്വന്തം മകളായ ഫാത്തിമയുടെ കുജാഗ്രഹം ഞെക്കുന്ന ഒരു കള്ളപ്രവാചകനായല്ലായിരുന്നു മുഹമ്മദ്? സ്വന്തം മകളായ ഫാത്തിമയുടെ മുലകൾ അച്ചായോ ഒന്ന് അമർത്തുന്ന ഒരു വായിക്കച്ചായോ. കള്ളപ്രവാചകനല്ലായിരുന്നോ? ഉബൈദ്? എടാ നസറിനെ, നീയൊക്കെ ഇങ്ങനെ കരഞ്ഞ് കരഞ്ഞ് നിന്റെ കണ്ണീരൊക്കെ പറ്റുള്ളൂ. ഞങ്ങള് കരയേണ്ട ആവശ്യമില്ല. ഞങ്ങൾ ഇവിടെ മുഹമ്മദിനെ അല്ലെങ്കിൽ പട്ടിയെ പിന്നെ പോലെ നീ തല്ലിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ പറയോ? നിന്റെ സഹോദര, മതത്തിലെ കാര്യം മുഹമ്മദിനെ നോക്കാൻ നിനക്ക് പറ്റുള്ള. ബ്രദറെ, ഇന്ന് മറ്റേ മുഹമ്മദിനെ പാസ്റ്റർ ഇവിടെ പട്ടിയെ പോലെ തല്ലിക്കൊണ്ടിരിക്കുക. അദ്ദേഹത്തിന്റെ മരണത്തെ പറ്റി പറയുമ്പോൾ ഫ്ലഷ് അടിച്ച് മൂത്രം കളയണോന്ന് ഒഴിച്ചിട്ട് പാത്രത്തിനകത്ത് മൂത്രം മ്യൂട്ട് ഒഴിച്ചിട്ട് അദ്ദേഹം മൂത്രം ഒഴിച്ചിട്ടാണ് ചത്തത് എന്നാണ് വളരെ കൃത്യമായി ഐഷ രേഖപ്പെടുത്തുന്നത്. മൂത്രം ഒഴിച്ചിട്ട് ഒരു കള്ളപ്രവാചകന്റെ മരണം എന്ന് പറയുന്നത് മൂത്രം ഒഴിച്ചിട്ട്. പറ അബൂ ഉബൈദ് ബ്രദറെ, ഒരു കള്ളപ്രവാചകന്റെ മരണം മൂത്രം ഒഴിച്ചിട്ടാകാൻ പറ്റുമോ? ഇതാണ് നിങ്ങളുടെ അവസ്ഥ. എന്ത് ചെയ്യാനാണ്? അല്ല എന്ത് ചെയ്യാനാണ്? ഇപ്പോഴാണെങ്കിൽ ആ ഹൂതികളും അമ്മാസുകാരും കിടന്ന് കരയുന്നതിന് ഒരു കയ്യും കണക്കും ഇല്ല. ഒന്ന് ആശ്വസിപ്പിക്കാൻ പോകും കൂട്ടുകാരൻ. നിങ്ങൾ ഇവിടെ നിൽക്കേണ്ട ആളല്ല. അയ്യോ, ഇപ്പം ഇഷ്ടം പോലെ ആയിരക്കണക്കിന് ഹൂത്തികളാണ് ഇപ്പം അള്ളാഹുവിന്റെ വ്യഭിചാരശാലയിലോട്ട് പോയത്. ആയിരക്കണക്കിന് എത്രയായാലും കുഴപ്പമില്ലടാ. നീയൊക്കെ അള്ളാഹുവിനിപ്പം ഊറിമാരെ ഉണ്ടാക്കാൻ ഇപ്പം അള്ളാഹുവിനിപ്പം സ്റ്റോക്ക് തീർന്നു. അള്ളാഹു ഇപ്പൊ ഓർഡർ കൊടുത്തിരിക്കുന്ന ചൈനക്കാരെ വിളിച്ചോണ്ടിരിക്കുക. അള്ളാഹു പറയാണ്, എടാ നിങ്ങൾ കുറഞ്ഞ വർഷം കുറച്ച് എന്തോ ഹൂറികളെ എങ്കിലും ഉണ്ടാക്കി തരാനാ അള്ളാഹു ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുക. ഹൂത്തികളുടെ ബഹളമാണ് അവിടെ. അള്ളാഹുവിന്റെ വ്യഭിചാരശാലയിലോട്ട് കയറി വരുന്ന ഹൂത്തികളുടെ ബഹളം. അള്ളാന്റെ നടുപൊടിയിൽ ഒറ്റ തന്തക്ക് ജനിച്ചവന്മാരുണ്ടെങ്കിൽ മ്യൂട്ട് ചെയ്യാതെ സംസാരിക്കണം. ഞങ്ങൾ മുഹമ്മദിനെ പോലെ അല്ല, ഞങ്ങൾക്ക് ഒരു അപ്പനെ മ്യൂട്ട് ഉള്ളൂ. ചെയ്യാതെ സംസാരിക്കണ ആണുങ്ങളെ പോലെ. മുഹമ്മദിനെ പോലെയല്ല. മ്യൂട്ട് മുഹമ്മദിന്റെ ചെയ്തിട്ട് അപ്പൻ ആരായിരുന്നു? അബൂ ഉബൈദ്, മുഹമ്മദിന്റെ അപ്പൻ ആരാ? അത് ഇച്ചിരി നല്ലപോലെ താഴെ ഇരുത്തി കൊണ്ട് വ്യക്തമാക്കിട്ട് ചോദിച്ചേ. അവൻ മേളിൽ ആരാണ് മുഹമ്മദിന്റെ അപ്പൻ? അല്ല നസ്രീം ബ്രദറെ, ഈ അള്ളാഹുവിന്റെ നടുപൊടിയിൽ ഈ വരുന്ന ഈ മറ്റേ ഹൂതിക്കോയന്മാർക്കൊക്കെ ഈ ഇണകളെ ചേർത്ത് കൊടുത്ത് അള്ളാഹു നടുപൊടിയും ഇങ്ങനെ ആയാല്. ബോണ്ടെ ഒരു സെക്കൻഡ് പോണ്ടേ. നമുക്ക് ആ പുള്ളിയുടെ മുഹമ്മദിന്റെ അപ്പനെ ഒന്ന് ആദ്യം കണ്ടുപിടിച്ചു കൊടുക്കാം, എന്നിട്ടല്ലേ ഹൂത്തികളുടെ കാര്യം. ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കാതെ, ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റാത്ത ചോദ്യങ്ങളൊക്കെ ചോദിക്കാതെ. അത് അല്ല, പുള്ളിയുടെ വാക്ക് കേട്ടോ, ഒറ്റ തന്തക്ക് ജനിച്ചാന്ന് ഞങ്ങൾക്ക് ഒരു അപ്പനേ ഉള്ളൂ. മനസ്സിലായില്ലേ? എല്ലാവർക്കും ഇവിടെ ഒരപ്പനേ ഉള്ളൂ. മുഹമ്മദിനെ പോലെ അല്ലായിരുന്നു. ആമിനയുടെ വീട്ടിലോട്ട് കയറി വന്ന ഓരോ മുസ്ലിങ്ങളുടെയും ആരാണ് അപ്പൻ എന്ന് പോലും ആമിനയ്ക്ക് പറയാൻ പറ്റത്തില്ല. അല്ല, നീ വൃത്തികേട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വൃത്തികേട് മുഹമ്മദിന്റെ സ്വഭാവം ഇറക്കി കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുന്നത്? നീ മുഹമ്മദിന്റെ സ്വഭാവം എന്തിനാ ഇറക്കുന്നത്?
ഞങ്ങൾ എന്ത് നസ്രീനെ വൃത്തിയാണ് നീ പറഞ്ഞത്? കരഞ്ഞ് ഉള്ള കരഞ്ഞ് കാര്യമല്ലയോ പറഞ്ഞത്? ഫ്ലഷ് ഉള്ള കാര്യമല്ലയോ ചെയ്തോണ്ടിരിക്കുകയാണ് ഇപ്പൊ പറഞ്ഞത്? അബ്ദുള്ളെ ബൈബിള്. അബ്ദുള്ളെ എന്റെ പ്രിയ സുഹൃത്ത്, ബൈബിളെ എന്റെ ഫ്ലഷ് ചെയ്ത് കളയാണ് ഇപ്പൊ. പ്രിയ മുത്ത സഹോദര, ഞങ്ങൾ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും കള്ളത്തരം ഞങ്ങൾ പറഞ്ഞു? ഉള്ള കാര്യമല്ലയോ ഞങ്ങൾ പറഞ്ഞത്? മുഹമ്മദിന്റെ അപ്പൻ നിന്റെ ആരാണെന്ന് മുഹമ്മദിന് അറിയാമായിരുന്നോ? മുഹമ്മദിന്റെ ഈ അപ്പൻ ആരായിരുന്നു? റൂമിലല്ല നീ ആരായിരുന്നു മുഹമ്മദിൻ സഹോദര? ഈ മുഹമ്മദിന്റെ അപ്പൻ ആരായിരുന്നു? അത് പറഞ്ഞേ. കുപ്പക്കുന്നിലെ ഈന്തപ്പനെന്ന് വിളിച്ച ആരെയാ അന്നേരം? അതുപോലെ മ്യൂട്ട് നമുക്കൊക്കെ ചെയ്യാതെ നമുക്കൊക്കെ ഒരു ആരായിരുന്നു റൂമിൽ മുഹമ്മദിന്റെ അപ്പൻ? സംസാരിക്കടാ. എടാ നിന്നെ അല്ല, ഇന്നലെ നീ ഒരു മുഹമ്മദ് ഈസയുടെ വിഷയത്തിൽ നിന്ന് റൂമിൽ സംസാരിക്കും. പോയതാണ് ന്യൂക്ലിയറും മറ്റേ ഇവനൊക്കെ. നീ ഒരു വിഷയത്തിൽ നിന്ന് സംസാരിക്കാവോ? ഏതെങ്കിലും ഒരു വിഷയത്തിൽ പിടുക്ക് പറക്കും നിനക്ക് നിന്നെയൊക്കെ. തന്റെ ഇടം ഉണ്ടോ? ഒരു വിഷയത്തിൽ നിന്ന് സംസാരിക്കാൻ അബൂ ഉബൈദിന് നീ തന്റെ പറഞ്ഞ ഇടം ഉണ്ടോ? സാധനമേ എടാ നീ പറഞ്ഞ ഞങ്ങളുടെ സാധനം റൂമിൽ വന്ന് നിനക്കുണ്ടെങ്കിൽ സംസാരിച്ചതാണ്ട നീ ഇപ്പൊ ന്യൂക്ലിയറും പറഞ്ഞ മറ്റേ സാധനം നീ ഇവനൊക്കെ. മുമ്പ് എന്നിട്ട് പറഞ്ഞ ആ അവനൊക്കെ ഭാഷയില് പിടുക്ക് പറിച്ചു പോയി. നിനക്ക് ആ സാധനം ഉണ്ടെങ്കിൽ അത് പിന്നെ ഒന്നാമത് നീ ഇവിടെ നിന്ന് ഒരു വിഷയത്തെ വെറുതെ ഇങ്ങനെ അടിസ്ഥാനമാക്കി കുറെ സംസാരിക്കാൻ പറ്റുമോ? ക്രിസംഖ്യകളായിട്ട് ഇരുന്ന് വർത്താനം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നീ പറഞ്ഞില്ലേ കുറെ നീ ഇപ്പൊ ക്രിസംഖ്യകളെ ഒരു സെക്കൻഡ് ഒരു നീ ഇപ്പൊ ഇതുമില്ല. വെറുതെ നീ ആണുങ്ങളായിട്ട് മുട്ടി നോക്കുക അപ്പൊ അറിയാം. നിനക്കത് ഒരെണ്ണേ ഉള്ളെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, ഇവിടെ നിന്നുകൊണ്ട് നട്ടല്ലുള്ളവനാണെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തെ അടിസ്ഥാനമാക്കി തെളിവ് സഹിതം സംസാരിക്കും. അല്ലാതെ കിടന്ന് വള പറഞ്ഞാല് ഇവിടെ എടാ ഒരു നീയൊക്കെ രക്ഷയില്ല. ഇങ്ങനെ വളവള പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. നിന്റെ വായിക്കകത്ത് ജാഹിൽ നീയൊക്കെ വെറുതെ മ്യൂട്ട് ചെയ്ത് ആളെ ഇതാക്കിട്ടെ. ഒരു വിഷയത്തിൽ സംസാരിക്കാൻ അറിയാമെങ്കിൽ പറയൂ. ന്യൂക്ലിയർ എവിടെ ഇരിപ്പുണ്ട്? അവനോട് ചോദിച്ചു നോക്ക്. ന്യൂക്ലിയറിനോട് ചോദിച്ചു നോക്ക്. ന്യൂക്ലിയർ പകരമൊക്കെ ഇവിടെ ഉണ്ട്. നിന്റെ ഒക്കെ ഖുർആൻ ഇപ്പൊ മുഹമ്മദ് നേരെ ഈസയുടെ കയറിയത് റൂമിലെ സുല്ല് പറഞ്ഞു പോയതാണ്. നിന്റെ ഒക്കെ ഖുർആൻ ഇപ്പൊ ഏറെ കയറി പോയിരിക്കുകയാണ്. മുഹമ്മദ് ഈസ എന്താ തേങ്ങ പറഞ്ഞെന്നാ? മുഹമ്മദ് ഈസക്ക് എന്ത് തേങ്ങ ന്യൂക്ലിയർ അറിയാം? ഇരിക്കട്ടെ, ന്യൂക്ലിയറിനോട് ചോദിക്കടാ. മോനെ അബ്ദു, ഈ നിനക്കിപ്പോ ഒരു വിഷയത്തിൽ നിന്ന് ഇവിടെ നിന്ന് സംസാരിക്കാൻ പറ്റുമോ ഇല്ലയോ? എടാ ഏതെങ്കിലും ഒരു ന്യൂക്ലിയർ വിഷയത്തിൽ നിനക്ക് ഇരിക്കണ്ട. സംസാരിക്കാൻ നിന്റെ പറ്റുമോ ഇല്ലയോ? ന്യൂക്ലിയറിനോട് ചോദിച്ചു. നിനക്ക് പറ്റുമോ ഇല്ലയോ നീ പറ. എല്ലാരും മൈക്ക് എടുക്കരുത്, എല്ലാരും മൈക്ക് എടുക്കല്ലേ. ഒരു സെക്കൻഡ് ഇല്ല, നിക്ക് തരാൻ എനിക്ക് മനസ്സിലായി. ന്യൂക്ലിയർ എനിക്ക് എടുത്തത് മനസ്സിലായി. അവൻ പോയതാണോ വിട്ടതാണോ? അവൻ പോയതാണോ വിട്ടതാണോ? അല്ലല്ല, വിട്ടതൊന്നും അല്ല, അവൻ ഇറങ്ങിപ്പോയതാ. താഴെ ഒന്നും വിട്ടിട്ടില്ല. ഒരു വിഷയത്തിൽ നിന്നിട്ട് ഇവന്മാർക്ക് തന്റെ ഇടം ഉണ്ടെങ്കിൽ ഒരു വിഷയത്തിൽ നിന്ന് ഇവന്മാര് തെളിവ് വെച്ചിട്ട് ഒന്ന് സംസാരിച്ചു കാണിക്കട്ടെ. മുഹമ്മദ് ഈച്ചയുടെ മുൻപിൽ പോയെന്ന്. മുഹമ്മദ് ഈച്ച എന്താ തേങ്ങ പറഞ്ഞിട്ടാ മുഹമ്മദ് ഈച്ചയുടെ മുന്നിൽ പോവാൻ? ഈ മുഹമ്മദ് ഈസയുടെ റൂമിൽ വെച്ച് നബീല് പരസ്യമായിട്ട് മാപ്പ് പറഞ്ഞു. എന്തിനാണെന്നറിയാമോ? സൂറത്ത് ഫാത്തിഹ തെറ്റിച്ചോതിയത് വേദക്കാരായ ക്രിസ്ത്യാനികൾ കണ്ടുപിടിച്ച് തിരുത്തി നീ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് സൂറത്ത് ഫാത്തിഹ തെറ്റായിട്ട് ഓതിയതിന് മാപ്പ് പറയിപ്പിച്ചു. അത് മുഹമ്മദ് ഈസയുടെ റൂമിൽ. ഇവനാണ് എന്ന് വെച്ചാ ഇവനെയാണോ? എടുത്തു വെക്കണം. നബീൽ മൊയ്തീൻ എന്ന് പറഞ്ഞ ബൈബിൾ വിമർശനം നടത്തുന്നവന് ഒന്നാമത്തെ സൂറയുടെ ഒന്നാമത്തെ ആയത്ത് തെറ്റി ചോദി കഴിഞ്ഞപ്പോ രണ്ട് ഉസ്താദുക്കന്മാര് ആര് സുന്നി വോയിസിലുള്ള സാബിത്തും ദാരിമിയുടെ നടുക്കിരുന്നിട്ട് ഈ ഫാത്തിക തെറ്റി ചോദി കഴിഞ്ഞിട്ട് അതുപോലും തിരുത്തി കൊടുക്കാൻ അവർക്ക് പറ്റില്ല. എന്നിട്ട് മുഹമ്മദ് ഈസ മോഡായിട്ടിരിക്കുന്ന റൂമിൽ ചെന്നിട്ട് നീ ഇന്നായത്ത് തെറ്റിച്ചോദി എന്ന് ചൂണ്ടിക്കാണിച്ചപ്പോ പുള്ളി അത് വീണ്ടും കറക്റ്റ് ആക്കി ഓതി. തെറ്റിച്ചോദിയതിന് മാപ്പ് വരെയും പറഞ്ഞു. ആര്? സൂറത്ത് ഫാത്തിക പഠിപ്പിച്ചു കൊടുക്കാൻ ക്രിസ്ത്യാനികൾ വേണ്ടി വന്നില്ലേ? ഒരു ദിവസം 17 പ്രാവശ്യം ചൊല്ലുന്ന ഫാത്തിക പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് ക്രിസ്ത്യാനികൾ വേണ്ടി വന്നു. അതാണോ ഇവൻ പറഞ്ഞത്? വന്നവനിങ്ങോട്ട് കയറ്റി അവരുടെ അടുത്ത് ബാക്കിയോട് സംസാരിക്കട്ടെ. പിന്നെ മുഹമ്മദ് ഈസ ഫേക്ക് ഐഡിയിൽ വന്നിട്ട് ഫേക്ക് നെയിമിൽ വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് എന്റെ പേരെന്താണെന്ന്, എന്റെ ഒറിജിനൽ പേരെന്താണ്. ഞാൻ മുഹമ്മദ് ഈസയോട് ചോദിച്ചു താങ്കളുടെ ഒറിജിനൽ പേരെന്താണ്? അതൊന്ന് കേൾക്കണ്ടാണ്ടോ നസ്രീൻ ബ്രദറെ? എന്നിട്ട് മുഹമ്മദ് ഈസയുടെ അടുത്ത് ഞാൻ ചോദിച്ചു വ്യാജപ്രവാചകനായിട്ട് എന്ന് വെച്ചാൽ പാപം ചെയ്ത മുഹമ്മദിനെ ഫോളോ ചെയ്യുന്നത് എന്തുകൊണ്ട്? പാപം ചെയ്യാത്ത കർത്താവിനെ ഉപേക്ഷിച്ച് പാപിയായ മുഹമ്മദിനെ ഫോളോ ചെയ്ത് പോയത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചപ്പോൾ MM അക്ബറിന്റെ അടിമയായ ഹംസ എന്നെ താഴേക്ക് ഇട്ടു. ഞാൻ എന്തെങ്കിലും മോശമായിട്ട് സംസാരിച്ചായിരുന്നു? മുഹമ്മദ് ഈസയ്ക്ക് എന്താ ഉത്തരം പറയാൻ പറ്റിയില്ലേ? മുഹമ്മദ് ഈസ പറഞ്ഞെന്താണെന്നറിയാമോ? നിങ്ങൾ മനസ്സിലാക്കിയ പോലെയല്ല ഞങ്ങൾ മനസ്സിലാക്കിയെന്ന്. ഞങ്ങൾ മനസ്സിലാക്കിയ പോലെയാണോ ബൈബിൾ മുഹമ്മദ് ഈസ മനസ്സിലാക്കിയേക്കണേ? നാണമില്ലാത്തവന്മാര്. അല്ല ന്യൂക്ലിയർ ആക്ച്വലി ഖുറാൻ തെറ്റിക്കുമ്പോ എന്തോ ഒരു ശിക്ഷയില്ലേ, അതെന്നാന്നൊന്ന് പറയാവോ? അതെനിക്ക് അറിയില്ല. ചിലപ്പോ ഉണ്ട്, പക്ഷെ നമുക്ക് ഓർമ്മ പറഞ്ഞില്ല.
അല്ല ഞാൻ ആലോചിക്കണേ, ഈ ഒന്നാമത്തെ സൂറയുടെ ഒന്നാമത്തെ ആയത്ത് പോലും അറിയാൻ പാടില്ലാത്തവനാണ് ഖുറാൻ ബൈഹാർട്ടാണ് എന്നും പറഞ്ഞുകൊണ്ട് ബൈബിൾ വിമർശനത്തിന് ഇറങ്ങിയേക്കണേ. അപ്പൊ ഈ നബീൽ മൊയ്തീൻ ഇനി ആരോടെങ്കിലും വല്ല ചോദ്യം ചോദിക്കുകയാണെങ്കിൽ പറയണം, എടാ ക്രിസ്ത്യാനികളല്ലടാ സൂറത്ത് ഫാത്തിഹ നിനക്ക് പഠിപ്പിച്ചത്, അപ്പൊ ആ ക്രിസ്ത്യാനികളെ നീ എന്തും പറഞ്ഞുകൊണ്ടാ ചോദ്യം ചെയ്യാൻ പോണെന്ന് ചോദിക്കും. ഇനിയും വല്ല ഹദീസോ ഖുറാനായത്തോ തഫ്സീറൊക്കെ വേണമെങ്കിൽ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാന്ന് പറ. ഇത് ഈ ഡിബേറ്റ് കലക്കി അല്ലേ മറ്റേ അത് മലവാണൊക്കെ വിളിച്ച് തന്നെ ഫാത്തിഹ അറിയില്ല അവന് നബീൽ, അത് തന്നെ, അത് ആ ഡിബേറ്റുകളിലേക്ക് തന്നെ സൂറ ഫാത്തിഹ ചോദിച്ചപ്പോ രണ്ടാമത്തെ ആയത്താ ഒന്നൊന്നും പറഞ്ഞ് ഊതിയേക്കണേ. എന്നിട്ട് പുള്ളി പറയാ അമേരിക്കയിൽ വന്ന് ഒരാളുടെ അടുത്ത് സൂറത്ത് ഫാത്തിഹ ചോദിച്ചാൽ അവിടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയും. അതുപോലെ തന്നെ അട്ടപ്പാടി ചോദിച്ചാലും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയും. പക്ഷെ പുള്ളിക്ക് അറിയാൻ പാടില്ല ഒന്നാമത്തെ ഏതാന്ന്. എന്നിട്ട് ഇതിനെ വെളുപ്പിക്കാനായിട്ട് ഒരാൾ ഖുറാനായത്തോ തെറ്റി ചോദിക്കഴിഞ്ഞാൽ അത് തിരുത്തി കൊടുക്കേണ്ട ഒരു സ്വാഭാവിക ഒരു മര്യാദ ഇല്ലേ? അപ്പൊ ഈ നഹാസിനെ വിളിച്ചിട്ട് ഞാനും അലം ബ്രദർ എണ്ണിച്ചു. സൂറത്ത് ഫാത്തിഹയുടെ ഒന്നാമത്തെ ആയത്ത് ഏതാന്ന് ചോദിച്ചപ്പോ പുള്ളി പറഞ്ഞു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നുള്ള ആയത്ത് പുള്ളി ഓതി. ഞങ്ങൾ 1 by 1 ആയിട്ട് ഓടിയിട്ട് പുള്ളി എങ്ങനെ ഓടിയിട്ടും 6 ആയത്ത് വരെ എത്തുന്നുള്ളൂ. ഏഴാമത്തെ ഏതാന്ന് ചോദിച്ചപ്പോ പുള്ളി പറയണേ ആമീനാണെന്ന്. ഞാൻ ചോദിച്ചു ഇത് ഏത് ഖുറാനിലാണ് ഉള്ളതെന്ന് ചോദിച്ചപ്പോ ആ ഖുറാൻ പുള്ളി പറഞ്ഞ ഖുറാൻ എടുത്ത് പിൻ ചെയ്ത് കഴിഞ്ഞപ്പോ പുള്ളി അവിടെ കിടന്ന് തെയ്യം കളിക്കണത് അപ്പുറത്തെ എക്യുപ്രദന്റെ റൂമിൽ നമുക്ക് കാണാം. സ്വന്തം പുസ്തകം അറിയാത്തവന്മാരാ ബൈബിൾ വിമർശനത്തിൽ വന്നേക്കണം. എടാ നിസു അവനെ ഇപ്പൊ ക്രൂശി തൂക്കേണ്ടി വരുമല്ലോടാ, അതുമല്ല ഡെത്ത് അലംബ്രദർ പെനാൽറ്റി ആണ്. ഞാൻ എല്ലാരും കമന്റ്സ് കേൾക്കണോട്ടോ. ഇട്ടിട്ടുണ്ട് അതിന്റെ ഡീറ്റെയിൽസ്. ഇന്ന് എല്ലാരും കേൾക്കണം. നിസു വന്നു കഴിഞ്ഞപ്പോ ഇന്ന് നമ്മുടെ ലെഗിയോൻ നിസു വന്നു കഴിഞ്ഞപ്പോ ഞാൻ ലെഗിയോൻ നിസുവിന്റെ അടുത്ത് വേറെ ഒരു ചോദ്യമാണ് ഞാൻ നിസുവിന്റെ അടുത്ത് വളരെ സിമ്പിൾ ആയിട്ടൊരു ചോദ്യം ചോദിച്ചു. ഖുറാനിന്നോ ബൈബിളിന്നോ ഒന്നും ചോദിച്ചില്ല. കാരണം നിസുവിന് ഖുറാനും ഇതൊന്നും അറിയാൻ പാടില്ലാത്തതുകൊണ്ട് നിസുവിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഞാൻ ഒന്നിൽ നിന്നും ഞാൻ ചോദിക്കുന്നു. ഞാൻ ഒരൊറ്റ ചോദ്യം ചോദിക്കുന്നുള്ളൂ. 9 വയസ്സുള്ള കുട്ടിയെ ആരെങ്കിലും ലൈംഗികമായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവനെ ശിശുഭോഗി എന്ന് വിളിക്കാൻ പറ്റുമോ? ഈ ചോദ്യം ചോദിച്ച് തീരണതിന് മുമ്പ് നിസ് ചോദിച്ചു 3 വയസ്സുള്ള കുട്ടീനെ ഉപയോഗിച്ചാൽ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു പറ്റും. 3 വയസ്സുള്ള കുട്ടീനെ ലൈംഗികമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ശിശുഭോഗി എന്ന് വിളിക്കാൻ പറ്റും. പക്ഷെ നിസൂന്നല്ല, ഈ 1.2 ബില്യൺ മുസ്ലിംസ് ഉണ്ടെന്നാ പറയുന്നത്. ഈ മുസ്ലിങ്ങളോട് ആരോട് ചോദിച്ചാലും ഈ ഒരു ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരം കിട്ടില്ല. മറ്റേ 9 വയസ്സുള്ള കുട്ടിയെ ലൈംഗികമായിട്ട് ഉപയോഗിച്ചവനെ ശിശുഭോഗി എന്ന് വിളിക്കാൻ പറ്റുമോ? അത് വെദർ ഇറ്റ്സ് മാരീഡോ അൺമാരീഡോ മനസ്സമ്മതം കഴിഞ്ഞോ അല്ലെങ്കിൽ പ്രേമിച്ചതാണോ ഡസന്റ് മാറ്റർ. 9 വയസ്സുള്ള കൊച്ചിനെ ലൈംഗികമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്രിസ്ത്യാനി എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ പറയും ഇല്ല, അങ്ങനെ ചെയ്യണവൻ അവനൊരു ശിശുഭോഗിയാണെന്ന്. ഏത് ക്രിസ്ത്യാനി എടുത്ത് ചോദിച്ചാലും ഒരു സംശയമില്ലാതെ പറയും. പക്ഷെ ഈ ചോദ്യം പറയാൻ ഇതിന് ഉത്തരം പറയാൻ നട്ടലുള്ള ഏതെങ്കിലും ഒരു മുസ്ലിങ്ങളുണ്ടോ? 9 വയസ്സുള്ള കുട്ടിയെ ഞാൻ ഖുറാൻ ചോദിക്കുന്നില്ല, ഞാൻ ഹദീസ് ചോദിക്കുന്നില്ല, ഞാൻ ഒരു സിമ്പിൾ ചോദ്യം. 9 വയസ്സുള്ള കുട്ടിയെ ഒരുത്തൻ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്തു കഴിഞ്ഞാൽ അവനെ ശിശുഭോഗി എന്ന് വിളിക്കാൻ പറ്റുമോ? ഇവിടെ ന്യൂക്ലിയർ എവിടെ പോയി? മുനീർ താഴെ ഇരിപ്പുണ്ട്. മുനീർ ഒന്ന് കേറി വന്നിട്ട് ഒന്ന് പറയാമോ? താങ്കൾ ഖുറാനോ ഹദീസോ ഒന്നും എടുക്കണ്ട. 9 വയസ്സുള്ള കുട്ടിയെ ലൈംഗികമായിട്ട് ഉപയോഗിച്ചവനെ ശിശുഭോഗി എന്ന് വിളിക്കാൻ പറ്റും? ഞാൻ താങ്കളുടെ പ്രവാചകനെ ആരെയും ഒന്നും അഡ്രസ് ചെയ്യുന്നില്ല. താങ്കൾക്ക് പറയാനുള്ള നട്ടലുണ്ടോ? നബീലാണ് ഞങ്ങൾക്ക് ഇതുപോലുള്ള ആശയങ്ങളൊക്കെ കൊണ്ടുവന്നു തന്നത്. അപ്പൊ നബീലിന് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ഞാൻ ഇട്ട കമന്റ് ഒന്ന് നോക്കിയാൽ നല്ല. അതിൻ്റെ അകത്ത് ബേസിക്കലി അവന് ഇപ്പം ക്യാപിറ്റൽ പണിഷ്മെന്റ് ഉള്ള ഇതായി ആസ് പെർ ഇസ്ലാം. ഫാത്തിഹ തെറ്റിച്ച് ഓതിയവനാണ്. MM അക്ബറിന്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ആക്റ്റീവ് ആയിട്ടുള്ള മെമ്പറാണ്. സുഹൃത്ത് ഫാത്തിഹ അറിയാൻ പാടില്ല, എന്നിട്ട് അവൻ ബൈബിൾ വിമർശിച്ചുകൊണ്ട് വരിക. അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. ഇപ്പോ ഞാനിവിടെ പറയുന്നില്ല എനിക്ക് ബൈബിളിൽ എല്ലാ വചനങ്ങളും ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ എനിക്ക് എല്ലാം ബൈഹാർട്ടാണെന്ന് പറയുന്നില്ല. പക്ഷെ ഈ പറയുന്നവനുണ്ടല്ലോ, ഈ നബീലി ഇത് ക്ലെയിം ചെയ്യണവനാ. ന്യൂക്ലിയർ ഇവർ ഈ ഫാത്തിഹ ഒരു ദിവസം എത്ര പ്രാവശ്യം ഓതുന്നുണ്ട്? 17 പ്രാവശ്യം ഓതുന്നുണ്ട്. 17 പ്രാവശ്യം. അടിപൊളി. ബെസ്റ്റ് കണ്ണാ, ബെസ്റ്റ്. ഓക്കെ. അതിന്റെ ആദ്യത്തെ ആയത്ത് പഠിപ്പിച്ചു കൊടുക്കാൻ ക്രിസ്ത്യാനി വേണ്ടി വന്നു. ഇപ്പൊ അച്ചൻകുഞ്ചായൻ പറഞ്ഞില്ലേ നമ്മളിപ്പോ 500 ദിവസം റൂം ഇട്ടിട്ട് എന്ത് സംഭവിച്ചു? ഇപ്പൊ ദേ കണ്ടില്ലേ, ഒരു മുസ്ലിമിനെ അവൻ ഇത്രയും 10-30 വർഷം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഒരു ആയത്ത് പഠിപ്പിച്ചു കൊടുക്കുന്ന ക്രിസ്ത്യാനിയാണ്. അപ്പൊ ഇതൊക്കെ ഒരു വലിയൊരു നേട്ടം തന്നെയല്ലേ?
ന്യൂക്ലിയർ എൻ്റെ അടുത്ത് അവൻ മുനാഫിക്കാന്ന അല്ല വേറെ ഒന്നുമല്ല. നമുക്ക് പക്കാ തീവ്രവാദിയാ. നമുക്ക് ന്യൂക്ലിയർ അതൊന്ന് ഓഡിയോ എടുക്കണം കേട്ടോ. അത് ഓഡിയോ പ്ലേ ചെയ്ത് നമുക്കൊന്ന് കേൾപ്പിക്കണം. അതെ 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 അബ്ബാസ് ബ്രദറെ പ്രൈസ് ലോഡ്. ഇവന്മാര് നമ്മൾ പഠിപ്പിച്ച കാര്യം. അതെ 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 അതെ. പിന്നെ മുഹമ്മദ് ഈസയ്ക്ക് ഇസ്ലാമിനെ പറ്റി ഒരു തേങ്ങയും അറിയത്തില്ല എന്ന് മുഹമ്മദ് ഈസ പിന്നെയും ഇന്നലെയും വന്നിട്ട് മുഹമ്മദ് ഈസ തെളിയിച്ചു കഴിഞ്ഞു. മുഹമ്മദ് ഈസ ഇവിടെ അപ്പൊ പുള്ളിയോട് തന്നെ ചോദിച്ച വിഷയമാണ്. മുഹമ്മദിന്റെ സമയത്തുള്ള സഹാബിമാരും മുഹമ്മദും യാഗമർപ്പിക്കാൻ കൊണ്ടുപോയത്, ഇബ്രാഹിം നബി യാഗമർപ്പിക്കാൻ കൊണ്ടുപോയത് ആരെയാണ് എന്നാണ് മനസ്സിലാക്കിയത്. മുഹമ്മദ് ഈസ പറയുന്നു, അത് ഞങ്ങൾ മുസ്ലിങ്ങൾ മനസ്സിലാക്കുന്നത് ഇസ്മായിലിനെയാണ്. അതല്ല ചോദിച്ചത്. ചോദിച്ച ചോദ്യം മുഹമ്മദിന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന സഹാബികളും മുഹമ്മദും ആരെയാണ് ഇബ്രാഹിം നബിയാഗം അർപ്പിക്കാൻ കൊണ്ടുപോയത്, തെളിവുകൾ വെച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. മുഹമ്മദ് ഈസ അതിന് ഉത്തരം പറഞ്ഞിട്ടില്ല. പാവം മുഹമ്മദ് ഈസ അവിടെ കിടന്ന് മെഴുകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവരുടെ തന്നെ ഹദീസുകളിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തുന്നു, യാഗമർപ്പിക്കാൻ കൊണ്ടുപോയത് ഇഷഹാക്കിനെയാണ്. മുഹമ്മദിന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന സഹാബിമാരും അതുപോലെയാണ് വിശ്വസിച്ചിരുന്നത്. അതുപോലെ തന്നെ നസ്രീം ബദറെ ആ, അവരുടെ അതേ റൂമില് അതേ ഹദീസ് ഇട്ടിരിക്കുന്നു. ഞാൻ അതിന് എടുത്തുകൊണ്ട് വന്ന് നോക്കുമ്പോ ഇസാഖിനെ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അതെ അതെ ഇന്നലെ അതെ തന്നെ അതെ. അല്ലല്ല അവർ അല്ല ഇന്നലെ നമ്മൾ കൊടുക്കുന്ന തെളിവ് അവന്മാരെ എടുത്തോണ്ട് പോകുന്നത് ഇവിടെ. എന്നിട്ട് അത് തന്നെ ഇട്ടത്, അത് ഇസാഖ് തന്നെയാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. അതുമല്ല നസ്രൻ ബ്രദർ ഒരു കാര്യം. എന്നിട്ട് ഇസ്മായിൽ എന്ന് മറ്റേ പറയുന്നത് ഈ മിസ്കാത്തൽ മസബീക്കിന് ഒരു തെളിവ് കൊടുത്തു കഴിഞ്ഞപ്പോ നമ്മുടെ ഡിബേറ്റ് കലക്കി വന്നിട്ട് പറയുന്നത് അതിന് സനദില്ലാന്ന്. അപ്പൊ സനദില്ല, ഇത് വ്യാജമാണ്, ഇത് കള്ളത്തരം എഴുതി വെച്ചേക്കുന്നത്. ഇത് എഴുതി വെച്ചേക്കുന്ന എക്യുപ്പാണോ? ഇവന്റെ പണ്ഡിതന്മാർ സനദില്ലെങ്കിൽ ഇവന്റെ ന്യൂക്ലിയർ ബദറെ, പ്രവാചകനെ സനദില്ലെങ്കിൽ ആ ഹദീസ് അവിടെ വരാൻ സാധ്യതയുണ്ടോ? ഇവന്മാർ എന്ത് വൃത്തികേടാണ് ഈ പറയുന്നത്. ചുമ്മാ അതങ്ങ് പറഞ്ഞോളൂ അതിന് സനദില്ലെന്ന്. ആര് പറഞ്ഞു അതിന് സനദില്ലെന്ന്? അതിന്റെ താഴെ അറബിയിൽ വളരെ കൃത്യമായി അതിന്റെ സനത് കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല, മുസ്നാദ് അഹമ്മദിനകത്ത് സനത് കൊടുക്കുന്നുണ്ട്. മുസ്നാദ് അഹമ്മദിനകത്ത് മുഹമ്മദ് തന്നെ പറയുന്നതാണ്. അപ്പൊ അത് ഇവന്മാർക്ക് എങ്ങനെയെങ്കിലും ഇതിനെ തള്ളണം, തെളിവുകൾ തള്ളുക. ഖുറാനിൽ ഇത് പറയുന്നില്ല എന്നുള്ളത് നമ്മുടെ നഹാസ് വ്യക്തമായിട്ട്, ഞാൻ നഹാസിന്റെ അടുത്ത് ചോദിച്ചാണ്, ഖുറാനിൽ പറയുന്നുണ്ടോ ഇസ്മായിലിനെയാണ് ബലി കഴിക്കാൻ കൊണ്ടുപോയത്? നഹാസ് പറഞ്ഞു ഇല്ല, അങ്ങനെ പറയുന്നില്ല എന്ന് പറഞ്ഞു. ഇല്ലാത്ത ഒരു ഉളുപ്പില്ലാതെ ഇങ്ങനെയാണെന്ന് വെളുപ്പിച്ചോളൂ. മുഹമ്മദ് ഈസ ഇന്നലെ പറയുക, ഖുറാനകത്ത് നമ്മൾ വായിച്ചു വരുമ്പോൾ അത് നമുക്ക് മനസ്സിലാകുന്നത് അത് ഇസ്മായിലിനെയാണെന്ന്. ഇത്രയും വർഷം കൊച്ചിലെ തൊട്ട് ഇവൻ ബൈബിള് വായിച്ച് ബൈബിളിൽ കൃത്യമായി അതിനകത്ത് ആരെയാണ് യാഗം അർപ്പിക്കാൻ കൊണ്ടുപോയെന്ന് വളരെ കൃത്യമായി പറയുന്ന ബുക്ക് വായിച്ചിട്ട് അവൻ അവിടോട്ട് ചെന്നപ്പോ അറ്റം മുറിച്ചതിന് ശേഷം ഇവന്റെ തലച്ചോറും മുറിഞ്ഞുപോയി. എന്നിട്ട് അവൻ പറയാ, ഖുറാൻ വായിച്ചു വരുമ്പോഴില്ലേ ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് അത് ഇസ്മായിൽ ആണെന്നാണ്. ഇത് തർക്കമൊന്നുമില്ലെന്ന്. തർക്കം ഉണ്ടല്ലോ നിന്റെ ആൾക്കാരുടെ ഇടയിൽ തന്നെ. അത് ഭയങ്കര ഒരു തർക്കമാ, ആർക്കും അറിയത്തില്ല. ഖുറാൻ വായിച്ചു കഴിഞ്ഞാൽ അവിടെ ക്ലാരിറ്റി ഇല്ല അത് ആരെ പറ്റിയാണ് പറയുന്നത്. എന്നാൽ വളരെ കൃത്യമായി മുഹമ്മദ് പറയുന്നുണ്ട്, മുഹമ്മദിന്റെ സഹാബാക്കൾ പറയുന്നുണ്ട്, ഏർലിയസ്റ്റ് സ്കോളേഴ്സ് പറയുന്നുണ്ട്, അതുപോലെ തന്നെ ഇവരുടെ എന്തുവാ തബരിയുടെ ഗ്രന്ഥങ്ങളിൽ വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട് ഇത് ആരെയാണ് യാഗമർപ്പിക്കാൻ കൊണ്ടുപോയത്. അതുപോലെ നസ്ര ബ്രദർ, ഈസയ്ക്ക് അറിയാത്ത ഞങ്ങളുടെ പ്രശ്നം. ഇന്ന് നമ്മുടെ നാസർ, നമ്മുടെ മലപ്പുറം മദ്രസ നാസർ അവിടെ ഇരുന്ന് പറയണേ, യാസിർ ഖാദി അങ്ങനെ എന്തൊരു പണ്ഡിതനാണെന്ന് പറഞ്ഞു. അയാൾ ആരാണ് ഇസ്ലാമിന്റെ എന്ന് ചോദിക്കുന്നത്. മനസ്സിലായോ? യാസിർ ഖാദിനെ അതുപോലും അറിയാൻ പാടില്ല. യാസിർ ഖാദി ആരാണെന്ന് ആരോടാ നമ്മൾ ഈ പറയണേ? റസാഖ് ടീമുകളുടെ, അതാണ് ഹൈലൈറ്റ്. യാസിർ ഖാദിയെ പറ്റി ഇസ്ലാമിക ലോകത്ത്, സ്പെഷ്യലി ഈ ദാവ പ്രവർത്തനത്തിലുള്ള ഇസ്ലാമിക ലോകത്തുള്ള പണ്ഡിതന്മാർക്ക് ആർക്കും തന്നെ യാസിർ ഖാദിയെ അറിയാത്തവരാരും തന്നെ കാണത്തില്ല. ഇസ്ലാമിക ലോകത്ത് ഇച്ചിരെങ്കിലും പഠിത്തമുള്ളത് ഷബീർ അലിയും യാസിർ ഖാദിയും മാത്രമോ, വേറെ ആരും ഇല്ല ഇവന്മാർക്ക്. എന്നിട്ട് യാസിർ ഖാദി ആരാന്നറിയാം. പുള്ളി വിചാരിച്ച ഏതാണ് മദ്രസയിലെ ഉസ്താദ്, മറ്റേ ബാങ്ക് വിളിക്കുന്ന ഉസ്താദാട്ടെന്ന് വിചാരിച്ചേണെന്ന് എനിക്ക് തോന്നുന്നു. ഈ ദാരിമീനെയൊക്കെ പോലത്തെ ഒരു ലെവലിലാണ് പുള്ളി ഉണ്ടാക്കണേ. എന്ത് പറയാനാണ് ഈ യാസിർ ഖാദിയും അതെ, ഈ ഡിബേറ്റ് ചെയ്യുന്ന ഈ യാസിർ ഖാദി അതെ, ഷബീർ അലി അതെ, ഈ രണ്ടുപേരും പറയുന്നുണ്ട് ഈ ഇസ്ലാമിക് ഇവരുടെ നരേറ്റീവ്സിൽ ഹോൾസ് ഉണ്ടെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഈ ഷബീർ അലിയുടെ ഒരു ഇതുണ്ട്, അതിൽ പറയുന്നത്, ഷബീർ അലി പറയുന്നത് പ്രിയുത് മാനി ഖുറാനിൽ എന്താണെന്ന് അറിയാനായിട്ട് പുള്ളിക്ക് താല്പര്യം ഉണ്ടെന്ന് പറയണേ. കാരണം ഇന്നുള്ള ഖുറാനും പ്രിയുത് മാനി ഖുറാനും മാച്ചിങ് അല്ലെന്നല്ല അതിന്റെ എക്സാക്ട് മീനിങ്.
ഇവര് അതിന് പറയുന്നത് എവിടുന്ന് എടുത്തോണ്ട് വരും ബ്രദറെ? പ്രിയ ഉത്മാനി ഖുറാൻ ഇവരുടെ കയ്യിൽ ഇല്ലല്ലോ. പ്രിയ ഉത്മാനി ഖുറാനുകൾ എല്ലാം കത്തിച്ചു കളഞ്ഞില്ലേ? അത് ശരിയാണ്. കത്തിച്ചു പക്ഷെ കളഞ്ഞപ്പോ പിന്നെ ഖുറാനുകൾ ഇല്ലല്ലോ. അത് കറക്റ്റ്. പക്ഷെ ഈ മദ്രസ പൊട്ടന്മാര് വിചാരിച്ചിരിക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുഹമ്മദ് എഴുതി കൊടുത്തതിന്റെ അതേ കോപ്പിയാണ് കയ്യിലിരിക്കണേന്നാ ഇവിടുത്തെ ആൾക്കാർ വിചാരിച്ചേക്കണേ. നമ്മുടെ ഈ സാബിത്ത് ഉസ്താദ് ടീം വിചാരിച്ചേക്കണേന്ന് വെച്ചാൽ അള്ളാഹു അങ്ങോട്ട് മറ്റേ ഇറക്കി കൊടുത്തേക്കണ അത് തന്നെയാണ് കയ്യിലിരിക്കണേന്നുള്ള. പക്ഷെ മറ്റേ ഇവർ വെസ്റ്റിലുള്ളവർക്കൊക്കെ മനസ്സിലായി ആ സാധനമൊക്കെ മാറി ഇപ്പൊ 1924ന്റെ മോഡിഫൈഡ് വെർഷൻ ആയിരിക്കണേന്നുള്ളത്. സമ്മതിച്ചു തരാത്തത് ഇപ്പൊ ഉസ്താദുമാരാണ്. പക്ഷെ അത് സമ്മതിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതാണ് അഹമ്മദ് ജുനൈദ് പറഞ്ഞത്. പലതരം ഖുറാൻ ഉണ്ടാവും, പക്ഷെ തഫ്സീർ ഒരെണ്ണുള്ളൂ. അത് കൈയടിച്ച് ഇവര് പ്രോത്സാഹിപ്പിച്ചില്ലേ? പലതരം ഖുറാനുകളുണ്ട്, പക്ഷെ തഫ്സീർ ഒറ്റ ഒരെണ്ണുള്ളൂ. ഈ വാദം അന്നത്തെ ഡിബേറ്റിനോടുകൂടി വന്നേ. പലതരം ഖുറാനുണ്ട്, പക്ഷെ ഈ ഖുറാനുകൾക്കെല്ലാം കൂടെ ഒരു തഫ്സീർ ഉണ്ട്. ഈ തഫ്സീർ എഴുതിയത് ആരാ? ഏത് പണ്ഡിതനാ ഈ തഫ്സീർ എഴുതിയത്? ആരാ? അവരുടെ ഇടയിൽ തന്നെ ഏതാണ്ട് തഫ്സീറുകൾ ഏതാണ്ട് 7 8 10 സ്കോളേഴ്സിന്റെ തഫ്സീറുകളുണ്ട്. ഖുറാൻ എക്സിനകത്ത് ഇഷ്ടംപോലെ തഫ്സീറുകളുണ്ട്. ഏറ്റവും കൂടുതൽ തഫ്സീറുകൾ ഞാൻ അറബിയിലുള്ള തഫ്സീറുകൾ കണ്ടിട്ടുള്ളത് altafsir.com altafsir.com ഇംഗ്ലീഷ് തഫ്സീറുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അറബി തഫ്സീറുകളാണ് കൂടുതലും ഉള്ളത്. ഖുറാൻ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ തഫ്സീർ ഒന്നേ ഉള്ളൂ. എന്തുവാ ഈ പറയുന്നേ? എന്റെ പ്രിയ മുസ്ലിം സുഹൃത്തുക്കളെ, നിങ്ങൾ എന്തോ പറയുന്നേ ഇത്? നബീല് പറയുന്ന altafsir.com ഓറിയന്റലിസ്റ്റിന്റെ ഉണ്ടാണ്. കാരണം തൻവീർ അൽ മിക്കബാസ് പ്രിന്റ് ചെയ്ത് വിടുന്ന ജോർദാൻ അത് ഉണ്ടല്ലോ. അപ്പൊ അവര് ഓറിയന്റലിസ്റ്റ് ആന്ന് പറയുന്നത്. തൻവീർ അൽ മിക്കബാസ് ജോർദാൻ രാജാവ് പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന ഏതാണ് റോയൽ അൽ ബയാത്ത് ഇൻ തോട്ട്സ് എന്നുള്ള ആ ഈ ജോർദാൻ ജോർദാനിൽ ഇരിക്കുന്ന ഈ ഇസ്ലാമിന്റെ ഈ സ്ഥലത്ത് പ്രിന്റ് ചെയ്ത് വിടുന്ന ഈ ഗ്രന്ഥം ഓറിയന്റലിസ്റ്റ് അടിച്ചിറക്കിയതാന്ന് പറഞ്ഞാണ്. അത് എടുക്കാൻ പറ്റില്ല. പക്ഷെ പുള്ളി മറ്റേ കണ്ട അപ്പൂപ്പ സൈറ്റിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മളൊരു ചോദ്യം ചോദിക്കും. ആരാ ഇതെന്താണ് ഈ അബ്രഹാം ബ്രദർ ഇരിപ്പുണ്ട്? ഓറിയന്റലിസ്റ്റ്? എന്തുവാണ് ഈ ഓറിയന്റലിസ്റ്റുകള്? എന്താണ്? എന്റെ പ്രിയ, ഇത്രയും നാളുകളായിട്ട് ഞാൻ ചോദിക്കുന്ന ഒരു കാര്യമാണ്, എനിക്ക് അറിയേണ്ട വിഷയമാണ്. നിങ്ങൾ എന്തുവാണ് ഈ ഓറിയന്റലിസ്റ്റ് എന്ന് പറയുന്നത്? എന്താണ്? ഇസ്ലാമിന്റെ ശത്രുക്കൾ ഓറിയന്റലിസ്റ്റുകൾ ആരാണിത്? സൗദി അറേബ്യയിൽ ഇരിക്കുന്ന പ്രിൻസോ, അതോ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഷെയ്ഖുകളോ, അതോ അൽ അസർ യൂണിവേഴ്സിറ്റിയിലെ പണ്ഡിതന്മാരോ? ആരാ ഈ ഓറിയന്റലിസ്റ്റുകാരാ? കാരണം അവരാരും പറയുന്നില്ല ഇത് എടുക്കാൻ പറ്റത്തില്ലെന്ന്. സുന്നി മുസ്ലിമായ ജോർദൻ രാജാവ് ഓറിയന്റലിസ്റ്റ് ആണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം നബീല് പറഞ്ഞ തൻവീർ അൽ മിക്കബാസ് പ്രിന്റ് ചെയ്തിരിക്കുന്ന ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന വ്യക്തിയാണ് ഈ ജോർദൻ രാജാവ്. പുള്ളി ഓറിയന്റലിസ്റ്റ് ആണ്. കാരണം തൻവീർ അൽ മിക്കബാസ് പുള്ളിയാണല്ലോ, പുള്ളിയുടെ താഴെ മൂക്കിന്റെ താഴെ നിന്നാണ് ഈ സാധനം പ്രിന്റ് ചെയ്ത് ഇറക്കുന്നത്. പിന്നെ മുസ്ലിങ്ങളുടെ വാദപ്രകാരം നമ്മുടെ അച്ചമുൻചായം വരെ ഓറിയന്റലിസ്റ്റ് ആണ്. നിങ്ങൾ എപ്പോഴാ ഓറിയന്റലിസ്റ്റ് ആയത്? ഓറിയന്റലിസ്റ്റുകൾ, ഈ ഹദീസ് എഴുതുന്നവർ ഓറിയന്റലിസ്റ്റുകളായിരുന്നോ? ഹദീസിനകത്ത് വളരെ കൃത്യമായി മുഹമ്മദിന്റെ മരണത്തെ പറ്റി ആയിഷ രേഖപ്പെടുത്തുന്നുണ്ട്. ആയിഷ ഓറിയന്റലിസ്റ്റ് ആയിരുന്നോ? ആയിരുന്നെന്നാ എന്റെ ഒരു അഭിപ്രായം കേട്ടോ. ആയിഷ രേഖപ്പെടുത്തുന്നു, മുഹമ്മദിന്റെ മരണത്തിന്റെ സമയത്ത് മുഹമ്മദ് ഒരു ബേസിൻ, ഒരു പാത്രം കൊണ്ടുവരാൻ പറഞ്ഞു. അദ്ദേഹം അതിനകത്തോട്ട് മൂത്രമൊഴിച്ചു, എന്നിട്ട് അദ്ദേഹം മരണപ്പെട്ടു, മരിച്ചു. ആയിഷ ഓറിയന്റലിസ്റ്റ് ആയിരുന്നോ? പറയൂ. സുനൻ അബൂദാവൂദ് ഓറിയന്റലിസ്റ്റ് ആയിരുന്നോ? ബുഖാരി ഓറിയന്റലിസ്റ്റ് ആയിരുന്നോ? ആരായിരുന്നു ഓറിയന്റലിസ്റ്റ്? ഈ എഴുതി വെച്ചിരിക്കുന്ന നിങ്ങളുടെ പണ്ഡിതന്മാര്, അല്ലെങ്കിൽ ഏർലിയസ്റ്റ് ആയിട്ടുള്ള സഹാബാക്കള്, താബിയങ്ങള്, ഇവരെല്ലാവരും ഓറിയന്റലിസ്റ്റുകളാ. ഇവർക്കാർക്കും ഇസ്ലാം അറിയാത്തത് കൊണ്ടാണ് ഇവരെ എഴുതി വെച്ചിരിക്കുന്നത്. ചുമ്മാ ഓറിയന്റലിസ്റ്റ് ഓരോരുത്തരെ ഓറിയന്റലിസ്റ്റ് ആക്കിയിട്ട് രക്ഷപ്പെടാവുന്ന ഇവന്മാരുടെ വിചാരം. ഏറ്റവും ആദ്യമത്തെ ഓറിയന്റലിസ്റ്റ് ഇല്ലേ, മുഹമ്മദിന്റെ അടുത്ത് വന്ന മലക്കാനോ? ലീസിസ്റ്ററെ, പ്രൈസ് ലോർഡ്. സാം ബ്രദർ, ഗുഡ് മോർണിംഗ്. അബ്ബാസ് ബ്രദറെ, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ നമ്മുടെ വിഷയം പിന്നെ അവിടെ തന്നെ വന്ന് നിൽക്കുകയാണ്. റാഷി ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണത്തെ പറ്റി വളരെ മോശമായ രീതിയിൽ റാഷി ഇവിടെ സംസാരിച്ചു. റാഷി ഇവിടെ പറഞ്ഞത്, നിങ്ങളുടെ ദൈവത്തെ തല്ലിക്കൊന്നല്ലേടാ നിങ്ങളുടെ ദൈവത്തെ യഹൂദന്മാര് കൊന്നത്. യഹൂദന്മാരല്ല കർത്താവിനെ ക്രൂശിൽ കയറ്റിയത്, റോമാക്കാരാണ്.
ഞങ്ങളുടെ കർത്താവിന്റെ മരണം എന്ന് പറയുന്നത് പ്രവചനങ്ങളുടെ നിവൃത്തിയായിരുന്നു. ഇശയ്യാവിന്റെ പ്രവചനത്തിൽ വളരെ കൃത്യമായി കർത്താവ് എങ്ങനെ മരിക്കും, കർത്താവ് എങ്ങനെ ഉയർത്തെഴുന്നേൽക്കും, കർത്താവ് എന്തിനാണ് മരിക്കുന്നത്, കർത്താവ് മനുഷ്യരുടെ പാപത്തിന് പരിഹാരമായിട്ടാണ് മരിച്ചത് എന്ന് വളരെ കൃത്യമായി പ്രവചനങ്ങൾ പറയുന്നുണ്ട്. അത് പറയുന്നതിൽ ഞങ്ങൾക്കൊരു നാണമില്ല. പക്ഷെ അതിനെ മോശമായ രീതിയിൽ റാഷി ഇവിടെ പറയുകയുണ്ടായി. അപ്പൊ ഞങ്ങളുടെ ചോദ്യം പിന്നെ സ്വാഭാവികമായിട്ടും ഞങ്ങൾ ചോദ്യം ചോദിക്കും, ശരി, നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണത്തെ പറ്റി നിങ്ങൾ വളരെ മോശമായിട്ട് പറയുന്നു, കുഴപ്പമില്ല. മുഹമ്മദിന്റെ മരണം, അല്ലെങ്കിൽ മുഹമ്മദ് എന്ന അബൂ ഖാസിം എന്ന് നാട്ടുകാർ അറിഞ്ഞിരുന്ന മുഹമ്മദിന്റെ മരണം വിഷം തിന്നിട്ടാണോ അദ്ദേഹം മരണപ്പെട്ടത്, അദ്ദേഹം മയ്യത്തായത് എന്ന് റാഷിയും റാഷിയുടെ കൂട്ടത്തിലുള്ള സഹ കൂട്ടുകാരും ഇവിടെ വന്ന് പറയണം. എങ്ങനെയാണ് മുഹമ്മദ് മരിച്ചത്, മുഹമ്മദിന്റെ മരണം എങ്ങനെയായിരുന്നു, നിങ്ങൾ വന്ന് ഇവിടെ വന്നിട്ട് പറയുക. അതിലും ഫഹദുണ്ട് നിങ്ങൾ കേട്ടോ, എന്ന് വന്ന് ഫഹദ്. ഇവിടെ പറയുന്നു, അത് ഫഹദ്, അതിൽ റാഷി, ഫഹദുണ്ട്, നിസു, ഫഹദ്. അവരെല്ലാം കൂടെ ചേർന്ന് നിന്നിട്ടാ പറഞ്ഞു. നിഷുണ്ട്. അതെ അതെ, ഫഹദ്, റാഷി, നിസു, അതുപോലെ തന്നെ കൂട്ടത്തിലുള്ള നബീല്, പിന്നെ ആരാ ഡിബേറ്റ് കലക്കി നബീല്, ഇങ്ങനെ കൂട്ടത്തിലുള്ള ഓരോ കാക്കന്മാരോടുമാണ് പറയുന്നത്, നിങ്ങളുടെ മുഹമ്മദിന്റെ മരണം എങ്ങനെയായിരുന്നു. ഒരു തെരുവ് നായ, ഒരു തെരുവ് പട്ടി എങ്ങനെ മരിക്കുന്നു അതിനേക്കാട്ടിലും ദാരുണമായ അന്ത്യമായിരുന്നു മുഹമ്മദിൻ്റെത് എന്ന് പറയുമ്പോൾ അത് തെറ്റുണ്ടോ? അതിന് തെറ്റുണ്ടോ? കാരണം അദ്ദേഹം ആയിഷയോട് പറയുന്നു, ആയിഷേ നീ എനിക്ക് വേണ്ടി ഒരു പാത്രം കൊണ്ടുവരിക എന്ന് പറഞ്ഞിട്ട് ഈ പുള്ളിക്കാരന് വേണ്ടി പാത്രം കൊണ്ടുവരുന്നു. അവിടെ എഴുതിയിരിക്കുന്ന ബേസിൻ കൊണ്ടുവരിക എന്ന് പറയുന്നു. പുള്ളി അതിനകത്തോട്ട് മൂത്രമൊഴിക്കുന്നു, എന്നിട്ട് പുള്ളി മരിക്കുന്നു. പുള്ളി മയ്യത്തായത് ഒരു പാത്രത്തിനകത്ത് മൂത്രം ഒഴിച്ചിട്ടാണ് പുള്ളി മയ്യത്തായത്. ഇത് മുഹമ്മദിന്റെ ദാരുണ അന്ത്യമാണ് അല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? വിഷം അടിച്ചിട്ട് 3 വർഷം പുള്ളി ദാരുണമായി നരകിച്ച്, ആയിഷ പറയുന്നത് ഞാൻ ഇതിനെക്കാട്ടിലും ദാരുണ ഒരു അന്ത്യം ഞാൻ കണ്ടിട്ടില്ലെന്ന്, വേറെ ആരും ഇത്രയും അനുഭവിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ലെന്ന് ആയിഷ പറയുന്നത്. പറയൂ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പറയൂ. ഇത് കളിയാക്കാൻ വേണ്ടിയൊന്നല്ല ഈ റൂം ഇട്ടത്, സത്യം പഠിക്കാൻ വേണ്ടി മാത്രമാണ്. അല്ലാതെ എല്ലാവരും വിചാരിക്കും കളിയാക്കാൻ. അങ്ങനെ ഒരു കളിയാക്കലിനും വേണ്ടിയിട്ടേ അല്ല. അവര് യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് യേശു അല്ലേ നമ്മളടുത്ത് പറഞ്ഞത്, നിങ്ങൾ പ്രതികാരം ചെയ്യേണ്ട, ഞാൻ പ്രതികാരം ചെയ്തോളാം. അപ്പൊ അതിനുവേണ്ടി യുദ്ധം ചെയ്യാനൊന്നും വന്നതല്ല. സത്യത്തിൽ മുഹമ്മദ് എങ്ങനെയാണ് മരിച്ചത് അത് പഠിക്കണ്ടേ നമുക്ക്? തെളിവ് വെച്ച് സംസാരിക്കാനുള്ള അതെ, ആൾക്കാരുണ്ടെങ്കിൽ വരണം. ചിലരൊക്കെ പറയുന്നത്, അബ്ദുൾ ലത്തീഫെ, ചിലര് പറഞ്ഞു അബ്ദുൾ പനി. ലത്തീഫ് ഭായി, ഞങ്ങൾക്കും ആ ഒരു പറഞ്ഞത് സമാധാനമാണ്. അബ്ദുൾ ലത്തീഫെ, ഞങ്ങൾക്കും ഒരു സമാധാനമാണ്. മുഹമ്മദിന്റെ മരണത്തെ പറ്റി നാട്ടുകാർ അറിയുമ്പോൾ ഇതൊരു കള്ളപ്രവാചകന്റെ മരണമായിരുന്നു എന്ന് പറയുന്നതിൽ ഞങ്ങൾക്കും ഒരു സമാധാനമുണ്ട്. ഇല്ലെന്ന് ഞങ്ങൾ പറയുന്നില്ല കേട്ടോ. മുഹമ്മദിന്റെ മരണത്തെ പറ്റി പറയുമ്പോൾ ഈ ദാരുണമായ അന്ത്യം, ഒരു തെരുവ് നായി മരിക്കുന്ന അതേ രീതിയിൽ മുഹമ്മദ് എന്ന കള്ളപ്രവാചകന്റെ മരണത്തെ പറ്റി പറയുമ്പോൾ ഞങ്ങൾക്കും സമാധാനമുണ്ട്. ശരിയാണ്, മനസ്സിലായോ? വിഷം കഴിച്ചിട്ട് ഒരു കള്ളപ്രവാചകൻ മരിച്ചു, അതിന്റെ തെളിവുകൾ ഞങ്ങൾ ഇവിടെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ഓൾറെഡി അതിന്റെ തെളിവുകളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇത് പറയുമ്പോൾ നിങ്ങൾ ഇത് കേൾക്കണം. ഇത് അറിയാത്ത പല മുസ്ലിങ്ങളും ഉണ്ട്. അവരിതൊക്കെ വായിക്കുകയും അവരിതൊക്കെ അറിയുകയും ചെയ്യും. ശരിയാണ്, വിഷം കഴിച്ചു, മുള്ളി മരിച്ചു. എന്തൊരു പ്രാസം നോക്കിക്കേ, വിജി ബ്രദർ ഇട്ടിരിക്കുന്നു. വിഷം കഴിച്ചു, മുള്ളി മരിച്ചു. അങ്ങനെയാണ് പുള്ളി മരിച്ചത്. ഇല്ലെന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇല്ലെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പുള്ളി മരിച്ചേ. വിഷം കഴിച്ചു, 3 വർഷം പുള്ളി അതിന്റെ വേദന അനുഭവിച്ചു. അവസാനം പുള്ളി മൂത്രം ഒഴിച്ചു, പുള്ളി മരിച്ചു, മയ്യത്തായി. എങ്ങനുണ്ട്? അബ്ദുൽ ലത്തീഫെ, കൂട്ടുകാരെ മുകളിലേക്ക് വരൂ. കൂട്ടുകാരെ നസറിൻ ബ്രദറെ, അബ്ദുൽ പക്ഷെ ലത്തീഫെ, ഇവിടുത്തെ ജൂത സ്ത്രീ വെറുതെ ഒരു വിഷം കൊടുക്കുകയായിരുന്നില്ല. ദാറ്റ് വാസ് എ ടെസ്റ്റ്. മനസ്സിലായില്ലേ? മുഹമ്മദ് യഥാർത്ഥ പ്രവാചകനാണോ എന്ന് അറിയാൻ വേണ്ടി ഒരു യഹൂദ സ്ത്രീ നടത്തിയ അതിവിപുലമായ ഒരു ടെസ്റ്റ് ആയിരുന്നു അത്. ആ ടെസ്റ്റിൽ മുഹമ്മദ് പരാജയപ്പെട്ടോ വിജയിച്ചു? ക്വസ്റ്റ്യൻ നമ്പർ 1.
2, മുഹമ്മദ് എങ്ങനെ മരിച്ചു എന്ന് നസ്രിൻ ബ്രദറോട് ചോദിച്ചു. വിഷമടിച്ചാണോ മരിച്ചത്? വിഷമടിച്ചെന്നെങ്കിൽ അങ്ങനെ. ഇത്രയും ദാരുണമായ ഒരു അന്ത്യവും ദാരുണമായ ഒരു ശവോടക്കും ഇസ്ലാമിന്റെ ചരിത്രത്തിൽ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? മരിച്ച് വീണെടുത്ത് തന്നെ കുഴിയെടുത്ത് അവിടെ തന്നെ ഇട്ട് മൂടുന്നതായിട്ടുള്ള ഒരവസ്ഥ ഈ ചരിത്രത്തിൽ എവിടെയെങ്കിലും, ഇസ്ലാമിന്റെ ചരിത്ര രേഖകളിൽ എവിടെയെങ്കിലും ഇതുപോലെ ദാരുണമായിട്ട്, ഇതുപോലെ മാനമില്ലാതെ അടക്കപ്പെട്ട ഒരു മനുഷ്യനുണ്ടായിട്ടുണ്ടോ? നിങ്ങളുടെ തന്നെ രണ്ടാളുകളായിട്ടുള്ള നിങ്ങളുടെ തന്നെ, അതായത് ഈ സുന്നി ഷിയ വിഷയം എടുത്തു കഴിയുമ്പോൾ ഈ അധികാരത്തിൻ്റെയും ഈ പറയപ്പെടുന്ന ഭരണത്തിൻ്റെയും പിടുത്തത്തിന് വേണ്ടിയിട്ട് 2 കുടുംബങ്ങൾ തമ്മിൽ, അമ്മായിമ്മയും മരുമകനും തമ്മിൽ, അല്ലാന്നുണ്ടെങ്കിൽ തൻ്റെ രണ്ടാനച്ഛനും മകളും തമ്മിൽ, ആയിഷയ്ക്ക് അങ്ങനെ ഒരു ബന്ധം കൂടി അലിയായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് രണ്ടാനച്ഛനായ അലിയും മൂത്ത ഭാര്യയുടെ, അല്ലെങ്കിൽ തൻ്റെ അപ്പൻ്റെ ആദ്യ ഭാര്യയുടെ, അതായത് അബൂബക്കറിന്റെ ആദ്യ ഭാര്യ മരിച്ചതിന് ശേഷം രണ്ടാമത്തെ ഭാര്യയെ കല്യാണം കഴിക്കുകയും ശേഷം ഈ ആയിഷയുടെ അപ്പൻ മരിച്ചപ്പോൾ അവളെ അലി കല്യാണം കഴിക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു ബന്ധവും കൂടി അവർക്കുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കുടുംബ ബന്ധത്തിലുണ്ടായ ഫൈറ്റിനകത്ത് ആയിഷയുടെ ടീം പറയുന്നു, അതായത് സുന്നികൾ പറയുന്നു, മുഹമ്മദ് മരിച്ചത് ആയിഷയുടെ മടിയിൽ കിടന്നാണെന്ന് പറയുന്നു. കഴിഞ്ഞ ദിവസം ഡോക്ടർ സുനിൽ സാർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, അലിയുടെ ടീം പറയുന്നു അല്ല, അലി മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ എന്ന്. യഥാർത്ഥത്തിൽ ഞങ്ങൾ ആരെയാണ് വിശ്വസിക്കേണ്ടത്? ഇപ്പൊ മുഹമ്മദ് വിഷമടിച്ചു മരിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ്. അത് ആരുടെ മടിയിൽ കിടന്ന് മരിച്ചു എന്നുള്ളത് അലിയുടെ ടീംസ് പറയുന്നു ഞങ്ങളുടെ മടിയിലാണെന്ന് പറയുന്നു. ആയിഷ പറയുന്നു എന്റെ മടിയിൽ കിടന്നാ മരിച്ചെന്ന് പറയുന്നത്. എങ്ങനെ ആയാലും പുള്ളി തട്ടിപ്പോയി എന്നുള്ള കാര്യം സത്യമാണ്. പക്ഷെ ഇത്രയും ദാരുണമായിട്ടുള്ള ഒരു അന്ത്യം, ഇത്രയും മ്ലേച്ഛമായിട്ടുള്ള ഒരു അന്ത്യം ലോകത്തിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഉണ്ടായിട്ടുണ്ടോ? എവിടെ വീണ് കിടന്നോ, അല്ലെങ്കിൽ എവിടെ മരിച്ചു വീണോ അവിടെ ഇട്ടിട്ട് അധികാരത്തിന് വേണ്ടിയിട്ടുള്ള വടംവലി അവിടെ നടക്കുകയാണ്. ആ വടംവലിയും കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ചീഞ്ഞളിഞ്ഞ ഈ ശവശരീരം അവിടെ തന്നെ മാന്തി അവിടെ തന്നെ ഇട്ടിട്ട് മൂടിക്കൊണ്ടുപോവുകയാണ്. എന്തിന്? നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സ്വഹാബിമാർ അവസാന നിമിഷം തൻ്റെ കാലത്തിന് അവസാനം വരുന്നു എന്ന് കണ്ട മുഹമ്മദിന്റെ അവസാന ആഗ്രഹം സാധിച്ചു കൊടുത്തിരുന്നു? ഇല്ല. എന്തുകൊണ്ട് സാധിച്ചു കൊടുത്തില്ല? മുഹമ്മദ് അവസാനം പറഞ്ഞിരുന്നു, എനിക്കൊരു പേപ്പറും പേനയും തരൂ, ഞാൻ എഴുതി തരട്ടെ, നിങ്ങൾ നരകത്തിലേക്ക് പോകാതിരിക്കുവാൻ ഞാനൊരു വാക്യം എഴുതി തരട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, എടാ പുള്ള, നീ എഴുതി തരികയൊന്നും വേണ്ട, നീ പറയാനുള്ളതൊക്കെ നേരത്തെ ഖുർആനോട് പറഞ്ഞുകൊണ്ട് അത്രയൊക്കെ ഞങ്ങൾക്ക് മതി. മനസ്സിലായോ? അബൂബക്കർ പറഞ്ഞത് അത്രയൊക്കെ മതിയാവേ, നീ കൂടുതൽ ന്യായങ്ങളൊന്നും പറയണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ പേപ്പറും പേനയും തട്ടിക്കളഞ്ഞിരിക്കുന്നതായിട്ടുള്ള അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോ ഈ പറയപ്പെടുന്ന ചേട്ടന്മാർക്ക് അന്ന് എഴുതി കൊടുത്തിരുന്നെങ്കിൽ, എടാ പിള്ളേ, ഞാൻ എൻ്റെ കാമപ്രാന്തിന് വേണ്ടിയിട്ട്, എൻ്റെ കൊള്ളലാഭത്തിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തു കൂട്ടിയ പോക്രിത്തരങ്ങളായിരുന്നു ഇതെന്ന് മുഹമ്മദ് എഴുതി കൊടുത്തിരുന്നു എങ്കിൽ ഒരുപക്ഷെ ഇന്ന് ഇസ്ലാം സമൂഹം ഈ ലോകത്തിൽ നിന്ന് ഇല്ലാതാകുകയും, അല്ലെങ്കിൽ അവർ ഈ ഒരു സമൂഹം ഇല്ലാതായി മാറിയിരുന്നെങ്കിൽ ലോകം എത്രയോ സുന്ദരമായിട്ടുള്ള മാറിയനെ. സ്വർഗം ഭൂമിയിൽ ഇറങ്ങി വന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ മനുഷ്യൻ നല്ല മാനുഷികമായിട്ട് തന്നെ ജീവിക്കേണ്ട അവസ്ഥ ഉണ്ടായേനെ. അത് ഇല്ലാതാക്കി കളഞ്ഞത് യഥാർത്ഥത്തിൽ അബൂബക്കർ അല്ലേ? നിങ്ങൾ ഉത്തരം പറയൂ. എന്തായിരുന്നു മുഹമ്മദിന് മനസ്സിലുണ്ടായിരുന്നത്? എന്തായിരുന്നു മുഹമ്മദ് അവസാനമായി എഴുതാനായിട്ട് ആഗ്രഹിച്ചത്? അത് എന്തുകൊണ്ട് നിങ്ങളുടെ സ്വഭാവികമാരായിട്ടുള്ള വ്യക്തികൾ തട്ടിക്കളഞ്ഞു? എന്തുകൊണ്ട് അത് നിരസിച്ചു? ഒരു മനുഷ്യന്റെ അവസാന ആഗ്രഹമായിരുന്നു, എനിക്ക് ഒരു പ്രാവശ്യം കൂടി ഒരു കാര്യം കൂടി നിങ്ങളടുത്ത് പറയാനുണ്ട്. കാരണം ശബ്ദമനക്കാൻ മേല, ശബ്ദിക്കാൻ സാധിക്കാൻ മേലാതെ മരണവെപ്രാളത്തിൽ കിടന്ന് പിടയുകയാണ്. 3-4 പ്രാവശ്യമാണ് അദ്ദേഹത്തിന് ഈ പറയപ്പെടുന്ന മുഹമ്മദിന് ബോധരഹിതനായിട്ട് വീഴുകയും പിന്നെ ബോധം തിരിച്ചു വരികയും ചെയ്യുന്നത്. തിരിച്ചു വരുമ്പോഴൊക്കെ പ്രാവുകയാണ്. യഹൂദന്മാരെയും ക്രിസ്ത്യാനികളെയും മനസ്സുരുക്കി പ്രാവുകയാണ്. പിന്നെയും ബോധം പോകുന്നു, പിന്നെയും ബോധം വരുന്നു, അപ്പൊ വീണ്ടും ഇരുന്ന് പ്രാകുന്നു. നിങ്ങൾ പറയൂ, ബോധമില്ലാതിരിക്കുന്ന ഒരു മനുഷ്യൻ ഇങ്ങനെ കടന്ന് മരണവെപ്രാളത്തിലൂടെ നടന്നു പോകുമ്പോൾ അധികാരത്തിന് വേണ്ടി അപ്പുറത്ത് വടംവലി കൂട്ടുകയായിരുന്നില്ലേ നിങ്ങൾ? നിങ്ങൾ എവിടെയാണ് മുഹമ്മദിനെ അംഗീകരിച്ചിട്ടുള്ളത്? ആയിഷ എവിടെയാണ് മുഹമ്മദിനെ അംഗീകരിച്ചിട്ടുള്ളത്? അബൂബക്കർ എവിടെയാണ് മുഹമ്മദിനെ അംഗീകരിച്ചിട്ടുള്ളത്? ഈ സ്വഹാബിമാരിൽ ആരെങ്കിലും മുഹമ്മദിനെ അംഗീകരിച്ചിട്ടുണ്ടോ അധികാരത്തിന് വേണ്ടി വടംവലി അല്ലാതെ? അപ്പോ മുഹമ്മദ് മരിച്ചത് എങ്ങനെയാണെന്ന് അറിയാനുള്ള ആഗ്രഹം ഈ സമൂഹത്തിനില്ലേ? അതെന്തുകൊണ്ട് ഇസ്ലാം പേടിക്കുന്നു? എന്തുകൊണ്ട് ഇസ്ലാം ഭയക്കുന്നു? പിന്നെ 2, യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നതിന് വ്യക്തമായ കാരണങ്ങൾ ആദ്യം മുതൽ ഉണ്ടായിട്ടുണ്ട്. അതായത് ഫ്രം ദ ബിഗിനിങ്, ഏതൻ മുതൽ ഇതിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയമില്ല. യേശുക്രിസ്തുവിന്റെ ജനനം എവിടെയായിരിക്കണം, ഏത് സ്ഥലത്തായിരിക്കണം, എങ്ങനെയായിരിക്കണം, അവന്റെ മരണം എങ്ങനെയായിരിക്കണം, ഒരു ജീവിത രീതി എങ്ങനെയായിരിക്കണം, എന്തായിരിക്കണം എന്ന് നേരത്തെ എഴുതിക്കൂട്ടി ഒരാളല്ല എഴുതിയത്. പല വ്യക്തികൾ, പല പ്രവാചകന്മാർ തന്റെ പ്രവചനത്തിലൂടെ നിവൃത്തിയായതാണ് യേശുക്രിസ്തു എന്ന് പറയുന്ന യേശുക്രിസ്തുവിലൂടെ സാക്ഷ്യപ്പെടുത്തുന്നത്. ഞങ്ങൾക്കത് പറയാൻ ഒരു ധൈര്യക്കുറവുമില്ല. അല്ലാതെ നിങ്ങൾ പറയുന്ന കണക്ക് ഈസ എന്ന് പറയുന്ന ഈ പറയപ്പെടുന്ന ദൈവം അത്ഭുത സൃഷ്ടിയായിട്ട് ഭൂമിയിലോട്ട് പടച്ചുവിട്ട, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ പുത്രനായിരിക്കുന്ന ഈസ എന്ന് പറയുന്ന മിറിയം ബീവിയിലൂടെ ഉണ്ടായിരിക്കുന്ന ഈസായുടെ മരണത്തിന് അടുത്ത് വന്നപ്പോൾ
തന്റെ കൂട്ടത്തിലുള്ള സുന്ദരനായ ഒരു ചെറുപ്പക്കാരനെ ഒറ്റിക്കൊടുത്തിട്ട് ബാക്കിലൂടെ മതിലിയാടി ഓടി 100-110 ഓടിപ്പോയിരിക്കുന്ന വ്യക്തിയൊന്നും ആയിരുന്നില്ല. മനസ്സിലായില്ലേ? ഭീരു ആയിരുന്നില്ല എന്റെ ദൈവം. ഭീരു ആവത്തുമില്ല. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് ബൈബിളിൽ ഇല്ലാത്ത കാര്യം നിങ്ങൾ തട്ടിപ്പറയരുത്. തല്ലിക്കൊന്നു, കെട്ടിത്തൂക്കി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് തെളിവ് വെക്കാൻ പറയാം. പക്ഷേ മുഹമ്മദ് വിഷം കഴിച്ചാണ് മരിച്ചതെന്നും മുഹമ്മദിനെ വിഷം കഴിപ്പിച്ചതിന് യഹൂദ സ്ത്രീക്ക് വ്യക്തമായ കാരണമുണ്ടെന്നും ആ കാരണത്തിൽ മുഹമ്മദ് പ്രവാചകനാണെന്ന് തെളിയിക്കുവാൻ വേണ്ടിയിട്ട് പ്രവാചകനാണെന്നുണ്ടെങ്കിൽ ഈ വിഷം നിന്നിൽ ഏക്കില്ല എന്ന് പറഞ്ഞിട്ട് മുഹമ്മദിന് ആ യഹൂദ സ്ത്രീ കൊടുത്തിരിക്കുന്ന വിഷം ഏറ്റാണ് മുഹമ്മദ് മരിച്ചത് എങ്കിൽ മുഹമ്മദ് പ്രവാചകനാണോ? ഇസ്ലാം സമൂഹമേ, നിങ്ങൾ സ്വയം ചോദിക്കേണ്ട ക്വസ്റ്റ്യൻ ആണത്. എന്തുകൊണ്ട് ഈ അസുഖം മാറ്റാൻ യഥാർത്ഥത്തിൽ അള്ളാഹുവിന് കഴിഞ്ഞില്ല? അള്ളാഹു കെങ്കേമനായിരുന്നില്ലേ? മുഹമ്മദിന്റെ മൂത്രം കുടിച്ചാൽ പോലും സ്വസ്തി വരുന്നതായിട്ടുള്ള ആ കാലഘട്ടത്തില് ഈ പറയപ്പെടുന്ന വിഷത്തെ ഒരു നിസ്സാരമായിട്ട് എടുത്തു കളയാൻ അള്ളാഹുവിന് കഴിവുണ്ടായിരുന്നില്ലേ? എന്നിട്ട് അള്ളാഹുവിന് നെഞ്ചുവിരിച്ചു നിന്ന് മക്കയുടെ ആ കബയുടെ ഫ്രണ്ടിലോട്ട് നെഞ്ചുവിരിച്ചു എന്ന് പറഞ്ഞുകൂടായിരുന്നോ, എന്റെ ഏക പ്രവാചകനായിരിക്കുന്ന മുഹമ്മദിനെ ഞാൻ രക്ഷിച്ചെടുത്തു എന്ന്? അത് പറയാൻ സാധിക്കാതെ തകർന്നടിഞ്ഞു പോയിരിക്കുന്ന, മരണത്തിൽ പോലും ഒരു ബഹുമാനം കൊടുക്കാതെ അവസാന നാളിൽ തന്റെ പ്രിയ പത്നിയെന്ന് സുന്നികൾ വിളിക്കപ്പെടുന്ന ആയിഷ പോലും പറയുന്നു, ഈ മനുഷ്യന്റെ ശവത്തിന്റെ കൂട്ടത്തിൽ എനിക്ക് കിടക്കണ്ടായേ. ഒരു നല്ല ഭാര്യയും ഭർത്താവുമായിരുന്നെങ്കിൽ അങ്ങനെ പറയുമോ? ഇല്ല. എല്ലാ ഭാര്യയും ഭർത്താവും പറയുന്നത് എന്താണ്? എന്റെ മരണത്തിനകത്ത്, എന്റെ മരണത്തിന്റെ സമയത്ത് അല്ലെങ്കിൽ മരണം കഴിഞ്ഞതിന് ശേഷം എന്റെ ഭാര്യയുടെ കല്ലറയുടെ അടുക്കലായിരിക്കണം എന്റെ ഭർത്താവിന്റെ കല്ലറ, അല്ലെങ്കിൽ ഭർത്താവിന്റെ കല്ലറയുടെ അടുക്കലായിരിക്കണം എന്റെയും കല്ലറ എന്ന് പരസ്പരം പറയുന്നതായിട്ടുള്ള ലോകത്ത് ആയിഷ നെഞ്ചത്തടിച്ച് പറയുകയാണ്, എനിക്ക് വേണ്ട, ഈ വൃത്തികെട്ടവന്റെ കൂടെ എനിക്ക് കിടക്കണ്ട. സംശയം വല്ലതും ഉണ്ടോ? വൃത്തികെട്ടവൻ എന്നുള്ളത് ബ്രാക്കറ്റിലാണേ. അപ്പം അതുകൊണ്ട് നിങ്ങൾ പറയേണ്ടത് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ നിങ്ങൾ അഡ്രസ്സ് ചെയ്യണം. അല്ലാതെ ബൈബിളിൽ ഇല്ലാത്ത കാര്യം പൊക്കി പിടിച്ചുകൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ പൊന്നുമോനെ ഇവിടെ നിലനിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഏതെങ്കിലും ഇസ്ലാം സുഹൃത്തുക്കളോട് കേൾക്കുന്നുണ്ടെങ്കിൽ യു ക്യാൻ കം അപ്പ്. നിങ്ങൾക്ക് കൈ ഉയർത്തി നെഞ്ചുയർത്തി പറയാം, എന്റെ പ്രവാചകൻ ഇങ്ങനെ അല്ലായിരുന്നു, അഥവാ ഞങ്ങൾ പറയുന്നത് സത്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴിരുന്നോളൂ, പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾ പറഞ്ഞത് പരിപൂർണ സത്യമാണെന്ന് ഈ പറയപ്പെടുന്ന ആളുകൾ വിശ്വസിച്ചോളട്ടെ. അത്രയും പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തും. എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. മുഹമ്മദ് മരിച്ചപ്പോൾ അല്ലയുടെ കുർസിക്കൊന്നും പറ്റില്ല, സിംഹാസനം ഇലകുകയും പിലകുകയും ഒന്നും ചെയ്തില്ലേ? മറ്റേ ആരാണ്ട് മരിച്ചപ്പോൾ രണ്ട് സിംഹാസനമൊക്കെ ഇലകയാണ്. ഇപ്പൊ ഒരു കാലെങ്കിലും ഓടിയേണ്ടല്ലേ? അങ്ങനെയൊന്നും നടന്നില്ലേ? ബ്രദറെ, കാലടിഞ്ഞൊന്നും എനിക്കറിയത്തില്ല. ഏതായാലും ഒരു കാര്യം എനിക്ക് ഉറപ്പ് പറയാൻ സാധിക്കും. ഇസ്ലാമിലെ യമദേവൻ ഉണ്ട് കേട്ടോ, ഡെത്ത് ഏഞ്ചൽ. ഇസ്ലാമിലെ ഈ യമൻ എന്തെന്ന് ഞാൻ പറഞ്ഞേ, ഞാൻ ആ വേർഡ് വിട്ടുപോയി. യമദേവനെ ഒരു കാര്യഗൗരവമായ ഒരു ശക്തിയില്ലാത്ത വ്യക്തിയാണ്. പണ്ട് മൂസ അടുത്ത് വന്നപ്പോൾ മൂസ ഒരൊറ്റ അടി കൊടുത്ത കണ്ണടിച്ച് പുറത്ത് അടിച്ച്, മനസ്സിലായില്ല? ചെവുക്കുറ്റി അടി കൊടുത്തപ്പോൾ കണ്ണെടുത്ത് പുറക്കി അടി. പിന്നെ കരഞ്ഞു വിളിച്ച് അള്ളാഹുവിന്റെ അടുത്ത് ചെന്ന്, അള്ളാഹുവേ ദൈവൻ എന്റെ കണ്ണടിച്ച് പൊട്ടിച്ചു എന്നും പറഞ്ഞു. അപ്പൊ അള്ളാഹു പറഞ്ഞു, നീ താഴെ പോയിട്ട് പറയാ, അതിന് മൂസായെ ശിക്ഷിക്കാനല്ല പറഞ്ഞത്. മൂസ അടുത്ത് പറയാ, നീ പശുവിന്റെ മേളിൽ കൈ വെക്കുക, അപ്പൊ അത്രയും രോമം എവിടെ ഉണ്ടോ അതിനനുസരിച്ച് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നു. അതുകൊണ്ട് മുഹമ്മദിന്റെ മരണത്തിനോടനുബന്ധിച്ചിട്ട് നമ്മുടെ ശ്രീമാൻ അള്ളാഹുവിന്റെ കുർസി ഒന്നും അനങ്ങിയില്ല. കാരണം കുർസി അനക്കേണ്ട വ്യക്തിയും കുർസിയുടെ കാര്യത്തെക്കുറിച്ച് പറയേണ്ട വ്യക്തിയുമാണല്ലോ ഈ ഇവിടെ കിടന്ന് മരണപ്രാളം കൊള്ളുന്നത്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ, എനിക്കറിയില്ല, ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ. അതുകൊണ്ടാണ്. നിങ്ങളുടെ ഈ ഇസ്ലാം സുഹൃത്തുക്കളെ, നിങ്ങളുടെ വളരെ ബാലിശമായിട്ടുള്ള നിങ്ങളുടെ ആർഗ്യുമെന്റ് നിലനിൽക്കില്ല. ഒന്നുകിൽ നിങ്ങൾ ഞങ്ങളുടെ ഗ്രന്ഥം പഠിക്കുക, പഠിച്ചിട്ട് മാന്യമായ ക്വസ്റ്റ്യൻസ് ചോദിക്കുക, ഞങ്ങൾ പറയും. നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്ന 4 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ദാവീദ്, പിന്നെ പറയുന്ന എഹെസ്കേൽ, പിന്നെ പറയുന്ന മഗ്ദലക്കാരത്തി മറിയം യേശുവിന് തൈലം പൂശിയത്. ഈ 3 കാര്യങ്ങളല്ലാതെ ഇതിനപ്പുറത്തോട്ട് നിങ്ങൾക്കൊരു ജീവിതം ഇല്ല. ഇതിനകത്താണ് കെട്ടപ്പെട്ട് കിടക്കുകയാണ് നിങ്ങൾക്ക്. ഞങ്ങൾക്കതല്ല. ഞങ്ങൾ പറയുന്നത് നിങ്ങളുടെ തഫ്സീറുകളും ഹദീസുകളും സീറുകളും ഉദ്ധരിച്ചുകൊണ്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. അതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കയറി വരാൻ ചോദിക്കാമെന്ന് ഞങ്ങൾ എപ്പോഴും പറയുന്നു. പക്ഷെ ചോദിക്കുമ്പോൾ
മാന്യമായ ഭാഷയിൽ മാന്യമായിട്ടായിരിക്കണം ചോദിക്കേണ്ടത്. തെളിവ് പറയുമ്പോൾ അത് അംഗീകരിക്കാനുള്ള കഴിവും കൂടെ വേണം. ഞാൻ കണ്ടത് ഈ ഇന്റർനാഷണൽ ലെവലിലുള്ള ഇസ്ലാമും കേരളത്തിലുള്ള കോയാമാരും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോയാമാർക്ക് തെളിവ് കൊടുത്തു കഴിഞ്ഞാൽ കോയാമാര് ചത്താല് സംശയിക്കും. അതായത് ഈ നമ്മൾ പറയത്തില്ലേ, ഈ പേഴ്സണാലിറ്റി ഇല്ലാതിരിക്കുന്ന ഒരു വ്യക്തികൾ, അതായത് വ്യക്തിത്വം ഇല്ലാതിരിക്കുന്ന ഒരു വ്യക്തികളുണ്ട്. വ്യക്തിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പറയുന്നത് ഇവർക്ക് തന്നെ അറിയാം ഇത് സത്യമാണെന്നുള്ള കാര്യം പറഞ്ഞിട്ട് അത് അംഗീകരിക്കാത്തൊരവസ്ഥയിലോട്ട് വരുന്നതായിട്ടുള്ള രീതി. അതുപോലെ തന്നെയാണ് ഈ കേരളത്തിലെ കോയമാരുടെ വിഷയം. കാരണം അവർ പറയുമ്പോൾ അവർ ആദ്യം തള്ളുന്നത് ആ പുസ്തകമേ അങ്ങ് തള്ളിക്കളയും, പണ്ഡിതനെയും തള്ളിക്കളയും. എന്നിട്ട് ഞാൻ പറഞ്ഞ നീ പറഞ്ഞതിന് വല്ല തെളിവുണ്ടോ? ഞാൻ പറഞ്ഞതിന് തെളിവൊന്നുമില്ല, ഇതാണ് ഞാൻ പഠിച്ചത്. അതെവിടാ പഠിച്ചത്? അതെനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ ഇതാ പഠിച്ചതെന്ന് പറയും. അതൊരു ബാലിഷ്യമാണ്, മനസ്സിലായില്ലേ? ഇച്ചിരിയും കൂടെ ആർജവത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് വന്നിട്ട് നിങ്ങൾ ചോദിക്കുന്ന ക്വസ്റ്റ്യന് ആൻസർ പറയാൻ നിങ്ങൾക്ക് തയ്യാറാകണം. അതുകൊണ്ട് ഏതെങ്കിലും ഇസ്ലാം സുഹൃത്തുക്കൾ കേൾക്കുന്നുണ്ടെങ്കിൽ, എവിടെയെങ്കിലും കേൾക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ കം അപ്പ്, നമുക്ക് സംസാരിക്കാം. അബു ഖാസിം എന്ന് പറയുന്ന ഈ പറയപ്പെടുന്ന അഹമ്മദ് എന്ന് പേരുള്ള മുഹമ്മദ് കഴിച്ചാണോ മരിച്ചത് എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യൻ ആൻസർ പറയാൻ ധൈര്യമുള്ള ആർജവമുള്ള ഏതെങ്കിലും ഇസ്ലാമിസ്റ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇസ്ലാം മതവിശ്വാസികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, അള്ളാഹുവിനെ ആരാധിക്കുന്ന, മുഹമ്മദിനെ ആരാധിക്കുന്ന, ഖുർആൻ അവസാന ഗ്രന്ഥമാണെന്ന് വിശ്വസിക്കുന്ന ഏതെങ്കിലും ഒരുത്തനുണ്ടെന്നുണ്ടെങ്കിൽ കയറി വരാം, നമുക്ക് സംസാരിക്കാം. ബ്രദറെ എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല. ഷാനവാസിനെ ഒന്ന് എടുത്തേക്കാമോ? ഷാനവാസ് ആണെന്ന് തോന്നുന്നു. ഇത്രയും സ്നേഹത്തിൽ സംസാരിക്കുന്ന ഒരു വ്യക്തി നിങ്ങൾ ഇതുവരെയും കണ്ടിട്ടുണ്ടോ? ഇല്ല, ഷാനവാസ്. ഇത്രയും സ്നേഹത്തില് സംസാരിക്കുന്നത്. ഓക്കെ ഷാനവാസേ, നമസ്കാരം. പറയൂ, കേൾക്കാം. കേൾക്കാം. ഷാനവാസ് ഒരു ഇസ്ലാം വിശ്വാസി ആണെന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ ഞാൻ തുടങ്ങട്ടെ. ഷാനവാസ് ഇസ്ലാം വിശ്വാസിയാണ്, വിശ്വസിക്കണ്ട, അങ്ങനെ തന്നെയാ. സംസാരിക്കുന്നത് സാം. പറയൂ സാം. ഓക്കെ. മുഹമ്മദ് എന്ന് പറയുന്ന നിങ്ങളുടെ പ്രവാചകൻ വിഷമടിച്ചാണോ മരിച്ചത്, അല്ലെങ്കിൽ വിഷം കഴിച്ചാണോ മരണപ്പെട്ടത് എന്നുള്ളതാണ് ഞങ്ങളുടെ ക്വസ്റ്റ്യൻ. അതിനകത്ത് താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ? ഹദീസോ ഖുർആനോ എവിടെയാണ്? ഹദീസ് എവിടെ, ഖുർആൻ എവിടെ? അപ്പൊ ഹദീസ് കാണിച്ചു തന്നു കഴിഞ്ഞാൽ താങ്കൾ അംഗീകരിക്കും? സനദുള്ളതായിരിക്കണം, സ്വഹീഹായിരിക്കണം. സ്വഹീഹായ സഹീഹ് മുസ്ലിം സുന്ന.com പോരാ, സനദുള്ള ഹദീസായിരിക്കണം, ഖുർആനായിരിക്കണം. ഓക്കെ. അല്ലെ സുന്ന.com എന്നാ ഷാനവാസെ കുഴപ്പം? യൂതന്റെ ആണോ? നമുക്ക് വേണ്ടാന്ന്, സുന്ന.com വേണ്ടാന്ന്. അല്ല, അത് നമുക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാം, ഒരു കൗതുകം കൊണ്ട്. മറ്റേ ഈ സുന്ന.com ആരാ ബ്രദറെ ഉണ്ടാക്കുന്നത്? സനദുള്ളതായിരിക്കണം. അല്ല ഷാനവാസേ, സുന്ന.comനുള്ള ഷാനവാസിന്റെ കുഴപ്പം എന്താ? ഷാനവാസ് അത് പറയുന്നത് യൂതം നടത്തുന്നതാണെന്നാണ് പറയുന്നത്. എന്താ അതിന്റെ ഒരു ഷാനവാസിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ? ഈ ഹദീസ് എന്ന് പറയുന്നത് സനദുള്ളതും സ്വഹീഹായതും വഹീഹായതും ഉള്ള അതൊക്കെ ഞങ്ങൾക്ക് അറിയാം, അതല്ലേ ചോദിച്ചേ. എന്റെ ബ്രദറെ പറയുന്ന കേൾക്കൂ. നമുക്ക് ഹദീസ് മൊത്തം ഗൂഗിളിൽ കിട്ടും, പക്ഷെ അതില് സനദുള്ളതായിരിക്കണം നിങ്ങൾ എടുക്കേണ്ടത്. പക്ഷെ ഇസ്ലാമിന്റെ വിശ്വാസം എന്താ? ശരി, ഇസ്ലാം മത വിശ്വാസം എന്താണ്? അല്ല നിക്ക് ഇപ്പൊ കേട്ടോ, ഇത് കേട്ടോ സാം വായിക്കുന്ന കേട്ടോ. കേൾക്കാം. പറയൂ. നിങ്ങൾ പറയുന്നത് എന്തായാലും ഞാൻ കേൾക്കാം. കേട്ടോളൂ. താങ്കൾ പോയിട്ട് സഹീഹ് ബുഖാരി വോളിയം നമ്പർ 5 ബുക്ക് നമ്പർ 59 ഹദീത്ത് 713 ബുക്കാണ്. ഞാൻ യാത്രയിലാണ്, ഇപ്പൊ ബുക്ക് എടുക്കാൻ എനിക്ക് പറ്റത്തില്ല. പിന്നെ എന്തെടുത്ത് കഴിഞ്ഞാൽ താങ്കൾക്ക് വിശ്വസിക്കാൻ പറ്റും? നിങ്ങൾ പറയൂ. ഞാൻ അത് വേണ്ട. ഇദ്ദേഹത്തിന് അതെടുത്ത് വായിക്കാൻ പറ്റുമെങ്കിൽ ഇദ്ദേഹം വായിച്ചാൽ മതി, ഇല്ലെങ്കിൽ ഇദ്ദേഹം ഡിഫെൻഡ് ചെയ്യണ്ട. സൗകര്യമുള്ള സമയത്ത് മീൻസ് താങ്കൾ അത് ഡിഫെൻഡ് ചെയ്യാനോ പറയാനോ താങ്കളുടെ കയ്യിൽ ബുക്കോ റെഫറൻസുകളോ ഉണ്ടെങ്കിൽ മാത്രം താങ്കൾ അത് ഡിഫെൻഡ് ചെയ്താൽ മതി. അല്ലാതെ വായുവിലൊന്നും താങ്കൾ നമ്മൾ വായിച്ചു കഴിയുമ്പോൾ അതില്ലാത്തതാണ് ഉറപ്പായിട്ടും പറയും. അതെ അത് ഈസി അല്ലേ. നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ഇത് അങ്ങനെയല്ല, ഇതിനതല്ല, ഇതില്ലെന്ന് പറയാൻ എളുപ്പമല്ലേ. അത് വേണ്ട. ഷാനവാസിന്റെ ഇവിടെ വന്ന 100% മുസ്ലിംസും അത് തന്നെയാ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അദ്ദേഹം തന്നെ
എനിക്ക് സ്ത്രീകളോട് സംസാരിക്കാൻ താല്പര്യമില്ല. അതെന്താ പുരുഷന്മാരോട് സ്ത്രീകൾ സാമ്പ്രദായ അള്ളാഹുവിന്റെ സൃഷ്ടിയല്ലേ? സാമ്പ്രദായ സ്ത്രീകൾ ഒരു മിനിറ്റ് സ്ത്രീകൾ അള്ളാഹുവിന്റെ സൃഷ്ടിയല്ലേ? ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് ഷാനവാസ സ്ത്രീകൾക്ക് എന്നാ ഷാനവാസ കുഴപ്പം? കാരണം സ്ത്രീകളോട് ഞാൻ സംസാരിക്കുമ്പോഴത്തേക്ക് ക്വാളിറ്റി നിക്ക് ആയ അച്ചുമുഞ്ച ഒന്ന് ഒരു മിനിറ്റ് അച്ചുമുഞ്ച മ്യൂട്ട് ചെയ്തേ അച്ചുമുഞ്ച എന്താ ഷാനവാസ സ്ത്രീകളോട് ഞാൻ സംസാരിച്ച കുഴപ്പം? ക്വാളിറ്റി ഉള്ള സ്ത്രീകളോട് സംസാരിക്കാം, ക്വാളിറ്റി ഇല്ലാത്ത ക്വാളിറ്റി സ്ത്രീകളോട് താങ്കൾ ഈ സംസാരിക്കാൻ ക്വാളിറ്റി എന്നാ ഉദ്ദേശിച്ചത്? എന്നതാ ഈ ക്വാളിറ്റി ഉദ്ദേശിച്ചത് എന്നതാ? ക്വാളിറ്റി മീൻസ് നിങ്ങൾക്ക് അറിഞ്ഞില്ല, സംസ്കാരം, സംസ്കാരം, അച്ഛാ ഇടയ്ക്ക് കയറുന്നത് അച്ഛാ ഇടയ്ക്ക് കയറുന്നത്. സംസ്കാരം. അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ക്വാളിറ്റി എന്ന് ഒരാൾ സംസ്കാരം എന്ന് പറഞ്ഞാൽ താങ്കൾ സംസാരിക്കൂ, ഉദ്ദേശിക്കുന്നുണ്ടെന്ന് പറ. ക്വാളിറ്റി താങ്കൾ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് പറ. അല്ല ഓക്കെ ഈ ക്വാളിറ്റി ബോബി ബ്രദറെ ഞാനൊന്ന് പറഞ്ഞോട്ടെ. സിസ്റ്റർ കേറല്ലേ അയാൾ പറയട്ടെ, എന്താ ഈ ക്വാളിറ്റി എന്ന് താങ്കൾ ഉദ്ദേശിച്ചത് എന്നതാ? ക്വാളിറ്റി ആണോ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ക്വാളിറ്റി ആണോ? അതെന്തോ സാധനം താങ്കൾ പറയുന്നേ? ഷാനവാസ് പറ. ഒരു സ്ത്രീ വിരുദ്ധ പരാമർശമാണ് താങ്കൾ ഇവിടെ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് താങ്കൾ വ്യക്തമാക്കി സംസാരിച്ചാൽ മതി. നടത്തിയിട്ടുണ്ട്, റെക്കോർഡുണ്ട്. ഈ റൂമിനെല്ലാം റെക്കോർഡുണ്ട്. ഷാനവാസെ അവർക്ക് എന്താ കുഴപ്പം? ഞാൻ പറയുന്ന വാക്ക് കേട്ടോ. എനിക്ക് വാക്കൊക്കെ കേൾക്കാം. താങ്കൾ ഇപ്പൊ എനിക്കൊരു മറുപടി തരേണ്ടത് എന്താണ് ഈ സ്ത്രീകളുടെ കുഴപ്പമെന്ന് ഞാൻ ചോദിച്ചേ. എന്തോ എന്റെ വ്യക്തിപരമായ കാഴ്ചപ്പാടാണ്. എനിക്ക് ഇത് ഞങ്ങൾ ഇത് പബ്ലിഷ് ചെയ്യുന്ന റൂമാണ്. ഇത് പബ്ലിഷ് ചെയ്യുന്ന റൂമാണ്. താങ്കള് ഇവിടെ ഒരു സ്ത്രീ വിരുദ്ധ പരാമർശമാണ് താങ്കൾ രേഖപ്പെടുത്തിയേക്കുന്നത്. അവർക്ക് എന്നാ കുഴപ്പം? എന്നാ സ്ത്രീകൾക്ക് എന്നാ കുഴപ്പം? എന്നാ അവർക്ക് എന്നാ നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം പറയുന്നേ. കുഴപ്പമില്ല, എനിക്ക് സ്ത്രീകളുമായിട്ട് നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം പറ. ഷാനവാസ് ഉദ്ദേശിച്ച സ്ത്രീകളോട് ഷാനവാസ് സംസാരിക്കലെന്ന് പറഞ്ഞു. ക്വാളിറ്റി 10 മണിയോ 11 മണിയോ ആയിക്കോട്ടെ, എനിക്ക് ക്വാളിറ്റി, അവർക്ക് ക്വാളിറ്റി ഇല്ലെന്ന് പറഞ്ഞു. എന്ത് ക്വാളിറ്റിയാണ് താങ്കൾ ഉദ്ദേശം എന്ന് പറ. അവർക്ക് ക്വാളിറ്റി ഇല്ലെന്ന് താങ്കൾ എന്ത് ക്വാളിറ്റിയാണ് ഉദ്ദേശിച്ചത്? രാത്രി 10 മണിക്ക് ഷാനവാസ് മുസ്ലിം സ്ത്രീകൾക്ക് അല്ല ഷാനവാസ് മുഹമ്മദ് മുസ്ലിം സ്ത്രീകൾക്ക് എന്ത് ക്വാളിറ്റിയാ കൊടുത്തത്? എന്റെ പൊന്ന് സഹോദര, മുസ്ലിം ഷാനവാസ് ബ്രദറെ, മുസ്ലിം സ്ത്രീകൾക്ക് അല്ലല്ല അത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. ഇയാൾക്ക് ഭാര്യയും ഉമ്മായും ഒന്നും ഇല്ലേ? അല്ല ഷാനവാസെ താങ്കൾ ജീവിക്കുന്നിടത്ത് രാത്രിയാ. ഷാനവാസെ താങ്കൾ ജീവിക്കുന്നിടത്ത് രാത്രിയാ. ക്വാളിറ്റി തന്നെ സകല പെണ്ണുങ്ങൾക്കുള്ളത്, സകല സ്ത്രീകൾക്കുള്ളത്. മനസ്സിലായോ? ഷാനവാസിന്റെ ഉമ്മായിക്കും പെണ്ണുങ്ങൾക്കും മറ്റു ബന്ധുക്കാർക്കും ഒക്കെ ഉള്ള അതേ ക്വാളിറ്റി തന്നെയാണ് എല്ലാ സ്ത്രീകൾക്കും ഉള്ളത്. അതുകൊണ്ട് ആദ്യം മനുഷ്യനായിട്ട് കാണാൻ പഠിക്കും. മനസ്സിലായോ? അല്ലാതെ കുറെ പിള്ളേരെ ഉണ്ടാക്കാനും പെറ്റുവരുകാനും പെറ്റുവരുകാനും കുറെ ആളെ കൂട്ടാനും മാത്രമായിട്ട് ഒരു കൃഷിസ്ഥലമായിട്ട് നിങ്ങളെപ്പോലുള്ള ഒരു സ്ത്രീകളെ കാണുന്നത് കൊണ്ടുള്ള കുഴപ്പമായത്. അത് നിങ്ങളുടെ കണ്ണിന്റെ മനസ്സിന്റെ കുഴപ്പമാണ്. നിങ്ങളൊക്കെ ഒന്നും ഇത് മാറ്റാതൊന്നും മനുഷ്യനാകത്തില്ല. സാമ്പ്രദായം. ഷാനവാസ് ഒരു ഇന്ത്യൻ അല്ലേ? ഒരു ഭാരതീയനാണോ താങ്കൾ? ഷാനവാസ് താങ്കൾ മ്യൂട്ടാണ്. ഷാനവാസ് താങ്കൾ ഒരു ഭാരതീയനാണോ? പറയാൻ ഭയമില്ലാന്നുണ്ടെങ്കിൽ താങ്കൾ വ്യക്തമായിട്ട് പറഞ്ഞോളൂ. താങ്കൾ ഒരു ഭാരതീയനാണോ? ബ്രദറെ, ഈ സംസാര വിഷയത്തെ എങ്ങനെയെങ്കിലും മാറ്റിപ്പിടിക്കണം എന്നുള്ള രീതിയിലാണ് ഈ ഷാൻവാസ് ഇപ്പോ സ്ത്രീകളുമായിട്ടുള്ള സംസാര വിഷയത്തിലേക്ക് കൊണ്ടുവന്ന് നിങ്ങൾ വിഷം കഴിച്ചത് എങ്ങനെ മരിച്ചു എന്നുള്ളത് കേട്ടപ്പോൾ പുള്ളിക്ക് സഹിയാണോ ലൈഫാണോ ഏതാണോ അതാണോ നിങ്ങൾ അത് റെഫറൻസോടെ കൊടുത്തപ്പോ പുള്ളിക്ക് അത് വായിക്കാൻ പറ്റില്ല, യാത്രയിലാണെന്ന് പറഞ്ഞു. എങ്ങനെയെങ്കിലും തല ഊരി പോകണം എന്നുള്ള ഒരൊറ്റ ചിന്തയാണ് ഷാനവാസ് മ്യൂട്ട് ചെയ്തേ. ഷാനവാസിനോട് സംസാരിക്കാൻ പറഞ്ഞപ്പോ താങ്കൾക്ക് പറ്റി. ഇനി അബ്ബാസ് ബ്രദർ സംസാരിച്ചിട്ട് താങ്കൾ സംസാരിച്ചാൽ മതി. ഷാനവാസ് എങ്ങനെയെങ്കിലും തലയൂരി പോകുന്നുള്ള ഒരൊറ്റ ചിന്തയായിരുന്നു ഇതില്. നട്ടലില്ലാത്ത സ്ത്രീകളുമായിട്ട് നട്ടലുണ്ടെങ്കിൽ ഷാനവാസ് മ്യൂട്ടി. അബ്ബാസ് ബ്രദർ സംസാരിച്ചു തരട്ടെ, അതുവരെ കേട്ടിരിക്കാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ. ഷാനവാസിനെ സാം ബ്രദർ വിളിച്ചു, ചോദിച്ചു. നിങ്ങൾ സംസാര വിഷയത്തെ അങ്ങനെ മാറ്റിപ്പോയി, സ്ത്രീകളുമായിട്ട് സംസാരിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുപോയി. അവിടെ എന്താണ് ചോദിച്ചത്?
മുഹമ്മദ് വിഷം കഴിച്ച് മരിച്ചതാണ്. എന്നെ മ്യൂട്ട് ചെയ്യല്ലേ ഞാൻ പറയുന്ന നിങ്ങൾ എല്ലാ മ്യൂട്ട് വാദങ്ങളും ചെയ്ത് ഇരിക്കും ഷാനവാസെ, നിങ്ങൾക്ക് സമയം തരാം. താങ്കൾ മ്യൂട്ട് ചെയ്തേ, താങ്കൾ മ്യൂട്ട് ചെയ്തേ. താങ്കൾക്ക് ഇവിടെ സ്പെഷ്യാലിറ്റി ഒന്നുമില്ല. ഒരാൾ സംസാരിച്ച് തീരുമ്പോ അതിനിടയ്ക്ക് കയറി സംസാരിക്കരുത്. അബ്ബാസ് ബ്രദർ സംസാരിച്ച് കഴിയട്ടെ, അതിനുശേഷം എല്ലാരും സംസാരിച്ചാൽ മതി. താങ്കൾ അവിടെ മ്യൂട്ട് ചെയ്തിരിക്കും. എനിക്ക് ഒന്ന് അവസരം തരണേ. തരാം. മറുപടി അബ്ബാസ് ബ്രദർ ഒന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. തരാം. അബ്ബാസ് ബ്രദർ ഒന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. തരാം. ഷാനവാസ് ഒന്ന് മ്യൂട്ട് ചെയ്ത് ഷാനവാസ് മ്യൂട്ട് ചെയ്തേ. ഷാനവാസ് ഒന്ന് മ്യൂട്ട് ചെയ്തേ. മ്യൂട്ട് ചെയ്തേ. മിനിഞ്ഞാന്ന് രാത്രി നമ്മൾ ഒന്ന് ഇറങ്ങിപ്പോയതാണല്ലോ, താങ്കൾ ഓടി. അതുകൊണ്ടൊന്ന് മ്യൂട്ട് ചെയ്തിരിക്കും, അദ്ദേഹം പറയട്ടെ. എന്നിട്ട് താങ്കൾ സമയം തരാം. എവിടെ ഓടിയെന്നോ? ഞാൻ റൂമിന്റെ ഓഡിയോ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കേൾപ്പിക്കണോ താങ്കൾക്ക്? ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാം. താങ്കൾ ഓടിയത് ഞാൻ കേൾപ്പിക്കണോ? കേൾപ്പിക്കാം. ഇതൊന്ന് കഴിയട്ടെ. ഇതൊന്ന് കഴിയട്ടെ കേട്ടോ. ഇതൊന്ന് കഴിയട്ടെ. താങ്കൾ ഇപ്പൊ മ്യൂട്ട് ചെയ്തേ. താങ്കൾ മ്യൂട്ട് ചെയ്യ സഹോദര. താങ്കൾ മ്യൂട്ട് ചെയ്യ സഹോദര. നട്ടലൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ടുണ്ട് സഹോദര. മ്യൂട്ട് ചെയ്യ സഹോദര. മ്യൂട്ട് ചെയ്യ. നട്ടല്ലോടാണെങ്കിൽ താങ്കൾ മ്യൂട്ട് ചെയ്യും. അപ്പൊ കംപ്ലീറ്റ് ചെയ്ത. ഞാൻ സംസാരിച്ചോളൂ. ഒരു മിനിറ്റ്. ഈ ചങ്ങാതി, നിങ്ങൾക്കത് നട്ടലിന് ഇത്ര കുഴപ്പം? നിങ്ങളുടെ അടുത്ത് ചോദിച്ച ഒരേ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരൊറ്റ ക്വസ്റ്റ്യൻ ആണ്, വിഷം കഴിച്ച് മരിച്ചതാണോ എന്നുള്ളത്. അതിനുള്ള റെഫറൻസോടുള്ള ആൻസർ അവിടെ കൊടുത്തു കഴിഞ്ഞു. അത് നിങ്ങൾ നോക്കിയിട്ട് അത് ലൈഫാണോ സഹിയാണോ എന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾ ഇവിടെ സംസാരിക്കുന്നത് വിട്ടിട്ട്, നിങ്ങൾ പെണ്ണുങ്ങളുടെ അടുത്ത് എനിക്ക് സംസാരിക്കാൻ പറ്റില്ല, ലേഡീസുമായിട്ട് സംസാരിക്കാൻ, നിങ്ങളുടെ വീട്ടിൽ പെണ്ണുങ്ങളൊന്നും ഇല്ലേ? ഉമ്മയും പെങ്ങളൊന്നും ഇല്ലേ നിങ്ങൾക്ക്? അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ ഇല്ലേ? നിങ്ങളുടെ മക്കളില്ലേ? കൊച്ചുമക്കളൊന്നും ഇല്ലേ? 10 മണി കഴിഞ്ഞാൽ 10 മണി കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ വേറെ എന്തെങ്കിലും രീതിയാവുകയാണോ? നിങ്ങൾ സംസാരിക്കേണ്ടത്, നിങ്ങൾ ഒറ്റ ചോദ്യം അവിടെ ചോദിച്ചുള്ളൂ, അത് മാത്രം ആൻസർ പറയും. നിങ്ങൾ അതിൽ വിട്ടിട്ട് നിങ്ങൾക്ക് ആൻസർ ഇല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ള സംസാരത്തിലേക്ക് പോകില്ല. നിങ്ങൾ ആദ്യം ഇവിടെ ക്ഷമ ചോദിക്കും. ഏഞ്ചൽ സിസ്റ്റർ മയക്കുന്നെടുത്തേ. ഒരു ചുരുങ്ങിയ സമയമേ, പേഴ്സണൽ ആയിട്ടൊന്നും പോകണ്ട. താങ്കളുടെ നിലപാട് മാത്രം പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല. ഷാനവാസിന്റെ വീട്ടിലെ പെണ്ണുങ്ങള് 10 മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാന്നുള്ളത് ഇവിടെ വന്ന് വിളമ്പാൻ നിക്കണ്ട. ഞാനൊരു മുസ്ലിം സ്ത്രീ ആയിരുന്നുവെങ്കിൽ താങ്കൾക്ക് ധൈര്യമായിട്ട് പറയായിരുന്നു, രാത്രി 10 മണി കഴിഞ്ഞിട്ട് ഉസ്താദ് വരും, മുലകുടി ഹദീസ് ഉണ്ട്, മുലകുടി ഹദീസിന്റെ പ്രാക്ടീസ് ഉണ്ട്, അതൊക്കെ ഷാനവാസിന് പറയാമായിരുന്നു. പക്ഷെ ഞാൻ അങ്ങനെയല്ല കേട്ടോ. ഞാൻ ഒന്നാന്തരം ക്രിസ്ത്യാനിയാണ്, നല്ല തന്തയ്ക്ക് ജനിച്ചവള് തന്നെയാണ് കേട്ടോ. അപ്പനേതാ ആങ്ങളേതാ കെട്ടിയവനേതാന്ന് തിരിച്ചറിയാൻ കഴിയുന്ന കുടുംബത്തിൽ ജനിച്ചതാണ്. നിങ്ങളെ പോലെ അമ്മയെയും പെങ്ങളെയും മകളെയും കൊച്ചുമകളെയും എങ്ങനെ വേണമെങ്കിലും ലൈംഗികമായി ഉപയോഗിക്കാമെന്ന് പഠിപ്പിക്കുന്ന ഖുർആൻ എന്ന അശ്ലീല പുസ്തകം വായിച്ച് അത് പ്രാക്ടീസ് ചെയ്യുന്ന മുസ്ലിം സ്ത്രീകളെ പോലെ കൃഷി ഇടങ്ങളായി നിങ്ങൾ കാണുന്ന എന്താ പറയാ സ്ത്രീകളല്ല ഞങ്ങളുടെ സമൂഹത്തിലുള്ള ക്രിസ്ത്യൻ സ്ത്രീകൾ. ഓക്കെ. പിന്നെ എന്റെ അന്തസ്സിനെ അളക്കുവാനുള്ള ഇതൊന്നും യാതൊരു യോഗ്യതയും ഇല്ല. പറഞ്ഞു കഴിഞ്ഞില്ല. എന്റെ അന്തസ്സിനെ അളക്കുവാനുള്ള യാതൊരു അവകാശവും അധികാരവും ഒന്നും തനിക്കില്ല. കാരണം കൂട്ടിക്കൊടുപ്പുകാരനായ അള്ളാഹു എന്ന് പറയുന്ന മുഹമ്മദിനെ ഏത് പെണ്ണിനെ വേണമെങ്കിലും, തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞാവട്ടെ, ഇനി മുട്ടിലിഴഞ്ഞു നടക്കുന്ന കുഞ്ഞാവട്ടെ, ആ കുഞ്ഞിനെ കണ്ടാലും മോഹിക്കണം എന്ന ഒറ്റൊരാഗ്രഹം കൊണ്ട് ആയത്തിറക്കി കൊടുക്കുന്ന അള്ളാഹു എന്ന മുതു പിശാചിനെ ആരാധിച്ച് നടക്കുന്ന താനും, പിന്നെ എമ്പഴം പിഴയായ മുഹമ്മദിൻ്റെയും അനുയായി അല്ല ഞാൻ. ഒരുപക്ഷെ ഞാൻ അങ്ങനെ ആയിരുന്നുവെങ്കിൽ താൻ ഇങ്ങ് പറയുന്നതിനൊക്കെ ഒരർത്ഥമുണ്ടായിരുന്നു. ഇനി തനിക്ക് ശരിക്ക് ഇതൊക്കെ പോയി വിളിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട്. വേഗം രാത്രിയായില്ലേ, ഇത്രയൊക്കെ സമയമായില്ലേ, പോയി അങ്ങോട്ട് വിട്ടോ, എന്നിട്ട് ചോദിക്കുക. അവരോട് മുഖത്തോക്കി ചോദിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ആൻസർ കിട്ടാൻ ഇതിലും നല്ലതെന്ന് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് എൻ്റെ മാന്യതയെ അളക്കുവാൻ നീ ഇവിടെ വന്നു വയ്ക്കരുത് കേട്ടല്ലോ. താങ്ക് യു. സാം ബ്രദർ, ആ ചോദ്യം ഒന്നുകൂടെ ചോദിച്ചേ സാം ബ്രദറെ. ഷാനവാസിന് ഷാനവാസ് നമ്മുടെ ചോദ്യം ഇതായിരുന്നു. ഞാൻ മറ്റുള്ളതെല്ലാം ഇനി എനിക്ക് പറയാമോ? ഷാനവാസിലേക്ക് വന്നിട്ട്
ഷാനവാസിലോട്ട് വന്നിട്ട് അല്ല അത് പ്രോബ്ലം ഇട്ടേക്ക് താങ്കളൊരു വ്യക്തി അധിക്ഷേപം നടത്തി, ഒരു സ്ത്രീ അധിക്ഷേപം നടത്തി, അത് ഞങ്ങള് താങ്കളുടെ കഴിവുകേടായിട്ട് കാണുന്നില്ല. ദാറ്റ് ഈസ് യു ആർ നോ പ്രോബ്ലം, വി ആർ അഡ്മിറ്റിംഗ് ദാറ്റ്. ഓക്കെ, നമുക്ക് ആ സബ്ജക്റ്റിലോട്ട് വരാം. മുഹമ്മദ് ഇനി വിഷം അവര് പറഞ്ഞതിനുള്ള മറുപടി എനിക്ക് പറയാൻ വേണ്ടെന്നേ, പറ്റുള്ളൂ. താൻ പറഞ്ഞതിനുള്ള മറുപടി അവര് പറഞ്ഞു. പിന്നെ ആ വെടി സ്ത്രീ ഇരുന്ന് പറയുന്ന മൊത്തം ഞാൻ കേൾക്കണോ? ആ വെടി സ്ത്രീ അത് മനുഷ്യനെ സാന്തി ബ്രദർ ഞാൻ പറയട്ടെ, മനുഷ്യന് പട്ടിയില് മനുഷ്യ സ്ത്രീകളുണ്ടായ മകനായ നിനക്ക് അങ്ങനെ പറയാൻ യാതൊരു അവകാശവും ഇല്ല. ഒരു സെക്കൻഡ് സിസ്റ്റർ ആവശ്യത്തിന് അവന്റെ കരച്ചിലാണ് സിസ്റ്ററെ. അത് സിസ്റ്റർ അതിനെ ഇടയ്ക്ക് കാരണം നിങ്ങൾ ആവശ്യത്തിന് അവന് കൊടുത്തിട്ടുണ്ട്. അത് അവന് ഈ ജന്മത്ത് മറക്കുകയില്ല. അതുകൊണ്ട് നിങ്ങൾ അതിനെപ്പറ്റി ഇനി വറിയിടാകുക വേണ്ട. ഞങ്ങളൊരു ആരും ഇനി അതിനൊരു മറുപടി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത്രയും മറുപടി കൊടുക്കാൻ തൻ്റെ ഉള്ള സഹോദരിമാരുടെ മുന്നിൽ വന്നിട്ട് അവന്റെ മമ്മക്കളി. സാമ്പ്രദറെ പുള്ളി പോയി. ഇപ്പൊ ഇവിടെ ഞാൻ ചോദിച്ചത് ഇവിടുത്തെ ഒരു പ്രോബ്ലം എന്താണെന്ന് അറിയാമോ? ഇത്ര പെട്ടെന്ന് പോയോ? നമ്മൾ ഇന്ത്യൻ ആയിട്ട് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഇന്ത്യയിൽ ജനിച്ചു വളർന്ന നമ്മൾ കുഞ്ഞുനാൾ മുതൽ എടുക്കുന്ന ഒരു പ്രതിജ്ഞയാണ്, മനസ്സിലായില്ലേ? എന്റെ എല്ലാ ഭാരതീയരും എന്റെ സഹോദരന്മാരാണെന്ന് പറയുന്ന ഒരു പ്രതിജ്ഞയാണ്. അപ്പൊ ഇവന്മാര് ചോദിക്കും കെട്ടിയ പെണ്ണോന്ന്, അത് വേറെ എക്സംഷൻ, അതങ്ങ് മാറ്റി നിർത്തുക. കെട്ടിയ പെണ്ണ് കെട്ടുന്നതിന് മുമ്പിട്ട് വല്ലവന്റെയും നീ പെങ്ങളെ പോലെ തന്നെ കാണേണ്ട ഒരു അവസ്ഥയാണ് ഇന്ത്യയിലുള്ളത്. അതാണ് പ്രതിജ്ഞയുടെ ഉപവാക്യം എന്ന് പറയുന്നത്. കെട്ടിക്കഴിഞ്ഞതിന് ശേഷമാണ് അതിന്റെ ഭാര്യയാവുന്നത്. അപ്പൊ അതങ്ങനെ നിൽക്കട്ടെ. അങ്ങനെയുള്ളപ്പോ ഇന്ത്യയിൽ ജീവിക്കുന്ന ഇവനെ മറ്റുള്ള ഒരാളെ കാണണമെന്നുണ്ടെങ്കിൽ അതിനെ അശ്ലീലമായിട്ട് കാണുക എന്ന് പറയുന്നത് ഇവന്റെ ബൗദ്ധികമായിട്ടുള്ള ഇതിന്റെ പ്രശ്നമാണ്, മനസ്സിലായില്ലേ? ബൗദ്ധികമായിട്ടുള്ള വിഷയമാണ്. കാരണം ഇവരെ തെറ്റു പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അല്ല സാമ്പ്രദായ ഈ 10 മണി കഴിഞ്ഞ് ഇവൻ ഈ പെണ്ണിനെ കണ്ട ഇവൻ എന്നാ കുഴപ്പം? 10 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരുടെ കിളി പോകുന്നേ. കാരണം ഇവൻ ചിന്തിക്കുന്നത് ഇവന്റെ വീട്ടിൽ നടക്കുന്നത് പോലെയാണ് നാട്ടിലുള്ള സർവ്വ പെണ്ണുങ്ങളും ഒന്നാണ്, അല്ലെങ്കിൽ സർവ്വ സ്ത്രീകളും ഒന്നാണ്. അത് അവരുടെ തോന്നലാണ്. ഞാനിത് ആദ്യമായിട്ട് കേൾക്കണം കേട്ടോ. അങ്ങനെ ഒരു സഹോദരൻ ഇങ്ങനെ 10 മണി കഴിഞ്ഞ ശേഷം ഇവന്റെ ഉള്ളിൽ ഇപ്പൊ എന്താ 10 മണി കഴിഞ്ഞ പെണ്ണ അല്ല, ഇവന്റെ ഒക്കെ അമ്മയോ പെങ്ങളോ ആരേലും ഒന്ന് വാട്സപ്പിൽ ഓൺലൈനിൽ ഇരുന്ന ഇവന്മാർ അത് തന്നെയായിരിക്കും ചിന്തിച്ചു കൂട്ടുന്നുണ്ടാവുക. വേണേ അവളുമാർ അതായിരിക്കും കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് വെച്ച് ക്രിസ്ത്യൻ പെണ്ണുങ്ങളെ അളക്കാൻ വരണ്ടവൻ. ഏഞ്ചൽ സിസ്റ്ററെ പ്രൈസ് ലോർഡ്. സാമ്പ്രദറെ ആക്ച്വലി നമ്മൾ ഷാനവാസിനെ അവനെ പ്രകോപിച്ച് വിടില്ലായിരുന്നു. കാരണം എന്താ പറയാ, ഏഞ്ചൽ സിസ്റ്ററിനെ കൊണ്ട് തന്നെ അവന് മറുപടി കൊടുക്കണമായിരുന്നു. അത് ഞാൻ ചാറ്റിനകത്തൊരു മെസ്സേജ് അയച്ച് അവനെ പറഞ്ഞു വിടല്ലേ, എന്ത് പ്രകോപിച്ചാലും അവനെ പറഞ്ഞു വിടരുത്. കാരണം എന്താ പറയാ, ഏഞ്ചൽ സിസ്റ്റർ മാത്രം അവന് മറുപടി കൊടുക്കണമായിരുന്നു. കൊടുത്തിട്ടുണ്ട് ബൈജു ബ്രദറെ, അതൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ സിസ്റ്റർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വരുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാല് ഇവരിവിടെ വരുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാല് ഇവിടെ കയറി വന്ന് ഈ സംസാരിക്കുന്ന വിഷയത്തെ അവർക്കൊന്ന് മാറ്റണം. അവർക്ക് എങ്ങനെയും ഈ മുഹമ്മദിൽ നിന്നുള്ള നമ്മുടെ ശ്രദ്ധയൊന്ന് മാറ്റിയിട്ട് ഇതുപോലുള്ള വേറെ ഏതെങ്കിലും കാര്യങ്ങളിലേക്ക് കൊണ്ടുവരണം. അതിന് അവർ 100 വഴിയെടുക്കും. നമ്മളിപ്പോ ചെയ്യേണ്ടതൊന്നുമല്ല. നമ്മൾ എവിടെയാണോ പോയിന്റിൽ അവിടെ കൊണ്ടവനെ നിർത്തുക. അതുകൊണ്ട് തന്നെയാണ് സിസ്റ്റർ പറഞ്ഞ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞപ്പം വീണ്ടും ആ ചോദ്യത്തിലോട്ട് സാമ്പ്രദനെ ഞാൻ കൊണ്ടുപോയത്. അതിന്റെ കാരണം എന്താ ചോദിച്ചാൽ അതാണ് നമുക്ക് വേണ്ടത്. അല്ല ഇതൊക്കെ നമ്മൾ ആരാ മൈൻഡ് ചെയ്യുന്നത്? അല്ല ബോബി പാഷേ, അതാണ് കറക്റ്റ്. ഇത് നമ്മുടെ നസ്രനൊക്കെ ചെയ്യുന്നത് പോലെ നമ്മൾ ചെയ്യുന്ന വേ അതാണ്. പക്ഷെ ഇങ്ങനെയുള്ള സുഡാപ്പി കുഞ്ഞുങ്ങൾ വരുമ്പോൾ നമ്മുടെ നമ്മുടെ 10 മണി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സ്ത്രീകൾ നമുക്ക് സംസാരിക്കാൻ പറ്റത്തില്ലയോ? ഇവനൊക്കെ സ്ത്രീകളെ കൊടുക്കുന്ന വില എന്തുവാണെന്നാണ് നമുക്ക് മനസ്സിലായത്. നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് അല്ല, ഈ മദർസ കുഞ്ഞുങ്ങളുടെ വിചാരം ലോകം മുഴുവനും പരന്നിരിക്കുന്നത് കൊണ്ട് അവന്റെ അവിടെ രാത്രി ആകുമ്പോഴത്തേക്കിനും ലോകത്ത് എല്ലായിടത്തും രാത്രിയാണെന്ന് അവന്റെ വിചാരം. അവൻ അറിയത്തില്ല. ഇവിടെ നമ്മുടെ സിസ്റ്റേഴ്സ് പല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള സഹോദരിമാരും ഇവിടെ വന്ന് സംസാരിക്കുന്നു. ഞങ്ങൾക്ക് ഇപ്പൊ ഉച്ചയായതേ ഉള്ളൂ, മനസ്സിലായില്ലേ? അപ്പൊ ഉച്ചയ്ക്ക് ഒരാൾക്ക് സംസാരിക്കുന്നത് എന്താ ബുദ്ധിമുട്ട്? അവർക്ക് അവിടെ ഉച്ചയാണ്, അവന് രാത്രിയാണെന്നും പറഞ്ഞ് നമുക്ക് എന്നാ പ്രശ്നം? അവന്റെ പ്രശ്നമാണ് അത്, നമ്മുടെ പ്രശ്നമല്ല. ഒരു വ്യക്തിക്ക് ഈ സോഷ്യൽ മീഡിയയിൽ ഏതു സമയത്തും സംസാരിക്കാം. അവൻ ഓക്കെ ആണെങ്കിൽ അവന് സംസാരിക്കാം. തക്കതായിട്ടുള്ള മറുപടി ഞാൻ ഏഞ്ചൽ സിസ്റ്ററിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. തക്കതായിട്ടുള്ള മറുപടി തന്നെ അവന്റെ അണ്ണാക്കിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് വൃത്തികെട്ടവന്മാര്.
അവന്മാർക്ക് അതാ ഞാൻ പറഞ്ഞ അവൻ സഹോദരിമാര് ഇനി സംസാരിക്കും, ജീവിതത്തിൽ ഇത് അവന്മാർക്ക് മറക്കത്തില്ല. ഊടായിപ്പ്. അവനെ ഉറക്ക അല്ല, എനിക്ക് അവനെ സാധാരണഗതിയിൽ അവന് റേഞ്ച് ഇനി രാത്രി ഇല്ലാത്ത 10 മണി റേഞ്ച് ഇന്നേ ഞാൻ ഇടയ്ക്കില്ല. കേട്ടത് അവൻ പെന്തോ അച്ചായത്തികൾ മൊത്തം പിഴയാണല്ലോ ഈ കുജാഗരം ഞെക്കാൻ എടാ നീ വേണ്ടിയിട്ടാണല്ലോ. എടാ കാക്കെ, എടാ കോഴി കോഴി കോഴി, പെന്തോ എടാ നീ അച്ചായത്തികളെ നീ മാത്രം നീ പിഴകൾ വേറെ ലോകത്തുണ്ടോടാ? അപ്പൊ കത്തോലിക്ക റൂം പോയോക്ക്. നീ മുഹമ്മദിനെ ഊക്കാൻ നടക്കുവാന്നെന്ന്, നീ മുഹമ്മദിനെ ഊക്കാൻ നടക്കുവാന്നെന്നാണല്ലോടാ എടാ ഈ നബീല് പറഞ്ഞത്. മുഹമ്മദിനെ ഊക്കാൻ നടക്കുകയാണ്. അവരെ വിടല് കേട്ടോ, വിടല്. എടാ നീ മുഹമ്മദിനെ ചെയ്യാൻ നടക്കുവാന്ന്. ഷാനവാസിനെ പറഞ്ഞപ്പോ നൊന്ത്. മുഹമ്മദിനെ ഏതാ ഫ്രീ സോൾ ബ്രദറെ, ബ്രദറിന്റെ മൈക്ക് ഭയങ്കര എന്തോ പ്രശ്നമുണ്ട് കേട്ടോ, നല്ല ഇരപ്പുണ്ട്. ഷാനവാസിനെ പറഞ്ഞോണ്ടല്ല, മുഹമ്മദിനെയും അമ്മേനെയും അപ്പനെയും ഒക്കെ കൂട്ടിക്കൊടക്കുന്ന ചരിത്രം പറഞ്ഞപ്പോ അവന് സഹിച്ചില്ല കോഴിക്ക്. കോഴി അപ്പ കേറി വന്ന് കോഴി കുരു പൊട്ടി. എടാ കോഴി, എന്തൊരു അലമ്പാടാ, എന്തൊരു നാണക്കേടാണ്. അതിനറിയ നെഞ്ച് വിരിച്ചിട്ട് എന്റെ നെഞ്ചത്ത് ചവിട്ടിട്ടല്ലാതെ നിനക്കൊന്നും മുഹമ്മദിനെ പറയാൻ പറ്റിയാരടാ, ഇങ്ങനല്ലേ പറയുന്നേ? അല്ല, നിസുവിന്റെ ഒരു ഗതികേട് നോക്കണം. മുഹമ്മദിനെ രക്ഷിക്കാൻ ഒരു വഴിയില്ല. അതിന് ക്രിസ്ത്യാനി പെണ്ണുങ്ങളുടെ നെഞ്ചത്തോട്ട് കയറുക. എടാ, നീ ആണാണെങ്കിൽ വന്നിട്ട് നിന്റെ മുഹമ്മദിനെ രക്ഷിച്ചിട്ട് പോകും, അല്ലാതെ ഇവിടെ ഒന്ന് തെറി വിളിക്കുകയല്ല ചെയ്യേണ്ടത്. നിനക്കൊക്കെ പറ്റുന്ന തെറ്റെന്താ അറിയോ? ഞങ്ങള് നിങ്ങളുടെ മുഹമ്മദിനെ കുറിച്ച് പഠിക്കുമ്പോൾ അതിന്റെ അടിവേര് വരെ തോണ്ടിയെടുത്ത് പഠിച്ചിട്ടാണ് ഞങ്ങളുടെ സഹോദരന്മാര് ഇവിടെ വന്നു സംസാരിക്കുന്നത്. നിനക്കൊക്കെ ആവശ്യമുള്ള, അതായത് വൃത്തികേടായിട്ട് എന്തെങ്കിലും എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ, ആ ഒരു വാക്യം മാത്രം എടുത്തിട്ട് എവിടെയെങ്കിലും പോയി കണ്ടുപിടിച്ച് വരും. അതിന്റെ പിന്നാമ്പുറം എന്താണോ, അതിന്റെ മുന്നാമ്പുറം എന്താണോ, ഒന്നും ചിന്തിക്കാതെ വരുന്ന എന്നാ പറയാ അലവലാദികളാണ് നിങ്ങൾ. ക്ഷമിച്ചു വിട് സഹോദരി, ക്ഷമിച്ചു വിട്. ഞാൻ ക്ഷമിച്ചു അച്ചായ. ഇനി എന്റെ സഹോദരന്മാരെല്ലാം കേട്ടല്ലോ. ഇനി എടുത്തിട്ട് മുഹമ്മദിനെ അള്ളാഹുവിനെ അങ്ങ് അലക്കിയേരെ. എനിക്ക് എനിക്ക് ഇവന്മാർക്ക് പ്രശ്നം എന്താണെന്നറിയോ? ഇവന്മാർക്ക് ലേഡീസ് സംസാരിക്കുമ്പോഴത്തേക്ക് ഇവന്മാരുടെ കുരു പൊട്ടിപ്പോവും. അപ്പം നമ്മുടെ സിസ്റ്റേഴ്സ് ആരും സംസാരിച്ചു കഴിഞ്ഞാൽ ഇവന്മാർക്ക് സഹിക്കാൻ പറ്റത്തില്ല. അതാണ് ഇവന്മാർ ഏറ്റവും വലിയ വിഷയം. അതിന് സാറന്മാരെ അതിനൊരു കാരണമുണ്ട്. ഈ റോഡിൽ കൂടെ പോകുന്ന സ്ത്രീയെ കണ്ടാൽ കുരു പൊട്ടുന്നതിനായിരുന്നു മുഹമ്മദ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, 4-5 പേരൂടെ റോഡിൽ കൂടെ പോകുന്നു, മുഹമ്മദും സഹാബികളും. എന്തെങ്കിലും കാര്യങ്ങളോ, എന്തെങ്കിലും കൊള്ളയടിക്കുന്ന കാര്യങ്ങളോ, അതാണല്ലോ ഇവരുടെ ചർച്ചാ വിഷയം. ഏത് ഗ്രൂപ്പിനെ കൊള്ളയടിക്കേണ്ടത്, ഇങ്ങനെ ചർച്ച നടത്തുന്നുണ്ടോ. അപ്പോൾ അതിൽ ആ റോഡിൽ കൂടെ ഒരു സ്ത്രീ പോയ ഉടനെ മുഹമ്മദിന്റെ കൺട്രോൾ പോയി. ആ സഹാബികൾക്ക് ആർക്കും ഒരു പ്രശ്നവുമില്ല. കൺട്രോൾ പോയിട്ട് ഇവന് ഒറ്റ ഓട്ടമാണ്. വീട്ടിൽ ചെന്നപ്പം അടുക്കളപ്പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയാണ് സൈനബ വിളിച്ചോണ്ട് പോയി. കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പുള്ളി തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ആ വിയർത്ത് കുളിച്ച് പുള്ളി ഓടി വന്നിട്ട് പറഞ്ഞു, പിശാച് വരുന്നത് സ്ത്രീകളുടെ രൂപത്തിലാണ്. അന്ന് ഈ കൂടെ നടന്ന മൂക്കമ്മന്റെ അടക്കം ഒരെണ്ണം കൊടുത്തിരുന്നെങ്കിൽ പ്രശ്നം അങ്ങ് തീർന്നേനെ. എന്തിന്റെ അസുഖമാണോ തനിക്കെന്ന്. പക്ഷെ എന്ത് ചെയ്യാനാണ്, അള്ളാഹു ഇങ്ങനെ കൂട്ടിക്കൊടുത്ത് നിൽക്കുന്നതുകൊണ്ട് ഇവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ പ്രവാചകന്റെ ഈ ശിഷ്യന്മാർക്ക് എന്തുകൊണ്ട് എങ്ങനെ അടങ്ങിയിരിക്കും, എങ്ങനെ ഇവിടെ കൺട്രോൾ പോകാതിരിക്കും? നിങ്ങൾ പറഞ്ഞു, ഒന്ന് ചിന്തിച്ചു നോക്കി. സ്ത്രീകളെ കാണുമ്പോൾ, സ്ത്രീകളുടെ ശബ്ദം കേൾക്കുമ്പോൾ ഇവർക്ക് ഇവിടെ നിയന്ത്രണം പോകും. അതാണ് കോഴിയൊക്കെ ഇവിടെ വന്ന് കാണിക്കുന്നത്. പിന്നെ ഇനി അതിനേക്കാളും വലിയ കോമഡി ഉണ്ട്. ഷാനവാസ് ഈ വന്നിട്ടുണ്ട്. ആരാ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ സാറുമാരെ? വർഗീസ് പറഞ്ഞ ഈ കാര്യത്തിൽ ഒരു സംശയമുണ്ട്. അവിടെ നിൽക്കുക, സംശയം ചോദിക്കാൻ പാടില്ലെന്നുള്ളതാണ്. അതെ, ഒരു അല്ല സംശയം. അല്ല വർഗീസ് പറഞ്ഞു കഴിഞ്ഞിട്ട് ആരും സംസാരിച്ചാൽ മതി. ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ അവസരം തരാം. വഴി വെച്ചൊരു സ്ത്രീയെ കാണുമ്പോൾ ഇങ്ങനെ പറഞ്ഞില്ല. അപ്പം എന്റെ സംശയം, ഈ മുഹമ്മദിനെ ഏത് സ്ത്രീയെയും ലഭിക്കാൻ അള്ളാഹു ആയത്തെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഏത് സ്ത്രീയെ കണ്ടാലും മുഹമ്മദ് ശരീരം ദാനം ചെയ്യാം. അപ്പൊ ഈ സ്ത്രീ മാത്രം എന്താണ് ദാനം ചെയ്യാഞ്ഞത്? എനിക്ക് അതുപോലെ ക്രിസ്ത്യാനി പെണ്ണുങ്ങളായിരിക്കും മോന്തൊക്കെ ഇട്ട് കൊടുക്കുന്നത് പേടിച്ചാ കൊടുത്തു കാണും. അത് എഴുതി വെക്കാത്ത ഇവരുടെ പുസ്തകത്തില്. അതായിരിക്കും കാരണം. ഇനി അടുത്തത്, മുഹമ്മദ് റോഡിലൂടെ പോന്നു.
ഈ പറഞ്ഞ നിസുവും നിസുവിന്റെ മോളും നിസുവിന്റെ പെണ്ണുമ്പിളെ എല്ലാം കൂടെ റോഡിൽ കൂടെ വരുന്നു. മുഹമ്മദ് ഇപ്പൊ ആ പെണ്ണുമ്പിളെ കാണുന്നു. നിസു